മാധ്യമരംഗത്തെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. പത്രത്തിൽ, റേഡിയോയിൽ, ടെലിവിഷനിൽ, ഓൺലൈനിൽ, ഏറ്റവും പുതിയ കാലത്ത് യൂട്യൂബിൽ, ഇതിനു മുമ്പ് കുറേ ഗ്രാമപ്രദേശങ്ങളിൽ പോയിട്ട് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും തുടക്കം കുട്ടിക്കാലത്ത് നിന്ന് തന്നെയാണ്. എൻ്റെ അച്ഛൻ 1950കളിൽ തിരുവനന്തപുരത്ത് നിന്ന് മാതൃക എന്ന പേരിലൊരു മാസിക നടത്തിയിരുന്നു. പത്രപ്രവർത്തനം തലയ്ക്ക് പിടിച്ച ഒരാളായിരുന്നു അക്കാലത്ത് തന്നെ എൻ്റെ അച്ഛൻ. പക്ഷേ ഈ മാതൃക മാസിക നടത്തി കടം കയറി അദ്ദേഹത്തിന് ഇവിടുന്ന് നാട് വിടേണ്ടി വന്നു. അങ്ങനെ ബോംബെയിലെത്തുകയും അവിടെ നിന്ന് മർച്ചൻ്റ് നേവിയിലേക്ക് പോവുകയൊക്കെ ചെയ്ത അച്ഛൻ ചെറിയ കുട്ടിയായിരുന്ന മുതൽ എഴുത്തുകളിലൂടെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞൊരു തൊഴിലുണ്ടെന്നും അത് ഭയങ്കര വലിയൊരു തൊഴിലാണെന്നും അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. നീ അതിൽ പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് കത്തെഴുതുമായിരുന്നു. അച്ഛൻ്റെ അന്നത്തെ ഏറ്റവും വലിയ ആരാധനാ പുരുഷൻ എന്ന് പറയുന്നത് കൗമുദി ബാലകൃഷ്ണനായിരുന്നു. അപ്പം ഇങ്ങനെയെല്ലാം കേട്ടു വളർന്ന ഒരു ബാല്യത്തിലൂടെ, അല്ലെങ്കിൽ അച്ഛൻ്റെ കത്തുകളിലൂടെ, മർച്ചൻ്റ് നേവിയിലായതുകൊണ്ട് അച്ഛൻ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ലോകം മുഴുവൻ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ പല ഭാഗത്തു നിന്ന് അച്ഛൻ കത്തുകൾ അയക്കും. അതിലൊക്കെ പറയുന്നത് ഈ ലോകത്തെക്കുറിച്ച്, യാത്രകളെക്കുറിച്ചൊക്കെ പറയുന്നതിനൊപ്പം ഈ ഒരു തൊഴിലിനെക്കുറിച്ച് ഭയങ്കര ഒരു റൊമാൻറ്റിസൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെ അച്ഛൻ എൻ്റെ ഉള്ളിൽ ഒരു വിത്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. 10 വയസ്സിലാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊതുരംഗത്ത് വന്നത്. 10 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മാവൻ പേരൂർക്കട ശ്രീകുമാർ എന്ന് പറയുന്ന അന്നത്തെ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. CPIയുടെ ഒക്കെ വലിയ നേതാവായിരുന്നു അദ്ദേഹം. പേരൂർക്കട പ്രദേശത്ത് CPIയെ ഉണ്ടാക്കിയതും അദ്ദേഹമാണ്. അപ്പം ശ്രീമാമൻ എന്നെ കുട്ടികളുടെ ബാലവേദി എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കാനായിട്ട് ഞങ്ങളുടെ വീടിനടുത്തുള്ള, ഞാൻ വഴയിലെയാണ് ജനിച്ചു വളർന്നത്, അതിനടുത്തുള്ള കരകുളം എന്നുള്ള സ്ഥലത്തേക്ക് ഒരു ദിവസം ഞായറാഴ്ച കൊണ്ടുപോയി. അവിടെ കുറേ കുട്ടികളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് കരകുളത്ത് ആദ്യമായിട്ട് കുട്ടികളുടെ ഒരു ബാലവേദി രൂപീകരിക്കപ്പെടുന്നത്. അമ്മാവും കൊണ്ടുപോയതുകൊണ്ട് ആയിരിക്കാം ചിലപ്പോൾ എന്നെ അതിൻ്റെ പ്രസിഡൻ്റാക്കി. കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതിനകത്ത് പ്രസിഡൻ്റായി. അങ്ങനെയാണ് ഞാൻ പൊതുരംഗത്ത് വരുന്നത്. അപ്പോൾ ഈ ബാലവേദി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അതിൻ്റെ ജില്ലാ തലത്തിൽ ഒരു 1-2 വർഷത്തിനിടയിൽ ജില്ലാ തലത്തിലുള്ള ജില്ലാ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് എന്നൊക്കെ തലത്തിലുള്ള നിലകളിലേക്കും എനിക്ക് പോകാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടന്ന് പല പല ബാലവേദി യൂണിറ്റുകൾ, വഴുതക്കാട്, പേരൂർക്കട, കുടപ്പനക്കുന്ന് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ പോയി ബാലവേദി യൂണിറ്റുകൾ ഉണ്ടാക്കുകയും കുട്ടികളെ സംഘടിപ്പിക്കുകയും കലാപരിപാടികൾ നടത്തുകയും എല്ലാ ഞായറാഴ്ചയും യോഗം കൂടിയിട്ട് കുട്ടികളുടെ പ്രസംഗം, കവിത, പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു വളരെ സമ്പന്നമായ, വളരെ അപൂർവമായ ഒരു കുട്ടിക്കാലമായിരുന്നു എൻ്റേത്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലേക്കും എനിക്ക് ഞാൻ എത്തി. എനിക്ക് തോന്നുന്നു ഞാൻ 9ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ബാലവേദിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തലത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റി. അങ്ങനെ ആ ബാലവേദിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒറ്റയ്ക്കും കൂട്ടായുമൊക്കെ യാത്ര ചെയ്യുക, കലാപരിപാടികളിൽ പങ്കെടുക്കുക, അങ്ങനെ എഴുത്ത്, ഉപന്യാസം എഴുതുക, ഡാൻസ് ചെയ്യുക, നിരവധി എന്താണ് പറയുന്നത്, വളരെ സാംസ്കാരിക രംഗത്തൊക്കെയുള്ള എല്ലാ പരിപാടികളും, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ബാലവേദി യുവജന സംഘങ്ങളൊക്കെ നടന്ന പരിപാടികൾക്കെല്ലാം പോയി മത്സരങ്ങൾക്ക് പ്രൈസ് വാങ്ങുക. അങ്ങനെയൊക്കെ ഒരു വളരെ സജീവവും സമ്പന്നവുമായ ഒരു കുട്ടിക്കാലമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് 13 വയസ്സ്, ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ വർഷം സോവിയറ്റ് യൂണിയനിലെ ആർത്തേക്കിൽ ഒരു അഖില ലോക കുട്ടികളുടെ ക്യാമ്പ് നടത്തുകയുണ്ടായി. ഓൾ ഇൻ്റർനാഷണൽ യങ് പയനിയർ ക്യാമ്പ് എന്ന് പറയുന്ന ഒരു ഇത് സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിനകത്തു നിന്നുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൻ്റെ കേരളത്തിൽ നിന്നുള്ളൊരു അംഗമാകാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അന്ന് ബിനോയ് വിശ്വമാണ് അതിൻ്റെ ഞങ്ങളുടെ സംഘത്തിൻ്റെ ലീഡറായിരുന്നത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നായി ഞങ്ങൾ 15 കുട്ടികളാണ് ആ സംഘത്തിലുണ്ടായിരുന്നത്. ഡൽഹിയിലെത്തി. ഡൽഹിയിൽ നിന്ന് ഞങ്ങൾ മോസ്കോയിൽ പോയി. മോസ്കോയിൽ ലെനിൻ്റെ ശരീരം, അങ്ങനെ പല കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്നൊരു ട്രെയിനിൽ കയറി ഇന്ന് നമ്മുടെ കലാപബാധിതമായ ഉക്രൈനിലെ ക്രിമിയ എന്നുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഈ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് എത്തുന്നത്. അവിടെ ക്രിമിയയിൽ കരടിപ്പർവ്വതത്തിൻ്റെ കീഴെ കരിങ്കടലിൻ്റെ ഓരത്ത് ആർത്തിക് ഇൻ്റർനാഷണൽ യങ് പയനിയർ ക്യാമ്പിൽ 5000-ഓളം കുട്ടികൾ, ഏതാണ്ട് 150ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 5000-ഓളം കുട്ടികളുമൊത്ത് ഏതാണ്ട് 1.5 മാസത്തോളം താമസിക്കാൻ പറ്റി. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളും നേതാക്കന്മാരും ഒക്കെ, അന്ന് ഗ്ലാഡിസ് മെറിൻ, ചിലിയിലെ കമ്മ്യൂണിസ്റ്റ് നേതാവായ ഗ്ലാഡിസ് മെറിൻ അവിടെ ഞങ്ങളെ കാണാൻ വന്നിരുന്നു. അങ്ങനെ പലരും എത്തിയിരുന്നു. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കാനും അവിടെ നൃത്തം ചെയ്യാനും കലാപരിപാടികൾ അവതരിപ്പിക്കാനും ചിത്രം വരയ്ക്കാനും കരിങ്കടലിൽ കുളിക്കാനും ലോകത്തിലെ പല ഭാഗത്തുള്ള കുട്ടികളെ കാണാനും സംസാരിക്കാനും അവരോട് കൂട്ടുകൂടാനും ഒക്കെയുള്ള വലിയൊരു അവസരമാണ് എനിക്ക് അപ്പം കിട്ടിയത് 13 വയസ്സിൽ.
അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു വന്നു. റഷ്യൻ കുട്ടികൾ മാത്രമല്ല, ആഫ്രിക്കയിൽ നിന്നുണ്ടായിരുന്നു, മംഗോളിയയിൽ നിന്നുണ്ടായിരുന്നു, ഫ്രാൻസിൽ നിന്നുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും ലോകം എന്ന് പറയുന്നത്, ഞാൻ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രാന്തപ്രദേശത്ത് ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആ കുട്ടി, ഒരു കൊച്ചുകുട്ടിക്ക് ലോകം എന്ന് പറയുന്നത് വേറൊരു സ്പിയറിൽ ഞാൻ കാണുകയായിരുന്നു. അതായത് ആഫ്രിക്കയിലെ കുട്ടികളുടെ തൊലിയുടെ നിറവും, മംഗോളിയ കുട്ടിയുടെ തൊലിയുടെ നിറവും, ഫ്രാൻസിലെ കുട്ടിയുടെ തൊലിയുടെ നിറവും ഒക്കെ വേറെയാണെന്ന്, മുടിയുടെ ടെക്സ്ചർ വേറെയാണ്, മുടിയുടെ നിറം വേറെയാണ്, കണ്ണുകൾക്ക് തന്നെ വ്യത്യാസമുണ്ട്. പക്ഷെ എല്ലാത്തിനും എല്ലാ വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യൻ എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മാനവികതയുടെയും ഒക്കെ ഒരു വലിയ അനുഭവമാണ് ആ കുട്ടികളുടെ ക്യാമ്പ് എനിക്ക് തന്നത്. അവിടെ ഞങ്ങൾ അന്ന് ഉയർത്തിയ മുദ്രാവാക്യം, അന്ന് മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു ചിന്തയിലോട്ട് ലോകം കടന്നു പോകുന്ന കാലമാണ്. ശീതയുദ്ധത്തിൻ്റെ, കോൾഡ് വാർ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇതിൽ കൂടി കടന്നു പോവുകയാണ്. അപ്പം ലോകം മുഴുവൻ അന്ന് ചിന്തിച്ചിരുന്നത് വേൾഡ് പീസ് എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾക്ക് അവിടെ ഈ ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ മുദ്രാവാക്യവും ലോക സമാധാനമായിരുന്നു. ലോക സമാധാനത്തിന് വേണ്ടി പല പല കലാപരിപാടികളും പല പല ക്യാമ്പയിൻസും അന്ന് സംഘടിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞാൻ വിചാരിക്കും, ഇന്ന് ക്രിമിയയിൽ യുദ്ധത്തിൽ തകർന്നു വീഴുന്ന ക്രിമിയയിലെ തെരുവീഥികളിലൂടെ മെഴുകുതിരികളും ഉയർത്തി പൂക്കളും കൊണ്ട് ഞങ്ങൾ കുട്ടികൾ ഉച്ചത്തിൽ വി വോണ്ട് മീർ എന്ന് പറഞ്ഞാൽ, മീർ എന്ന് ഞാൻ റഷ്യനിൽ സമാധാനമാണ്, ഞങ്ങൾക്ക് സമാധാനം വേണം, ലോക സമാധാനം വേണം, പീസ് ഞങ്ങളുടെ അവകാശമാണ് എന്ന് ഉച്ചത്തിൽ ആർത്ത് വിളിച്ചുകൊണ്ട് ഞങ്ങൾ നടന്ന തെരുവീതികളൊക്കെ ഇപ്പം യുദ്ധത്തിൽ തകർന്നു വീഴുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു വലിയ അനുഭവത്തിൽ അവിടെ നിന്ന് കിട്ടിയ ചില സൗഹൃദങ്ങൾ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പം ഈ ഒരു അനുഭവമായിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പം ഞാൻ കോട്ടൺ സ്കൂളിലാണ് പഠിക്കുന്നത്, തിരുവനന്തപുരത്ത്. അപ്പോൾ അവിടെ അസംബ്ലിയിൽ ടീച്ചർമാർ എൻ്റെ ഈ അനുഭവങ്ങളൊക്കെ രാവിലെ പറയാനായിട്ട് കയറ്റി നിർത്തി പറയാൻ തുടങ്ങി. പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അസംബ്ലി കഴിഞ്ഞ് താഴെ വരുമ്പോഴും കുട്ടികളും ടീച്ചർമാരൊക്കെ എന്നെ പൊതിയുമായിരുന്നു. അവിടെ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത്, അവരുടെ എന്ത് വേഷമാണ് ഇടുന്നത്, അവർ നമ്മളെ കാണുമ്പോൾ സ്നേഹമാണോ നമ്മളോടെന്നൊക്കെ പറഞ്ഞാൽ 100 ചോദ്യങ്ങളാണ്. ഇത് 1977 അപ്പോൾ അന്ന് വലിയ അത്ഭുതമാണ്. അന്ന് യാത്രയും അല്ലെങ്കിൽ നമ്മളുടെ മാധ്യമങ്ങളൊന്നുമില്ല, ടെലിവിഷൻ പോലും നമുക്ക് സ്വപ്നം മാത്രമായ ആ കാലത്ത് ഞാൻ ഈ പോയി വന്ന അനുഭവങ്ങൾ എല്ലാവർക്കും ഭയങ്കര താല്പര്യം തോന്നി. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ അമ്മയോട് പറഞ്ഞു എപ്പോഴും എല്ലാവരോടും ഇത് തന്നെ പറയണം, ഭയങ്കര ബോറാ സ്കൂളിൽ പോകുന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, എഴുതി വെക്കും ഇതൊക്കെ, എന്നിട്ട് നമുക്ക് എന്തിനെങ്കിലും പ്രസിദ്ധീകരിക്കാം. അന്ന് ബാലയുഗം ഒക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു നമുക്ക് ബാലയുഗത്തിൽ വല്ലതും ഇത് പ്രസിദ്ധീകരിക്കാൻ കൊടുക്കാം, നീ എഴുതും, അപ്പോൾ എല്ലാവർക്കും വായിക്കാമല്ലോ എന്ന്. അങ്ങനെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എഴുതാൻ തുടങ്ങുന്നത്. അതിനു മുമ്പ് ചില കവിതകളും ഒക്കെ എഴുതുമായിരുന്നു. പക്ഷേ ഇത് എഴുതാനായി ഞാൻ വലിയ ഒരു പരിശ്രമം തന്നെ നടത്തി. തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിൽ, ഞങ്ങളുടെ വീടിനടുത്തുള്ള ബാപ്പുജി വായനശാല, കുടപ്പനക്കുന്ന് VP തമ്പി വായനശാല, അങ്ങനെയുള്ളിടത്തൊക്കെ പോയി. അച്ഛൻ്റെ ഫ്രണ്ട് ഒരു സുകുമാരൻ കല്ലുവിള സാറുണ്ട്, അന്ന് സാറിൻ്റെ വീട്ടിലെ പുസ്തകങ്ങൾ, അതിന്ന് റഷ്യയെക്കുറിച്ചും ഞാൻ പോയ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലൂടെ പോയ യാത്ര, അങ്ങനെ വളരെ വളരെ തീവ്രമായ ഒരു പഠനം തന്നെ അക്കാലത്ത്. ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ പുസ്തകങ്ങളിൽ കൂടി കടന്നുപോയി അതിൻ്റെ നോട്ടെടുത്ത് എഴുതി വെച്ച് ഞാൻ എഴുതാൻ തുടങ്ങി. എഴുതുന്ന വെച്ചാൽ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് പഠിക്കാനൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ആദ്യത്തെ 2 മാസം ക്ലാസ് മിസ് ചെയ്തു. അപ്പോൾ അത് കാരണം സ്കൂൾ വിട്ടു വന്നാൽ ഒരു 9 മണി വരെയൊക്കെ സ്കൂളിൽ പഠിച്ചിട്ട് പിന്നെ രാത്രി 12-1 മണി വരെയൊക്കെ ഇരുന്നിട്ടാണ് ഇത് എഴുതുന്നത്, പുസ്തകം എഴുതാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലെ അവധിയുടെ ആ കാലഘട്ടത്തിൽ. എൻ്റെ വീടൊരു നാട്ടിൻപുറത്താണെങ്കിലും ഞാൻ ചെയ്യുന്നത് എന്തോ വലിയൊരു കാര്യമാണ്, ഈ കൊച്ചു പുസ്തകം എഴുതുക എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ വീട്ടുകാരെല്ലാവരും എൻ്റെ കൂടെ നിന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇരിക്കാനൊന്നും അങ്ങനെ പണ്ടൊക്കെ വലിയ മുറികളൊന്നും അല്ലല്ലോ വീടുകളിൽ. അപ്പോൾ അവരവിടെ ഒരു സ്റ്റോർ റൂമും പത്തായം ഇട്ടിരുന്ന ഒരു മുറി ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ ആ പത്തായത്തിനെയൊക്കെ പുറത്തിറക്കി ആ സ്റ്റോർ റൂമിനെ എനിക്ക് എഴുതാനായിട്ടുള്ള ഒരു മേശയും ഒരു കസേരയൊക്കെ തന്നു, എന്നിട്ടൊരു ലൈറ്റ് വിട്ട് വന്നു. എൻ്റെ അമ്മാവനും ഹരിമാമനും എൻ്റെ കുഞ്ഞമ്മയൊക്കെ ഇത് എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് രാത്രി പേടിയാവുമെന്ന് വെച്ചിട്ട് അവരെനിക്ക് കൂട്ടിരിക്കാൻ തുടങ്ങി, മാറി മാറി ഓരോ ദിവസവും മാറി മാറി. അങ്ങനെ ഏതാണ്ട് ഒരു 4-5 മാസത്തോളം ഞാൻ ഈ രാത്രി 1 മണിവരെയൊക്കെ ഇരുന്ന് ആണ് ഈ പുസ്തകം ഇത് എഴുതുന്നത്. എഴുതി കഴിഞ്ഞ് അമ്മയെ കൊണ്ട് കാണിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഇത് ബാലയുഗത്തിൽ എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇതൊരു വലിയ പുസ്തകമായി പോയില്ലേ, നീ എഴുതി എത്രമാത്രം എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്, ഇത് പിന്നെ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടാലേ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഈ മാതൃഭൂമി വീക്കിലി വരുത്തുന്നുണ്ട്. അമ്മ പറഞ്ഞു നമുക്കിതിന് അയച്ചു നോക്കാമെന്ന് പറഞ്ഞ് മാതൃഭൂമിയിലെ പത്രാധിപർ എന്ന് പറയുന്ന അഡ്രസ്സ് എടുത്തിട്ട് അമ്മ അത് പോസ്റ്റ് ചെയ്ത് കൊടുത്തു മാതൃഭൂമിക്ക്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ഏപ്രിലൊക്കെ ആയിരിക്കും പോസ്റ്റ് ചെയ്തത്. പക്ഷെ മെയ് 5-ാം തീയതി എനിക്കൊരു കത്ത് കിട്ടി.
അത് എം ടി വാസുദേവൻ നായർന്ന് ഒപ്പിട്ട, മാതൃഭൂമി പത്രാധിപർ എം ടി വാസുദേവൻ നായർന്ന് ഒപ്പിട്ട ഇത് പ്രസിദ്ധീകരിക്കാൻ മാതൃഭൂമി വാരികയിൽ ഫോട്ടോസ് അയക്കൂ, അപ്പോഴാണ് ഇത് നന്നാവുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു കൊച്ചുകുട്ടിക്ക് എഴുതുന്ന പോലെ തന്നെ എന്നാൽ വളരെ ആധികാരികമായ ഇത് വെച്ചിട്ടുള്ള ഒരു കത്ത് എം ടിയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടുകയുണ്ടായി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ശരിക്കും അത് എന്നിട്ട് തുടങ്ങുന്നത് ജൂണിലാണ്. അതെനിക്ക് ആ ലക്കം നല്ല ഓർമ്മയുണ്ട്. പി കുഞ്ഞിരാമൻ നായർ മരിച്ച ലക്കമാണ് അതിൻ്റെ വിവരമുള്ള, അദ്ദേഹത്തിൻ്റെ പടമാണ് അതിൻ്റെ തുടക്കം. ഞാൻ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എൻ്റെ കോട്ടൺ ഹില്ലിലെ 10ാം ക്ലാസ്സിലെ എൻ്റെ കൂട്ടുകാരി സംഗീത അവളുടെ വീട്ടിൽ വന്ന മാതൃഭൂമിയായിട്ടാണ് വരുന്നത് സ്കൂളിൽ. നിൻ്റെ ഫോട്ടോ ഉണ്ട്, എൻ്റെയും ബിനോയ്ഷത്തിൻ്റെയും ഫോട്ടോ ഉണ്ടായിരുന്നു അതിനകത്ത്. എന്നിട്ട് എം ടി പറഞ്ഞിട്ടുമുണ്ട്, വളരെ അതിനകത്തൊരു ചെറിയൊരു ബ്രീഫ് എം ടിയുടെ വക കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത് ഒരു ഇൻട്രഡക്ഷൻ പോലെ. ഇങ്ങനെ സ്ഥിതിവിവര കണക്കുകളൊന്നും ഇല്ലാത്തൊരു യാത്രാവിവരണം എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു ഇൻട്രൊഡക്ഷനോട് കൂടിയാണ് വന്നത്. അപ്പോൾ അത് ബാലപംക്തിയിലും അല്ല, ഏറ്റവും പുറകിലാണ് വന്നത്, പക്ഷെ 3-4 പേജ് അങ്ങനെ ഒരു 10 ലക്കത്തോളം സ്ഥിരമായിട്ട് അതിനകത്ത് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചു, എൻ്റെ ഈ യാത്രാവിവരണം പ്രസിദ്ധീകരിച്ചു. അതിന് മുമ്പും അതിന് ശേഷവും ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഒരു യാത്രാവിവരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും മാതൃഭൂമി വീക്കിലിൽ അത്രത്തോളം സീരിയസ് ആയി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഏതായാലും അതോടുകൂടിയാണ് ഞാൻ എൻ്റെ ജീവിതം മാറിമറിയുന്നത്. അന്ന് 50 രൂപയാണ് ഒരാഴ്ചത്തേക്ക് പ്രതിഫലം കിട്ടുന്നത്. അപ്പോൾ സ്കൂളിലാണ് മണി ഓർഡർ വരുന്നത്. എല്ലാ ആഴ്ചയും പ്രിൻസിപ്പൽ ഹെഡ് മിസ്ട്രസിൻ്റെ മുറിയിലേക്ക് എന്നെ ഒരു പോസ്റ്റ്മാൻ വരുന്ന സമയത്ത് ഒരു സമയത്ത് വിളിപ്പിക്കും, ഈ 50 രൂപയുടെ മണി ഓർഡർ തരും. ഒരുപാട് കത്തുകൾ അന്ന് മാതൃഭൂമിയിൽ ഈ ഇതിനെക്കുറിച്ച് വരുമായിരുന്നു, എൻ്റെ യാത്രാവിവരണത്തെക്കുറിച്ച്. ഒരു കുട്ടി എഴുതുന്നു എന്നുള്ള ഒരു വലിയ പരിഗണന എല്ലാവരും തന്നെ തന്നിരുന്നു. അപ്പോൾ ആ കത്തുകൾ എനിക്ക് തോന്നുന്നു എം ടി തന്നെ താല്പര്യം എടുത്തിട്ടായിരിക്കും എനിക്ക് അയച്ചു തരുമായിരുന്നു. എല്ലാ ആഴ്ചയും അവിടെ വരുന്ന കത്തുകൾ ലെറ്റേഴ്സ് ടു ദ എഡിറ്റർ ഒരു പാക്കറ്റിൽ എന്നെ എനിക്ക് അയച്ചു തരുമായിരുന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു. പിന്നെ എല്ലാവരും തന്നെ ഞാൻ ഈ റഷ്യയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴും മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കുമ്പോഴൊക്കെ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലൊക്കെ വലിയ പന്തലൊക്കെ ഇട്ട് എനിക്ക് ഒരുപാട് സ്വീകരണങ്ങളൊക്കെ തരുമായിരുന്നു. ഒരു കൊച്ചുകുട്ടി എന്നുള്ള പരിഗണനയ്ക്ക് അപ്പുറത്ത് അവരുടെ ഒരു നാട്ടിലെ ഒരു വലിയ സംഭവമായി എന്നെ കണക്കാക്കി. അങ്ങനെയൊക്കെ വലിയ കുട്ടിക്കാലത്തെ വലിയ അനുഭവമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ നന്നായി വായിക്കും. അങ്ങനെ പത്രപ്രവർത്തനം വേണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, അച്ഛൻ കൊളുത്തി തന്ന ഒരു ആഗ്രഹമുണ്ട് ഉള്ളിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. എൻ്റെ ഈ പ്രകാശരേഖ എന്നായിരുന്നു മാതൃഭൂമിയിലെ എം ടി അതിനിട്ട പേര് ആ യാത്രാവിവരണത്തിന്. അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ എനിക്ക് എം ടിയുടെ വേറൊരു കത്ത് വന്നു. ഇങ്ങനെ, ഞാൻ എം ടി വാസുദേവൻ നായരാണ്, ഞങ്ങൾ ഗൃഹലക്ഷ്മി എന്ന് പറഞ്ഞ മാതൃഭൂമി ഒരു പബ്ലിക്കേഷൻ തുടങ്ങുവാണ്, ശ്രീമതി PB ലൽക്കാറാണ് അതിൻ്റെ എഡിറ്റർ. അപ്പോൾ അതിൻ്റെ തിരുവനന്തപുരത്തു നിന്നുള്ള സ്റ്റോറികൾ ബീനയ്ക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ അത് വളരെ നന്നായി. ലേഖനങ്ങളും അഭിമുഖങ്ങളും ഒക്കെ എഴുതാൻ പറ്റും. അത് താല്പര്യമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം, ഞാൻ ലൽക്കാറിനോട് കത്തെഴുതാൻ പറയാം. അന്ന് ഫോൺ വിളിയൊന്നുമില്ല, കത്തെഴുത്താണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. എന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പത്രപ്രവർത്തനത്തിൽ വരണം എന്നുള്ളൊരു കുട്ടിക്ക് മാതൃഭൂമി പോലൊരു പബ്ലിക്കേഷൻ, അത് എം ടി വാസുദേവൻ നായർ നേരിട്ട് എഴുതുമ്പോൾ വളരെ സന്തോഷമാണ്. അങ്ങനെ പിന്നെ എനിക്ക് PB ലൽക്കാറിൻ്റെ കത്ത് വന്നു. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ചെയ്യുന്നത് 10ാം ക്ലാസ്സിൽ തന്നെയാണ്. എൻ്റെ ക്ലാസ്സിൽ ആലീസ് എന്ന് പറഞ്ഞ് അന്ധയായ, കണ്ണ് കാണാൻ വയ്യാത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൾ നന്നായി പഠിക്കും, നന്നായി പാട്ട് പാടും. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ ഈ ബ്രെയിലി ലിപിയൊക്കെ പഠിച്ച് അവൾ വരാത്ത ദിവസമുള്ള നോട്ടൊക്കെ ഞാൻ എഴുതി കൊടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും അവൾക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ അവളുടെ ജീവിതത്തെയും അവളുടെ അനുഭവങ്ങളെയും അവളുടെ പ്രതീക്ഷകളെയും ഒക്കെ കുറിച്ച് ഒരു അഭിമുഖം നടത്തിയിട്ട് അതാണ് ആദ്യമായിട്ട് എൻ്റെ പത്രപ്രവർത്തന അനുഭവം എന്ന് പറയാവുന്നത്. അത് ഗൃഹലക്ഷ്മിയിൽ പ്രസിദ്ധീകരിച്ചു. പിന്നെ തുടർച്ചയായി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അന്ന് പ്രീ ഡിഗ്രി കാലമാണ്, ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോഴും ഒക്കെ നിരന്തരമായിട്ട് ഈ ഗൃഹലക്ഷ്മിയിലും മാതൃഭൂമിയുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുമായിരുന്നു. പിന്നീട് അന്ന് തന്നെ കലാകൗമുദി ഉണ്ട്, കുങ്കുമം, കലാലയം എന്നൊക്കെ പറയുന്ന കുറേ മാസികകളുണ്ട്. അതിനകത്തൊക്കെ എഴുതിക്കൊണ്ടേയിരുന്നു, നിരന്തരമായി എഴുതിക്കൊണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിൽ നിന്ന് പൈസ വാങ്ങി പഠിച്ചിട്ടില്ല. 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ മുഴുവൻ എഴുതി. എൻ്റെ ഡിഗ്രി പഠനകാലത്തും എല്ലാം, ഡിഗ്രി അത് കഴിഞ്ഞ് ജേർണലിസം പഠിക്കുന്ന കാലത്തും എല്ലാം തന്നെ എൻ്റെ പത്രപ്രവർത്തനത്തിൽ നിന്നുള്ള പൈസയിലാണ് ഞാൻ പഠിച്ചതും ഒരു പരിധി വരെ ജീവിച്ചതും. എൻ്റെ ചുറ്റുപാടുള്ളവർക്കൊക്കെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസ പോലും വളരെ കുറവായിരിക്കും അന്നത്തെ പിന്നെ റെമ്യൂണറേഷൻ എങ്കിൽ പോലും വളരെ കാലം എനിക്കതെല്ലാം അങ്ങനെ തന്നെ പഠിക്കാനും ഒന്നിനും ആരെയും ആശ്രയിക്കേണ്ടി വന്നിട്ടില്ല. പത്രപ്രവർത്തനത്തിൽ തന്നെ നിൽക്കാൻ പറ്റി. ശരിക്കും അപ്പോൾ എൻ്റെ പത്രപ്രവർത്തന ജീവിതം എന്ന് പറഞ്ഞാൽ എൻ്റെ 10ാം ക്ലാസ്സിൽ തന്നെയാണ് ആരംഭിക്കുന്നത്. ഞാൻ പ്രീ ഡിഗ്രി കഴിയുമ്പോൾ ആ സമയത്ത് ഞാൻ തിരിച്ചു വന്നിട്ട് റഷ്യൻ ഭാഷ പഠിച്ചിരുന്നു. അപ്പോൾ റഷ്യൻ ഭാഷയിൽ ഒരു ഡിപ്ലോമ
അങ്ങനെയുള്ള കുറേ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, അങ്ങനെ കുറേ കോഴ്സുകളുണ്ട്. അപ്പോൾ റഷ്യൻ കൾച്ചർ സെൻ്റർ ഉണ്ട്, ഇവിടെ ഒരു സായിപ്പായിരുന്നു അന്ന് അതിൻ്റെ ഇത്. അപ്പോൾ അവിടെ പോയി റഷ്യൻ പഠിച്ചതിൻ്റെ ഇതിൽ റഷ്യൻ ലാംഗ്വേജ് സ്റ്റുഡൻസിന് ഈ മോസ്കോയിലെ പാട്രിക് ലുമുമ്പ സർവകലാശാലയിൽ ഒരു കോട്ടയുണ്ട്. അപ്പോൾ ആ വർഷം ഡിപ്ലോമ അവരുടെ ഏറ്റവും വലിയ പരീക്ഷയാണത്. അതിൽ ഇന്ത്യയിൽ ഫസ്റ്റ് റാങ്ക് എനിക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ റഷ്യൻ ലാംഗ്വേജ് സ്റ്റുഡൻസിൻ്റെ കോട്ടയിൽ ഈ പാട്രിക് ലുമുമ്പ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എനിക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, ഞാൻ പഠിച്ചിരുന്നത് പ്രീ ഡിഗ്രിയിൽ സയൻസ് ഗ്രൂപ്പ് ആയതുകൊണ്ട് എനിക്ക് മെഡിസിൻ അഡ്മിഷനാണ് കിട്ടിയത് അവിടെ പോകാനായിട്ട്. പക്ഷേ പോവാറായപ്പോഴേക്കും എനിക്ക് ആകെ പോണ്ടയോ എന്നുള്ള സന്ദേഹം ഉണ്ടായിരുന്നു. ഏതായാലും ഒരു ബുധനാഴ്ചത്തേക്ക് ടിക്കറ്റൊക്കെ എടുത്തു. പക്ഷേ വെള്ളിയാഴ്ച ആയപ്പോഴേക്കും ഞാൻ അന്നുണ്ടായിരുന്ന എൻ്റെ പ്രണയത്തിൻ്റെ ഒരു ഭാഗമായിട്ടും പിന്നെ എനിക്ക് ജേർണലിസം പഠിക്കണം എന്നുള്ള ഭാഗമായിട്ടൊക്കെ വീട്ടിൽ പോയി പറഞ്ഞ ആ റഷ്യൻ യാത്ര ഞാൻ ഒഴിവാക്കുകയാണ് ചെയ്തത്. അങ്ങനെ തിരുവനന്തപുരം വിമൻസ് കോളേജിൽ ഇംഗ്ലീഷ് BA ചേർന്നു. അവിടെ നിന്ന് കാര്യവട്ടത്ത് ജേർണലിസത്തിന് ചേർന്നു. പത്രപ്രവർത്തനം, ജേർണലിസം, പോസ്റ്റ് ഗ്രാജുവേഷൻ ജേർണലിസം കഴിയുമ്പോൾ ആ സമയത്ത് നിരന്തരമായി എനിക്ക് എഴുതാൻ കഴിയുന്ന അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു വലിയ ഭാഗ്യമാണ്. ശരിക്കും എൻ്റെ ഏറ്റവും സജീവമായ പത്രപ്രവർത്തന കാലം എനിക്ക് തോന്നുന്നു എൻ്റെ പ്രീ ഡിഗ്രി ജേർണലിസം കാലമാണ്. ഒരുപാട് എഴുതിയതും ഒരുപാട് ഇൻ്റർവ്യൂകളൊക്കെ ഇപ്പോൾ പഠന സംബന്ധമായും അല്ലാതെയും തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി. അങ്ങനെ ജേർണലിസം കഴിഞ്ഞ സമയത്ത് ആണ് എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പോഴാണ് കേരള കൗമുദിയിൽ നിന്ന് എനിക്ക് ശ്രീ ഭാസുരചന്ദ്രൻ്റെ ഒരു കത്ത് വരുന്നത്. കേരള കൗമുദിയിൽ എനിക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ട് വിമൻസ് മാഗസിൻ എന്ന് പറയുന്നത്, കേരള കൗമുദി വിമൻസ് മാഗസിൻ എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണമുണ്ട്, അതിനകത്തേക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ വരിക, മറുപടി അയക്കുക എന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് വളരെ സന്തോഷമായിരുന്നു. പിന്നെ അതിനൊപ്പം തന്നെ ആ സമയത്ത് വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ടുള്ള എൻ്റെ വളരെ അടുത്തൊരു സൗഹൃദം അപ്പോഴേക്കും ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ബഷീറും കേരള കൗമുദിയിൽ സംസാരിച്ചു, എനിക്ക് ജോയിൻ ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാക്കി. അങ്ങനെയാണ് ഞാൻ കേരള കൗമുദിയിൽ ജോയിൻ ചെയ്യുന്നത്. കേരള കൗമുദിയിൽ ജോയിൻ ചെയ്യുമ്പോൾ വിമൻസ് മാഗസിനിലാണ് ജോയിൻ ചെയ്തെങ്കിൽ പോലും വളരെ കലാകൗമുദിയിലാണെന്ന് ഞങ്ങൾക്ക് ഇരിക്കാനുള്ള ഇതുള്ളത്. അപ്പോൾ അവിടെ പിന്നെ കുസുമകുമാരി എന്ന് പറഞ്ഞാൽ സ്ത്രീകളൊന്നും പത്രപ്രവർത്തന രംഗത്തുള്ള കാലമേ അല്ല. എനിക്ക് തോന്നുന്നു ലീല മേനോൻ മാത്രമായിരിക്കും കേരളത്തിൽ എവിടെയെങ്കിലും ഉള്ളത്. എനിക്ക് മുന്നേ ഉള്ള ജനറേഷനിൽ അവരാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരുമാണ്, ഞങ്ങളുടെ ഒരു ജനറേഷനാണ് പിന്നെ വരുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കുസുമകുമാരി എന്ന് പറഞ്ഞൊരു ചേച്ചി ഉണ്ടായിരുന്നു. അവർ നല്ല ഫീച്ചറുകളൊക്കെ ചെയ്യാനായിട്ടുള്ള നല്ലതായി എഴുതി ചെയ്യുന്ന ഒരു ചേച്ചി മാത്രമായിരുന്നു. അവർ കുറച്ചു കാലം കഴിഞ്ഞ് പോയി അവിടെ നിന്ന്. എങ്കിലും ആദ്യമായിട്ട് കലാകൗമുദി കേരള കൗമുദിയിൽ ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു അനുഭവം എനിക്ക് തന്നെയാണെന്ന് തോന്നുന്നു. അന്ന് വേറെ ആരും അവിടെ അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഒരു ഗുണം ഞാൻ ഇന്ന് ആലോചിക്കുമ്പോൾ, അന്ന് ഒരിക്കലും ഒരു പെൺകുട്ടിയാണെന്നോ ഒരു സ്ത്രീ ആണെന്നുള്ള വിവേചനം കാണിക്കാതാണ് എൻ്റെ സീനിയേഴ്സ് എന്നോട് പെരുമാറിയിരുന്നത്. അന്ന് MS മണി സാറാണ് കേരള കൗമുദിയിൽ, ഞങ്ങളുടെ കലാകൗമുദിയിൽ ട്രയൽ, ഫിലിം മാഗസിൻ, കലാകൗമുദി. അപ്പോൾ അവിടെ MP നാരായണപിള്ള, S ജയചന്ദ്രൻ നായർ, NRS ബാബു, ഇവരൊക്കെയാണ് നമ്മുടെ സീനിയേഴ്സായിട്ടുള്ളത്. ഒരു വളരെ എനിക്ക് തോന്നുന്നു പത്രപ്രവർത്തനത്തിൽ ഒരു വലിയ പാഠശാലയായിരുന്നു സത്യം ആ അനുഭവങ്ങൾ. എന്ന് വെച്ചാൽ ഇവരുടെ എല്ലാം എല്ലാവരും തന്നെ പത്രപ്രവർത്തന രംഗത്ത് അസാമാന്യ പ്രതിഭകളാണ്. അതിനൊപ്പം എനിക്ക് താല്പര്യമുണ്ട്, ഈ പത്രപ്രവർത്തനം നടത്താൻ താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു ആൺ പെൺ വിവേചനമൊന്നുമില്ലാതെ അവരെനിക്ക് ഒരുപാട് അസൈൻമെൻറ്റ്സ് എനിക്ക് തന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ പോയി സ്നേഹലത റെഡ്ഡിയുടെ മകൾ നന്ദന റെഡ്ഡിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ, അതുപോലെ തന്നെ മാവൂർ സമരം നടക്കുന്ന സമയത്ത് കോഴിക്കോട് പോകാനുള്ള അവസരം, അങ്ങനെ നിരവധി അവസരങ്ങളും എഡിറ്റോറിയൽ, കേരള കൗമുദിയുടെ എഡിറ്റോറിയൽ പേജിൽ എനിക്ക് തോന്നുന്നു നിരന്തരമായി തന്നെ എഴുതാനുള്ള സാഹചര്യം പലരും, ഇപ്പോൾ AP വിശ്വനാഥനായിരുന്നു അന്ന് ന്യൂസ് എഡിറ്റർ, അദ്ദേഹം പലപ്പോഴും അസൈൻമെൻറ്റുകൾ തരുമായിരുന്നു. അതുപോലെ തന്നെ അന്ന് തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ഫിലിം ഫെസ്റ്റിവൽ നടക്കുകയാണ്. നമ്മൾ കേരളം ആദ്യമായി കാണുന്ന ഇന്നത്തെ ഗോവയിൽ നടക്കുന്ന ഫെസ്റ്റിവൽ കേരളത്തിൽ ആദ്യമായി വരുന്നത് തിരുവനന്തപുരത്ത് 1988 അതിന് ശരിക്കും അതിൻ്റെ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അന്ന് കലാകൗമുദിയുടെ പാസിലാണ് ഞാൻ അവിടെ പോകുന്നത്. സ്ത്രീകൾ വളരെ കുറവാണ്. സ്ത്രീകൾ റിപ്പോർട്ടിങ്ങിന് കാണാൻ വരുന്ന ഒരു ആദ്യത്തെ ഫെസ്റ്റിവൽ, ഇതെന്താണ് അൺസെൻസേർഡ് സിനിമകൾ വരുന്നു, എല്ലാവരും വളരെ ഷോക്കിലാണ്. അതിനിടയിൽ ഇതെങ്ങനെയാണ് ഒരു റിപ്പോർട്ടിംഗ് എന്നുള്ളതൊരു വലിയ വെല്ലുവിളിയായിരുന്നു എനിക്ക്. പക്ഷേ വേറൊരു സ്ത്രീയും ഇല്ല അപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ ആ കലാകൗമുദിയുടെ പാസുമായിട്ട് അതൊരു വലിയ അവസരമാണെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത്. അന്ന് എനിക്ക് കുറേ ചമ്മലൊക്കെ ആയിരുന്നു, ഇതൊരു ജോലി ചെയ്യേണ്ടി വന്നല്ലോ എന്നൊക്കെ. എന്ന് വെച്ചാൽ ആരും ഇല്ലാത്തടത്ത് ഞാൻ തന്നെ ഇങ്ങനത്തെ
സിനിമ കാണാൻ പോവുകയാണെന്നുള്ള വ്യാഖ്യാനങ്ങൾ വരുമോ എന്നൊക്കെ ഉള്ള ഒരു തരം അന്നത്തെ കാലത്തെ ഒരുപാട് ഇതുണ്ടായിരുന്നു. എന്നിട്ട് പക്ഷേ എനിക്ക് ഒരുപാട് പ്രേമ കാരന്ത്, മാഡി സാക്സ് എന്നൊക്കെ പറയുന്ന ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന സംവിധായികമാരെയും സംവിധായകരെയും ഇൻ്റർവ്യൂ ചെയ്യാനുള്ള അവസരം കിട്ടി. ഫിലിം ഫെസ്റ്റിവൽ റിപ്പോർട്ട് ചെയ്യാൻ, പൂർണ്ണമായും ഫിലിം മാഗസീന് വേണ്ടി റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം കിട്ടി. കലാകൗമുദിക്ക് വേണ്ടി, കേരളകൗമുദി പത്രത്തിന് വേണ്ടി ഞാനാണ് റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ റിപ്പോർട്ടുകൾ എനിക്ക് ഒരുപാട് അഭിമാനം തരുന്ന ഒരു അനുഭവമാണത്. അപ്പോൾ അത് കഴിഞ്ഞ് അതുപോലെ തന്നെ സൂര്യ ഫെസ്റ്റിവൽ, അന്നൊക്കെ വളരെ മോഡിയിലാണ് സൂര്യ ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ അതിൽ കമലഹാസൻ വന്നു, അതിനകത്ത് ഹേമമാലിനി വന്നു, ഒരുപാട് അതുപോലത്തെ പ്രതിഭകൾ, അവരെല്ലാവരെയും ഇൻ്റർവ്യൂ ചെയ്ത് കേരളകൗമുദിക്കും കലാകൗമുദിക്കും ഞങ്ങളുടെ വിമൻസ് മാഗസീനൊക്കെ വേണ്ടി കൊടുക്കാനുള്ള അവസരം കിട്ടി. വിമൻസ് മാഗസീനിൽ എനിക്ക് ഏറ്റവും നല്ല രണ്ട് അനുഭവം, ബഷീറിൻ്റെ മകളെയും ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഒരു ബഷീർ ടാറ്റയുടെ, ഷാഹിനയുടെ ടാറ്റ എന്ന് പറഞ്ഞൊരു ഫീച്ചർ എഴുതാൻ പറ്റി. പിന്നെ അപ്പോൾ വിമൻസ് മാഗസീന് വേണ്ടിയിട്ട് മാധവിക്കുട്ടിയുടെ ഒരു കോളം തുടങ്ങി. അത് എനിക്ക് തോന്നുന്നു ജയചന്ദ്രൻ സാറിൻ്റെ ഇൻട്രസ്റ്റിലായിരുന്നു. പിന്നെ കോളം തുടങ്ങിയിട്ട് ആ കോളം എല്ലാ ആഴ്ചയും പോയി അവിടെ എല്ലാ മാസവും അവരുടെ അടുത്ത് പോയിരുന്ന് എഴുതിയെടുക്കേണ്ട ഒരു ഇതുണ്ടായിരുന്നു. അവർ പറഞ്ഞു തരും. അപ്പം അങ്ങനെ മാധവിക്കുട്ടിയായിട്ട് വളരെ അടുക്കാൻ പറ്റി ആ ഒരു അനുഭവം കാരണം. അപ്പം അങ്ങനെ വളരെ രസകരമായ അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ വന്നു. അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. ഏതാണ്ട് 3-4 മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു. അത് കഴിഞ്ഞ് വളരെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് കുഞ്ഞുണ്ടായത്. അത് കഴിഞ്ഞുള്ള കാലവും കുഞ്ഞിനെ നോക്കേണ്ട ഒരു വളരെ വെയിറ്റൊക്കെ കുറഞ്ഞ കുഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ കേരളകൗമുദിയിൽ നിന്ന് രാജിക്കത്ത് കൊടുത്തു, റിസൈൻ ചെയ്തു. എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് നാൾ വീട്ടിലിരുന്ന് കുഞ്ഞിനെ നോക്കേണ്ട ഒരു സാഹചര്യമുള്ള ആരോഗ്യക്കുറവുള്ള കുഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ വളരെ രസകരമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്ന്, പക്ഷേ നമുക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് അത് മാറി നിന്നേ പറ്റുള്ളൂ. ഒരു 2 വർഷം ഉള്ള ഒരവസ്ഥയായി. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ അത്ഭുതകരമായി ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ലാൻഡ് ഫോൺ ഞാൻ അടിക്കുമ്പോൾ ഞാൻ പോയി നോക്കുമ്പോഴേക്കും ആ ഫോണിനപ്പുറത്ത് MT വാസുദേവൻ നായരായിരുന്നു. അപ്പോൾ MT പറഞ്ഞു, ഞാൻ MT ആണ്, ബീന ഇപ്പോൾ എന്ത് ചെയ്യുന്നു, എവിടെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലായി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിഷമിക്കേണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം ബീന. ഞാൻ അപ്പോഴേക്കും അതിനു മുമ്പ് MT മാതൃഭൂമിയിൽ നിന്ന് എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം കാരണം മാറിക്കഴിഞ്ഞിരുന്നു. ഞാൻ തിരിച്ച് മാതൃഭൂമിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് മാതൃഭൂമിയുടെ ഒരു ലൈനർ സ്ട്രിങ്ങർ എന്നുള്ള നിലയ്ക്ക് പാർട്ട് ടൈമറായിട്ട് ബീനയ്ക്ക് വർക്ക് ചെയ്യാം. ഗൃഹലക്ഷ്മിയുടെ പേരിൽ ബീനയ്ക്ക് അപ്പോയിൻമെൻറ്റ് ഒരു സെമി അപ്പോയിൻമെൻറ്റ് പോലെ, അത് സ്ട്രിങ്ങർ ലൈനർ എന്നുള്ള, അതിൽ ഗൃഹലക്ഷ്മിയുടെ പേരിൽ ബീനയെ ഞാൻ തിരുവനന്തപുരത്ത് ഇത് ചെയ്യാൻ പറ്റും. ഓട്ടോറിക്ഷയുടെയൊക്കെ ഫെയർ പുറത്ത് പോകുന്നത് നമുക്ക് തരാൻ പറ്റും, ടെലിഫോൺ ബില്ല് തരാൻ പറ്റും, പിന്നെ ഒരു മിനിമം എമൗണ്ടും തരാം. അപ്പോൾ 2 വർഷം എന്തായാലും കുഞ്ഞിനെ നോക്കാനും പറ്റും, ബീനയ്ക്ക് പത്രപ്രവർത്തനം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഞാൻ ആഗ്രഹിച്ച എന്താണോ അത് തന്നെയാണ് നടന്നത്. എന്നുവെച്ചാൽ കുഞ്ഞിനെയും നോക്കാൻ പറ്റും, അത്യാവശ്യം ദിവസവും ഓഫീസിലൊന്നും പോയി ഇരിക്കേണ്ട, നമ്മൾ ജോലി ചെയ്യേണ്ട സമയത്ത് മാത്രം പോവുക, ഫീച്ചറുകൾ എഴുതുക, അവർ തരുന്ന അസൈൻമെൻറ്റ് ചെയ്യുക, പിന്നെ തിരുവനന്തപുരത്ത് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. അങ്ങനെ 2 വർഷം മാതൃഭൂമിയുടെ ഗൃഹലക്ഷ്മിയുടെ സ്ട്രിങ്ങർ ലൈനറായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തു. ഒരുപാട് ഫീച്ചറുകൾ, വളരെ രസകരമായ ഫീച്ചറുകൾ. MTയുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു അനുഭവം തന്നെ അതാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഏറ്റവും പുതിയ കാലത്തെ പിന്നെ വിഷയങ്ങൾ അന്ന് കൈകാര്യം ചെയ്യാൻ പറ്റി. അതിനകത്തൊക്കെ MT എല്ലാത്തിനും ഇത് ചെയ്യുമായിരുന്നു. അതിലേറ്റവും എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ, ഞാൻ 4 മാസം മോനെ പ്രസവിച്ച് 4 മാസം ഉള്ളപ്പോഴാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അന്ന് വളരെ കുഞ്ഞാണ് അവൻ, എങ്കിൽ പോലും 3 ദിവസത്തെ ഒരു ട്രെയിനിങ് ഗൃഹലക്ഷ്മി കോഴിക്കോട് നടത്തുന്നു. അപ്പം ഞാൻ ഇവനെയും കൊണ്ടാണ് പോകുന്നത്. ഇവനെയും കൊണ്ട് പോയിട്ട് MTയുടെ മേശപ്പുറത്ത് ഇവനെ കിടത്തിയിട്ടാണ് ഞാൻ ഒപ്പിടുന്നത്. അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ ഇത് ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്ന ലെറ്റർ കൊടുക്കുന്നത്. അന്ന് അവിടെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ്ങും കുറച്ച് എന്തോ ഒരു വർക്ക്ഷോപ്പ് പോലെ, ജേർണലിസം താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിനകത്ത് MT പറഞ്ഞ ഒരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. MT പറയുന്നുണ്ട്, നിങ്ങൾ ഏത് വിഷയമാണോ നിങ്ങൾ ചെയ്യുന്നത്, എന്ത് കാര്യമാണോ ചെയ്യുന്നത്, അതിനകത്ത് പൂർണ്ണ ഡെഡിക്കേഷനോടുകൂടി അതിൻ്റെ ഏറ്റവും മൈന്യൂട്ട് കാര്യങ്ങളും ചെയ്യുകയാണ് ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് MTയുടെ ജീവിതത്തിലൊരു അനുഭവം പറഞ്ഞു. MT പറഞ്ഞു, ഒരിക്കൽ എന്തോ എഴുതേണ്ടി വന്നപ്പോൾ MTക്ക് സ്പോർട്സിനെ കുറിച്ചൊരു സ്റ്റോറി എഴുതേണ്ടി വന്നു. അങ്ങനെ എഴുതേണ്ടി വന്നപ്പോൾ MTക്ക് അറിയില്ല. അപ്പോൾ അത് അദ്ദേഹത്തിന് വലിയൊരു വിഷമം തോന്നി. ഈ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് സ്പോർട്സിനെ കുറിച്ചുള്ള ഇത് എഴുതാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് മുതൽ ഞാൻ എല്ലാ സ്പോർട്സും പഠിക്കാൻ തുടങ്ങി.
അതിനെക്കുറിച്ച് ഒരു ഇതെന്നുള്ള നിലയ്ക്ക് ആധികാരികമായി അക്കാഡമിക്കായി പഠിക്കാൻ തുടങ്ങി. അങ്ങനെ MTക്ക് എല്ലാ ക്രിക്കറ്റിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഗോൾഫിനെ കുറിച്ചാണെങ്കിലും എല്ലാത്തിനെ കുറിച്ചുള്ള വിവരമുണ്ടായി. അങ്ങനെയാണ് ഒരു ജേർണലിസ്റ്റ് ആകേണ്ടതെന്ന്. എനിക്കതൊരു വലിയ പാഠമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അന്നു മുതൽ ഞാനും അതുപോലെ ഏത് വിഷയം ചെയ്യുമ്പോഴും അതിനെന്ത് ഫലം കിട്ടുന്നോ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ അംഗീകരിക്കുന്നോ, അല്ലെങ്കിൽ ഇത് ആരെങ്കിലും നോട്ട് ചെയ്യുന്നുള്ളതൊന്നും അല്ല നിങ്ങൾ നോക്കേണ്ടതെന്ന് MT പറയുക. നിങ്ങൾക്ക് തൃപ്തി തരുന്ന രീതിയിൽ അതിനെക്കാട്ടി നല്ലൊരു രീതിയിൽ അത് എഴുതാൻ പറ്റാത്ത രീതിയിൽ പഠിച്ചുകൊണ്ട് എഴുതുക എന്നുള്ളത്. അങ്ങനെ 2 വർഷത്തോളം ഈ ഗൃഹലക്ഷ്മിയിൽ ജോലി ചെയ്തു. അപ്പോൾ ആ സമയത്ത് എഴുതിയ ഫീച്ചറുകളൊക്കെ ഭയങ്കര രസമുള്ള ഫീച്ചറുകളായിരുന്നു. കുട്ടികൾ വേണ്ടാന്ന് വെച്ച ആളുകളെക്കുറിച്ച്, അതുപോലെ തന്നെ വിവാഹം വേണ്ടെന്ന് വെച്ചവരെക്കുറിച്ച്, അങ്ങനെ പല പല വിഷയങ്ങൾ എഴുതാൻ പറ്റി. ഗൃഹലക്ഷ്മിക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യാൻ പറ്റി. ഒരുപാട് പേരെ പ്രശസ്തരെയും അപ്രശസ്തരെയും ഇൻ്റർവ്യൂ ചെയ്ത് ഗൃഹലക്ഷ്മിയിൽ കൊടുക്കാൻ പറ്റി. മാതൃഭൂമിയുടെ ചില വാരാന്ത്യ പതിപ്പുകളിലും ആ സമയത്ത് തന്നെ ചില അസൈൻമെൻറ്റുകൾ എഴുതാൻ പറ്റി. അങ്ങനെ വളരെ സജീവമായ ഒരു കാലമായിരുന്നു ആ മാതൃഭൂമി കാലം. അവിടെ നിന്ന് അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ്, അതിൽ ജോലി ചെയ്യുമ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യുകയും എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ സ്ട്രിങ്ങർ ലൈനർ എന്നുള്ള രീതിയിൽ നമ്മൾ വർക്ക് ചെയ്താലും നമുക്ക് കുറച്ച് കഴിയുമ്പം ഫുൾ ടൈമർ ആകാനുള്ള ചാൻസ് 2 വർഷമൊക്കെ കഴിഞ്ഞുകൊണ്ട് അന്ന് എനിക്ക് ചാൻസ് ഉണ്ട് എന്നുള്ളത് ഉറപ്പായി. മാതൃഭൂമിയിൽ ജോയിൻ ചെയ്യാന്നുള്ള ഒരു സാഹചര്യം ഉണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹം എന്നും മാതൃഭൂമിയിൽ ഒരു പത്രപ്രവർത്തകയാവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ പോയി MTയോട് പറഞ്ഞു, എനിക്ക് ഈ ജോലിക്ക് പോകാൻ താല്പര്യമില്ല, ഞാൻ മാതൃഭൂമിയിൽ ജോയിൻ ചെയ്യണം എന്നാണ്, അതെനിക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ എനിക്കിതിൽ പോകാൻ താല്പര്യമില്ല. ഇപ്പോൾ MT പറഞ്ഞില്ല, എന്ത് വന്നാലും ഇത് ജോയിൻ ചെയ്യണം, ഇതൊരു അവസരമാണ് ശരിക്കും. ഇത് മാതൃഭൂമിയിൽ ഇപ്പോൾ എഴുതണമെങ്കിൽ എനിക്ക് എവിടെ വേണോ എഴുതാൻ പറ്റും. പക്ഷെ അതുപോലല്ല, കേന്ദ്ര ഗവൺമെൻറ്റിലെ ഈ ജോലി എന്ന് പറയുന്നത് കളയേണ്ട കാര്യമല്ല, എന്തായാലും ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ മാതൃഭൂമി റിസൈൻ ചെയ്ത് അവിടുത്തെ ഈ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ശരിക്കും. പത്രപ്രവർത്തകയാകാൻ വന്നിട്ട് ഞാനൊരു സർക്കാർ സർവീസിൽ പോയി ഇങ്ങനെ ചുമ്മാ അവരോടത്ത് പോയി ഇരിക്കണമല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു എനിക്ക് അത്ര വലിയ വിലയൊന്നും ആദ്യം ആ ജോലിയെക്കുറിച്ച് തോന്നിയില്ല. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാനൊരു പത്രപ്രവർത്തകയായി ഏതെങ്കിലും ഒരു പത്രസ്ഥാപനത്തിൽ ഇരുന്നിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നതിൽ നിന്നും എത്രയോ ഇരട്ടി അനുഭവങ്ങളും എത്രയോ ഇരട്ടി അവസരങ്ങളും ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് എനിക്ക് തന്നു. ഞാൻ ആദ്യം ഞാൻ ജോയിൻ ചെയ്യുന്നത് DAVPയിലാണ്. DAVP എന്ന് പറഞ്ഞാൽ ഡയറക്ടറേറ്റ് ഓഫ് അഡ്വർടൈസിങ് ആൻഡ് വിഷ്വൽ പബ്ലിസിറ്റി. അതിൻ്റെ കേരളത്തിലെ മുഴുവൻ ഒറ്റ ഓഫീസേ ഉള്ളൂ, തിരുവനന്തപുരത്ത്. തൈക്കാടാണ് ഓഫീസ്. അപ്പം ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ ചെല്ലുവാണ്. എനിക്ക് എന്താണ് ജോലി എന്നോ എന്താണ് DAVP എന്നുപോലും എനിക്കറിയില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഓഫീസർ ഇരിപ്പുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ അപ്പോയിൻമെൻ്റ് ആയിട്ട് വന്നതാണ്. പറഞ്ഞു, ഇല്ല ഇത് ജോയിൻ ചെയ്യാൻ പറ്റൂല, ഇത് പെണ്ണുങ്ങൾ ഇന്ന് വരെ ഇന്ത്യയിൽ ഈ ജോലി ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ഈ ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഇത് കേരളത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള ഗ്രാമങ്ങളിലും നഗരങ്ങളിലെല്ലാം ചെന്ന് ആഴ്ചകളോളം, ചിലപ്പോൾ മാസങ്ങളോളം താമസിച്ച് അവിടെ പരിപാടി അവതരിപ്പിച്ച് എക്സിബിഷൻസ് സംഘടിപ്പിച്ച് ഒരു സർക്കസ് കമ്പനി നടത്തുന്ന പോലെ ചെയ്യേണ്ട ജോലിയാണ് ഇത്. ഇന്ന് വരെ ഒരു സ്ത്രീ ചെയ്തിട്ടില്ല ഇന്ത്യയിൽ. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യണം? നിങ്ങൾ വേറെ ഏതെങ്കിലും പോസ്റ്റിംഗ് ഗവൺമെൻറ്റിനോട് ചോദിക്കും, ഇവിടെ പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡിനോട് വിളിച്ചു ചോദിച്ചു. അപ്പോൾ ബൈജു എന്നോട് പറഞ്ഞു, അതെങ്ങനെയാണ് ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്നത്? ഒന്നുമില്ല, നീ ഒരു വെള്ള പേപ്പർ എടുത്ത് ജോയിനിങ് ലെറ്റർ എഴുതി കൊടുത്തിട്ട് തിരിച്ചു പോരെ, അപ്പം നീ ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. പുള്ളി ഓഫീസിലൊക്കെ ചോദിച്ചപ്പോൾ അതാണ് അതിൻ്റെ നിയമം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഒരു ജോയിനിങ് റിപ്പോർട്ടൊക്കെ കൊടുത്ത് ജോയിൻ ചെയ്ത് തിരിച്ചു വന്ന് പിറ്റേന്ന് മുതൽ അവിടെ ഭയങ്കര അസ്വസ്ഥതയാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ, ഞങ്ങളിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. അത് ഇതിനകത്ത് ഈ ഓഫീസറുണ്ട്, പിന്നെ ഒരു കാർപ്പൻ്റർ, ഒരു ഇലക്ട്രീഷ്യൻ, പിന്നെ ഒരു ഹെൽപ്പർ. ഇങ്ങനെ ഒട്ടും ഒരു ജേർണലിസ്റ്റിക് വർക്കൊന്നുമല്ല. അപ്പം നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലും. ഇപ്പോൾ വടകര അല്ലെങ്കിൽ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ പാടങ്ങളുള്ള സമയമാണ് കേരളത്തിൽ. അപ്പോൾ ഒരു പാടം വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ ചെന്നിട്ട് ഒരു സർക്കസ് കൂടാരം പോലെ കെട്ടും. കുറേ വലിയ കൊട്ടേഷനൊക്കെ വിളിച്ചിട്ടാണ് അത് കെട്ടുന്നത്. അത് കെട്ടിക്കഴിഞ്ഞിട്ട് അതിനകത്തൊരു എക്സിബിഷൻ വയ്ക്കും, പല വിഷയങ്ങളെക്കുറിച്ച്. ഗ്രാമ പുനരുദ്ധാരണം, അല്ലെങ്കിൽ ഗാന്ധി, ഇല്ലെങ്കിൽ അങ്ങനെ പല വിഷയങ്ങൾ. അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ ഇതിനകത്ത് എനിക്ക് ഏതെങ്കിലും ഹോട്ടലിൽ താമസിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വരും. ഇവരെല്ലാവരും ഇതിനകത്തൊക്കെ തന്നെയായിരിക്കും താമസിക്കുന്നത്. മൊത്തത്തിൽ ഞാൻ മിസ്ഫിറ്റ് ആണെന്ന് അവർക്ക് തോന്നുക. പക്ഷേ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് യാത്ര ചെയ്യണം എന്നുണ്ട്, വേറൊരു സ്ത്രീയും ചെയ്യാത്ത ജോലി ചെയ്യാൻ കഴിയുന്നുണ്ട്. പിന്നെ മൊത്തത്തിലൊരു ചലഞ്ചാണല്ലോ. ഒരിക്കലും ഇങ്ങനെ ഒരു ജോലി ഒരു 10 തൊട്ട് 5 വരെ ഇരുന്ന് എഴുതുന്ന ജോലിയൊന്നും അല്ലല്ലോ എന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഒരു 4.5 വർഷം ഞാൻ ആ ജോലി ചെയ്തു. ഭയങ്കര രസകരമായിരുന്നു. പല
ഒരിക്കലും വേറെ ആർക്കും ഉണ്ടാകാത്ത രീതിയിൽ കേരളത്തെ എനിക്കന്ന് കാണാൻ പറ്റി. എന്ന് വെച്ചാൽ നമ്മൾ പോകുന്നതെല്ലാം ഗ്രാമങ്ങളിലാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് താമസിക്കാൻ സ്ഥലമൊന്നും കാണില്ല. ചിലപ്പോൾ ആരെങ്കിലും ഒരു വീട് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരാളുടെ വീട്ടിലായിരിക്കും നമ്മൾ താമസിക്കുന്നത്. അല്ലെങ്കിൽ വളരെ ദൂരെ നിന്ന്. എനിക്ക് പെരിന്തൽമണ്ണയുടെ ഒരു നല്ല അനുഭവം എന്താണെന്ന് വെച്ചാൽ, പെരിന്തൽമണ്ണ ഞങ്ങൾ കളക്ടറെയൊക്കെ നോക്കി ഒരു ഹോസ്റ്റലൊക്കെ ചോദിച്ചിട്ട് കിട്ടിയില്ല. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലൊക്കെ അന്ന് കുറവാണ്. ഹോട്ടലിൽ സ്ത്രീകൾ ചായ കുടിക്കാൻ പോലും കയറാത്ത കാലം 33 വർഷം മുമ്പാണ്. അപ്പം അന്നൊന്നും ആരും ഒറ്റയ്ക്കൊരു സ്ത്രീ ചായയൊക്കെ കുടിക്കാനോ അല്ലെങ്കിൽ ഹോട്ടലിൽ ചെല്ലാനൊന്നും പോകത്തില്ല. താമസിക്കുന്ന ആരും ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ പെരിന്തൽമണ്ണ പോകുമ്പം എനിക്ക് സ്ഥലം കിട്ടുന്നില്ല, ഹോസ്റ്റലും കിട്ടുന്നില്ല, വീടും കിട്ടുന്നില്ല. അപ്പോൾ പാലക്കാട് എനിക്ക് പരിചയമുള്ള, നേരത്തെ പറഞ്ഞ മാതൃഭൂമിയുടെ ഗൃഹലക്ഷ്മി എഡിറ്റർ ലൽക്കാറിൻ്റെ അമ്മ താമസിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ചെന്നിട്ട് ദിവസവും യാത്ര ചെയ്യുകയാണ് ഇങ്ങോട്ട്. 1.5-2 മണിക്കൂർ പെരിന്തൽമണ്ണയ്ക്ക് യാത്ര ചെയ്തിട്ട് രാത്രിയാകുമ്പോൾ തിരിച്ചു പോകും. അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെയിൻഫുള്ളായിട്ട് പകലിവിടെ ജോലി ചെയ്യുക, രാത്രി തിരിച്ചു പോവുക. അപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ചില ദിവസങ്ങൾ പീരീഡ്സൊക്കെ വരുമ്പോൾ ആകെ ബുദ്ധിമുട്ടാണ്. ഒരിക്കൽ ടോയ്ലറ്റൊന്നും നമുക്ക് പകൽ പോകാൻ പറ്റില്ല. രാവിലെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ തിരിച്ച് രാത്രി ചെല്ലുന്നവരെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നും ഒരിടത്തും അവൈലബിൾ അല്ല. ഇന്നത്തെ പോലെ ആരും അതിനൊന്നും കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. സ്ത്രീകൾ യാത്ര ചെയ്യുന്നതേ ഇല്ല. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഒരു നിവൃത്തിയില്ലാണ്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ OP ടിക്കറ്റ് എടുത്തു. എന്നിട്ട് അവിടെ പോയി ടോയ്ലറ്റിൽ പോയിട്ട് ആണ് ഇത് ചെയ്തത്. അപ്പോൾ പിന്നെയുള്ള ആഴ്ച മുഴുവൻ ഞാൻ ഈ പെരിന്തൽമണ്ണ അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഹോസ്പിറ്റലിൽ പോവുക, OP ടിക്കറ്റ് എടുക്കുക, ടോയ്ലറ്റിൽ പോവുക. അത്തരം ഒരു ക്രൂഡായിട്ടുള്ള ഒരു കാലമാണത്. അത് പിന്നെ അവസാനം കളക്ടർ ഇടപെട്ട് എനിക്ക് പെരിന്തൽമണ്ണ ഒരു ഹോസ്റ്റലിൽ, വർക്കിംഗ് മെൻസ് ഹോസ്റ്റലിൽ ഒരു റൂമിൻ്റെ ഒരു നിലത്താണ് കിടന്നത്. വെച്ചാൽ അവിടെ റൂമില്ലാന്ന് പറഞ്ഞപ്പോൾ ഒരു മെത്ത താഴെയിട്ട് അങ്ങനെയാണ് ആ ടൂർ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. പല സ്ഥലത്തും വടകരയൊക്കെ പോകുമ്പോഴും ഇതുപോലെ. എന്ന് വെച്ചാൽ അന്ന് ഞാൻ എൻ്റെ അവിടെ ഹസ്ബൻഡും മോനും വന്നു. പക്ഷേ അവിടെ എന്ന് വെച്ചാൽ ഫാമിലിക്ക് റൂം കൊടുക്കില്ല. മിക്കവാറും ഒക്കെ മദ്യപാന ഉള്ള ഇതൊക്കെ ആയതുകൊണ്ട് ഈ കുട്ടിയും ഹസ്ബൻഡും കൂടെ ചെല്ലുന്നത് കൊണ്ട് എനിക്ക് വടകര റൂം കിട്ടാതെ ഞങ്ങൾ പിന്നെ കോഴിക്കോട് ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. അങ്ങനെ കേരളം മുഴുവൻ ഒരു 4-4.5 വർഷം എനിക്ക് കാണാൻ പറ്റി. അങ്ങനെ നല്ല രസമുള്ള അനുഭവമായിരുന്നു. ആദ്യത്തെ ഓഫീസർ മാറിക്കഴിഞ്ഞ് രണ്ടാമത് ഒരു ഓഫീസർ വന്നു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് വളരെ ത്രില്ലായി. പുള്ളി പറഞ്ഞു, ആ നല്ലതാണല്ലോ ഒരു സ്ത്രീ ചെയ്യുന്ന, നമ്മൾ കേരളത്തിലാണല്ലോ ഇങ്ങനെ ഒരു തുടക്കമിട്ടത്, അതിൽ അങ്ങനെ ഒരു ഇതിൽ എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയുന്നതിൽ വളരെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല രസകരമായി തന്നെ ആ ഒരു ജനുവരി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അപ്പോഴേക്ക് പിന്നെ ഞാൻ വർക്ക് ചെയ്തത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിലാണ്. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ ഏതാണ്ട് 1.5 വർഷത്തോളം തിരുവനന്തപുരത്ത്. അത് പിന്നെ ഒരു സാധാരണ പത്രങ്ങൾക്ക് വേണ്ടി റിലീസ് എഴുതുക, എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ റിലീസ് അയക്കുക, ഫീച്ചറുകൾ ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു സാധാരണ നമുക്ക് ത്രില്ല് തരുന്ന ജോലിയൊന്നുമല്ല. അത് കഴിഞ്ഞാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നത്. പ്രൊമോഷൻ കിട്ടി ഞാൻ ആകാശവാണിയിൽ എത്തുവാണ്. തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ അസിസ്റ്റൻറ്റ് ന്യൂസ് എഡിറ്ററായിട്ട് 95-96 ആദ്യകാലത്ത് ആണ് ഞാൻ ജോയിൻ ചെയ്യാൻ ചെല്ലുന്നത്. ഞാൻ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പം അവിടെ ഒരു വലിയ വിപ്ലവം പോലെയായിരുന്നു. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഒരു ന്യൂസ് എഡിറ്റർ, ന്യൂസിൻ്റെ ചീഫ് ഇതെന്നുള്ള സീനിയർ പോസ്റ്റിലേക്ക് ഒരു സ്ത്രീ വരുന്നു. അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായ റെസിസ്റ്റൻസ് ഉണ്ടായി. ഇതുപോലെ ഞാൻ അവിടെ ജോയിനിങ് ലെറ്റർ കൊടുത്തിട്ട് ഏതാണ്ട് 1.5 മാസത്തോളം എനിക്കൊരു കസേര പോലും കിട്ടാതെ ഞാൻ ആകാശവാണിയിലെ ന്യൂസ് റൂമിൻ്റെ പുറത്തിരിക്കേണ്ടി വന്നു. അതിനകത്ത് ഇട്ടിരുന്ന ഒരു സോഫയിലാണ് ഇരുന്നിരുന്നത്. എനിക്കെതിരെ ഭയങ്കരമായ കത്തുകൾ, അതായത് ഒരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ല, ഈ ജോലിയിൽ നിന്ന് ഇവരെ മാറ്റി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇവർക്കൊരു കംഫർട്ടബിൾ പോസ്റ്റ് കൊടുക്കുക, ഇത്രയും സീനിയർ പോസ്റ്റിൽ ഒരു സ്ത്രീക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് ഒരുപാട് കത്തുകൾ ഡൽഹിയിൽ പോയി. അന്ന് ഇന്ദ്രജിത് ഗുപ്തയാണ് ആഭ്യന്തരമന്ത്രി. അതുപോലെ പിന്നെ ഞങ്ങളുടെ ഇൻഫർമേഷൻ മിനിസ്ട്രിയുടെ ജോയിൻറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് NS മാധവൻ സാറാണ്. അപ്പോൾ സാറിൻ്റെ കയ്യിലും ഒരുപാട് പരാതികളും ആളുകൾ ഇവിടുന്ന് വിളിച്ചു പറയാനും ഒക്കെ തുടങ്ങി. ഈ സ്ത്രീക്ക് ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് ജോലി ചെയ്യാൻ പറ്റുന്നത്. അന്ന് കേരളത്തിലെ മാധ്യമരംഗത്ത് വളരെ കുറവ് സ്ത്രീകളെ ഉള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ അപ്പോഴേക്കും NS മാധവൻ സാർ ഒരു ദിവസം ഫോണിൽ വിളിച്ചു ആകാശവാണിയിൽ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ട്രെയിനിങ്ങിന് കുട്ടിയത്ത് ഡൽഹിയിലേക്ക് വിളിക്കുകയാണ്, ഇവിടെ വന്ന് 2 ആഴ്ച ട്രെയിനിങ് എടുക്കുക ആകാശവാണിയിൽ വന്നിട്ട്, ഒപ്പം എനിക്കൊരു വാക്ക് തരണം, 6 വർഷത്തേക്ക് ഒരിക്കലും ട്രാൻസ്ഫർ വാങ്ങരുത്. എന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് കിട്ടുന്ന അവസരമാണ് ഇതിപ്പോൾ. നിങ്ങൾക്ക് വയ്യാന്ന് പറഞ്ഞ് നിങ്ങൾ പോയാൽ ഇത്
ഒരു ട്രെൻഡാവും. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടാണ്. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് സന്തോഷമേ ഉള്ളൂ, എനിക്ക് എന്നെ സംബന്ധിച്ചോളം ന്യൂസിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് ആകാശവാണി ന്യൂസ് അന്ന് ടെലിവിഷനൊക്കെ വരുന്ന ടെലിവിഷനും ഏഷ്യാനെറ്റൊക്കെ ഉണ്ടെങ്കിൽ പോലും മോശമല്ലാത്ത രീതിയിൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാലമാണ്. ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നവുമില്ല, നാട്ടുകാർക്ക് പ്രശ്നമുള്ളതിന് എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഞാൻ ഡൽഹിയിൽ പോയി, അദ്ദേഹം എന്നെ നേരിട്ട് കണ്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ അവസരം ഒരിക്കലും ഈ അവസരം നിങ്ങൾ കളഞ്ഞിട്ട് പോകരുത്, ധൈര്യത്തോടു കൂടി വർക്ക് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാമെന്ന്. അങ്ങനെ ആ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ആകാശവാണി ട്രെയിനിങ് ഡൽഹിയിൽ പോയി എന്താണെന്നുള്ളതൊക്കെ ഒരുവിധം മനസ്സിലാക്കി തിരിച്ച് ഇവിടെ വന്ന് ഞാൻ ഒരു കുറേ വർഷത്തോളം ആകാശവാണിയിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റി. വളരെ രസകരമായ ഇതുമായിരുന്നു. ആ സമയത്താണ് ആകാശവാണി വാർത്തകളുടെ 50-ാം വാർഷികം വരുന്നത്. പ്രാദേശിക വാർത്തകളുടെ 1957-ലാണ് ആദ്യമായിട്ട് പ്രാദേശിക വാർത്തകൾ മലയാളത്തിൽ തുടങ്ങുന്നത്. ആ സമയത്ത് 2007 ഞാൻ ന്യൂസിൻ്റെ ഹെഡായിരിക്കും. അപ്പോഴേക്കും ഞാൻ ന്യൂസിൻ്റെ തിരുവനന്തപുരം ആകാശവാണി നിലയത്തിലെ വാർത്തകളുടെ ചുമതല എനിക്കായി. ആ സമയത്താണ് ഈ വാർത്തകളുടെ 50-ാം വാർഷികം വരുന്നത്. അപ്പം വളരെ വിപുലമായ പരിപാടികളോട് അത് ആഘോഷിക്കാൻ പറ്റി. ഒരു മാസം നീണ്ടുന്ന പരിപാടികളാണ്. പ്രസ് ക്ലബ്ബുമായി സഹകരിച്ച് ഒരു വായന മത്സരം നടത്തി, അത് വലിയ സക്സസ് ആയി. പിന്നെ ആകാശവാണിയിൽ വലിയ പന്തലൊക്കെ, അന്നൊന്നും ആകാശവാണിക്കകത്തൊന്നും ആരും കേട്ടില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, അതിനുവേണ്ടി പ്രത്യേക പെർമിഷൻ വാങ്ങിയിട്ട് അതിൻ്റെ മുറ്റത്ത് പന്തലിട്ടിട്ട് കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ രാഷ്ട്രീയക്കാരും സാഹിത്യകാരന്മാരും ചലച്ചിത്രകാരന്മാരും എല്ലാവരും തന്നെ അതിൻ്റെ മുറ്റത്തെത്തി, ആകാശവാണിയുടെ മുറ്റത്തെത്തി. VS അച്യുതാനന്ദൻ വന്നു, പിന്നെ അടൂർ ഗോപാലകൃഷ്ണൻ, നോയനി കുറുപ്പ്, സുഗതകുമാരി, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകരായ ബാക്കി കരുണാകരൻ, കെ കരുണാകരൻ, എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു അന്ന് ആകാശവാണിയിൽ പല പല പരിപാടികൾക്കായി വരികയും ആകാശവാണി ആദ്യമായിട്ട്, ഇന്നൊക്കെ ലൈവൊക്കെ പുറത്തുണ്ട്, പക്ഷെ നമ്മൾ സ്റ്റേജിൽ നിന്ന് ന്യൂസ് വായിക്കുന്ന രീതിയിൽ അന്ന് അതൊക്കെ സ്വപ്നം കാണാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അങ്ങനെയുള്ള വലിയ ഇന്നവേഷൻസോടുകൂടി തന്നെ ആ 50-ാം വാർഷികം വളരെ സക്സസ്ഫുള്ളായി എനിക്ക് ചെയ്യാൻ പറ്റി. ഞാൻ അതിൻ്റെ ഒരു ചുമതലക്കാരി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് അപ്രീസിയേഷനും മാധ്യമ ശ്രദ്ധയുമൊക്കെ റേഡിയോയ്ക്ക് കിട്ടിയ ഒരു അവസരമായിരുന്നു അത്. അങ്ങനെ അതിനോടൊപ്പം തന്നെ ആകാശവാണിയുടെ ഈ വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് ന്യൂസ് ഓൺ ഫോൺ എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം, അതായത് ഇന്നൊക്കെ ഇത് നമ്മൾ പറയുമ്പം അതൊക്കെ വളരെ നിസ്സാരമായിരിക്കും, പക്ഷെ അന്ന് അതൊരു വലിയ വലിയ കാര്യങ്ങളാണ്. അതായത് നമ്മൾ അന്ന് ലാൻഡ് ഫോണാണ്, മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലം, അതെടുത്ത് ചെവിയിൽ വെക്കുമ്പോൾ ഒരു നമ്പർ ഡയൽ ചെയ്താൽ നമുക്ക് 1 മിനിറ്റ് നേരത്തേക്ക് വാർത്തകളുടെ ഹെഡ്ലൈൻ കിട്ടും. നമ്മളത് ആകാശവാണി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മലയാളികൾ വാർത്ത അപ്പം അറിയാനായിട്ട് ഓരോ മണിക്കൂറിലും അപ്ഡേറ്റ് ഉണ്ടാവും, വിളിക്കുക. അതൊരു വലിയ സക്സസ്ഫുൾ ഇതായിരുന്നു, കേരളത്തിലാണ് ഏറ്റവും സക്സസ്ഫുൾ ആയത്. അതുപോലെ തന്നെ ഞാൻ ആകാശവാണിയുടെ ചുമതലയിലുള്ള സമയത്താണ് ആകാശവാണി FM നിലയങ്ങളിൽ ന്യൂസ് തുടങ്ങുന്നത്. ഇപ്പം എല്ലാ നിലയങ്ങളിലും ഉണ്ട്. അന്ന് ആകപ്പാടെയുള്ള നമ്മുടെ പ്രധാന വാർത്തകൾ, പ്രധാനപ്പെട്ട 3 വാർത്തകൾ മാത്രമേ റേഡിയോയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കേരളത്തിലെ FM നിലയങ്ങളിൽ നിന്ന്, തിരുവനന്തപുരത്തു നിന്നും കൊച്ചിയിൽ നിന്നും ഉള്ള FM നിലയങ്ങളിലേക്ക് വേണ്ടി തിരുവനന്തപുരം നിലയത്തിൽ നിന്ന് നമ്മുടെ ന്യൂസ് ആഭിമുഖ്യത്തിൽ ഓരോ മിനിറ്റും ഓരോ മണിക്കൂറിലും 2 മിനിറ്റ് അപ്ഡേറ്റ് വെച്ചിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്ന രീതിയിലേക്ക് FM ചാനലുകളിലേക്കുള്ള വാർത്തകൾ വന്നു. അതൊരു വലിയ സക്സസ്സായി. ഇപ്പോഴും ഇതൊക്കെ തുടരുന്നുണ്ട്. അതുപോലെ തന്നെ വാർത്താ തരംഗിണി, വാർത്താ വീക്ഷണം എന്നൊക്കെ പറയുന്ന പരിപാടികളുടെ എല്ലാം ഫോർമാറ്റ് എനിക്ക് മാറ്റാൻ പറ്റി. വാർത്താ തരംഗിണി വേറൊരു രീതിയിൽ, അന്ന് വരെ അല്ലാത്ത രീതിയിലുള്ളത് കൊണ്ടുപോകാൻ പറ്റി. അങ്ങനെ വളരെ എന്തായാലും ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ തുടങ്ങിയതെങ്കിൽ പോലും ഞാൻ പോകുന്ന വർഷങ്ങളിൽ തുടർച്ചയായി 1-2 വർഷം എനിക്ക് ഇന്ത്യയിലെ മികച്ച ന്യൂസ് എഡിറ്റർക്കുള്ള ഓണറേറിയം ഉള്ള രീതിയിലുള്ള അപ്രീസിയേഷൻ ലെറ്ററുകളും അതിൻ്റെ പണവും അങ്ങനത്തെ ഒരു അവാർഡ്, ആകാശവാണിക്ക് അങ്ങനെ ഒരു സിസ്റ്റമുണ്ട്, അതെനിക്ക് ഇത് ചെയ്യാൻ പറ്റി, കിട്ടിയിട്ടുണ്ട്. 1-2 വർഷം തുടർച്ചയായി അത്തരം ഒരു അവാർഡിൻ്റെ തലത്തിൽ തന്നെ എനിക്ക് കിട്ടി. ആകാശവാണി വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ വേറൊരു അനുഭവം ഉണ്ടായത്, പിന്നെ ആകാശവാണിയുടെ ദേശീയ പുരസ്കാരം 2010 തിരക്കഥയ്ക്കുള്ള മികച്ച ഡോക്യുമെൻ്ററി തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം എനിക്ക് നേടാൻ പറ്റി. അത് ഒരു ജീവൻ എന്ന് പറയുന്ന ഒരു കുട്ടിയെക്കുറിച്ചുള്ള
ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു, റേഡിയോ ഡോക്യുമെൻ്ററി ആയിരുന്നു. ലീലാമ്മ മാത്യു ആയിരുന്നു അതിൻ്റെ ഡയറക്ടർ. ആ പ്രോഗ്രാം ഡയറക്റ്റ് ചെയ്തത്, സ്ക്രിപ്റ്റ് എഴുതിയ ഞാനാണ്. ആ സ്ക്രിപ്റ്റിന് ദേശീയ അവാർഡ് കിട്ടി. അങ്ങനെ വളരെ എന്താണ് സന്തോഷപൂർവ്വമായ, അല്ലെങ്കിൽ വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സക്സസ്ഫുള്ളായ ഒരു കാലമായിരുന്നു റേഡിയോയിലെ കാലം. ആ റേഡിയോ കാലത്താണ് പിന്നെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടിയിട്ട് റേഡിയോ കഥയും കലയും എന്ന് പറഞ്ഞിട്ട് റേഡിയോയുടെ ഹിസ്റ്ററിയും എങ്ങനെയാണ് റേഡിയോയ്ക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം എനിക്ക് എഴുതാൻ പറ്റി. അത് കേരളത്തിൻ്റെ 60 വർഷങ്ങൾ എന്നുള്ള ആ ഒരു സീരീസിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആവശ്യപ്പെട്ട് എഴുതിയതാണ്. എങ്കിൽ പോലും കേരളത്തിൽ റേഡിയോയുടെ ചരിത്രം എന്താണ് എന്നറിയാനും എങ്ങനെയാണ് റേഡിയോ പ്രോഗ്രാമുകൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള എന്നെ തന്നെ കൂടുതൽ നവീകരിക്കുന്ന രീതിയിലുള്ള ഒരു പഠനം എനിക്ക് നടത്തി അതൊരു പുസ്തകമാക്കി ഇറങ്ങി. ഇപ്പോഴും ആ പുസ്തകം വിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് റേഡിയോയിലെ എൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നത്. റേഡിയോ വളരെ വളരെ എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും സന്തോഷമുള്ളൊരു മാധ്യമവുമായിരുന്നു. ആ സമയത്ത് നമ്മൾ അന്ന് ന്യൂസ് റീഡേഴ്സ് മാത്രമേ സ്റ്റാഫിനപ്പുറത്തേക്ക് പുതിയ ടീമിനെ എടുക്കാൻ പറ്റി. ഒരു 50ഓളം വരുന്ന പുതിയ ന്യൂസ് റീഡർമാരുടെ ടീമിനെ എടുക്കുകയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും പുതിയ രീതിയിലുള്ള വാർത്ത അവതരണത്തിന് പുതിയ ആളുകളുടെ ശബ്ദവും പുതിയ രീതികളുമൊക്കെ പരീക്ഷിക്കാൻ പറ്റി. പിന്നെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട്. ഇപ്പം രാമചന്ദ്രൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ജേർണലിസം പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ വാർത്തകൾ വായിക്കുന്ന രാമചന്ദ്രൻ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ന്യൂസ് എഡിറ്റർ ആയിരിക്കെ എനിക്ക് അദ്ദേഹം എൻ്റെ വായിക്കാനുള്ള വാർത്ത തയ്യാറാക്കി കൊടുക്കാൻ പറ്റി. കുറേ നാൾ അദ്ദേഹം റിട്ടയറൊക്കെ ചെയ്ത് പോയിട്ട് ക്യാഷ്വലായിട്ട് നമ്മുടെ ആകാശവാണി വരുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വാർത്ത തയ്യാറാക്കി കൊടുത്ത് വായിക്കാൻ പറ്റി. പിന്നെ ഒരുപാട് സംഭവങ്ങളിൽ റേഡിയോയ്ക്ക് പ്രത്യേക ബുള്ളറ്റിനുകൾ, രാത്രിയോളം നീളുന്ന സ്പെഷ്യൽ ബുള്ളറ്റിനുകൾ ഉണ്ടാക്കാൻ പറ്റി. ഇപ്പം കടലുണ്ടി ദുരന്തം അതുപോലൊരു ഇതാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ കഴിയാത്ത ഒന്നൊരു കഥ പോലും എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെയുള്ള ഒരുപാട് ഒരു ദിവസം ആണ് പാലായിൽ ഒരു ഐങ്കൊമ്പ് ബസ് അപകടം. നമ്മുടെ സ്റ്റുഡിയോയിൽ ന്യൂസ് പോയി കഴിഞ്ഞു. രാമേന്ദ്ര സാറാണ് വായിക്കുന്നത്. പോയി കഴിയുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അനുശോചനം വരുന്നത്. പെട്ടെന്ന് അന്വേഷിച്ച് കോട്ടയം കറസ്പോണ്ടന്റിനെ വിളിക്കുമ്പോഴാണ് ഐങ്കൊമ്പ് ബസ് കത്തിയിട്ട് ഒരു സ്ത്രീ മരിച്ചു. ഇങ്ങനെ സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുക. 12:30 വാർത്തയാണ്. വേഗം ഒരു പേപ്പർ എടുത്ത് ഇതിനകത്ത് എഴുതി ഈ ഐങ്കൊമ്പ് ബസ് അപകടം ഇപ്പോൾ കിട്ടിയ വാർത്ത എന്നെല്ലാം പറഞ്ഞ് എഴുതി മറ്റേ വാർത്ത എഴുതിയിട്ട് ഞാൻ ഓടിച്ചെന്ന് സ്റ്റുഡിയോ തുറക്കുമ്പോഴേക്കും രാമേന്ദ്ര സാർ വായിക്കുകയാണ്. ആകാശവാണി പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രാമേന്ദ്രൻ. അപ്പോൾ ഇതുകൊണ്ട് മുന്നിൽ വെച്ച് കൊടുത്തു, ഐങ്കൊമ്പിൽ ബസ് കത്തി അപകടം. അത് ഹെഡ്ലൈനായിട്ട് പോയിട്ട് അടുത്ത വാർത്ത അദ്ദേഹത്തിന് അവിടെ തന്നെ വെച്ച് കൊടുത്തു. അപ്പോഴദ്ദേഹം വായിച്ചു. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ നമ്മൾ ആ വാർത്താമുറിയിൽ ഇരുന്നു കൊണ്ട്, മറ്റേ നമ്മളൊരു പത്രത്തിൽ വർക്ക് ചെയ്യുന്ന പോലെയല്ല, റേഡിയോയിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ അന്ന് ടെലിവിഷൻ്റേതായ ഇന്നത്തെ രീതിയിലുള്ള മറ്റേ ലൈവും ഒന്നുമില്ലാത്തൊരു കാലം കൂടല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര ത്രില്ലുമാണ്, ചലഞ്ചിങ്ങുമാണ്, അതേസമയം റിസ്കിയുമാണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ റേഡിയോയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ട്. റേഡിയോയിൽ വർക്ക് ചെയ്ത കാലത്ത് ഈ കടലുണ്ടി ദുരന്തം ഇതുപോലെയാണ്. 6:15 നമ്മുടെ വാർത്ത സ്റ്റുഡിയോയിൽ പോയതിന് ശേഷമാണ് ഈ അപകടം ഡെവലപ്പ് ചെയ്ത് കൂടുതൽ വാർത്തയായി ഡെവലപ്പ് ചെയ്യുന്നത്. രാത്രി ഒരു 11-12 മണി വരെ നമ്മൾ ഓരോ മണിക്കൂറിലും കണക്കില്ലാതെ ഇത് കൊടുക്കുകയാണ്, സ്പെഷ്യൽ ബുള്ളറ്റിൻ കൊടുക്കുകയാണ്. നമ്മുടെ സജ്ജീകരണങ്ങളൊക്കെ വളരെ ഇന്നത്തെ ചാനലുകൾ പോലത്തെ സജ്ജീകരണങ്ങൾ ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കോഴിക്കോട് കറസ്പോണ്ടൻറ്റിനോട് അങ്ങോട്ട് രാജീവനോട് അങ്ങോട്ട് പോകാൻ പറയുമ്പോൾ രാജീവനൊരു വണ്ടി വിളിക്കാനുള്ള പെർമിഷൻ പോലും നമ്മൾ വേറൊരിടത്ത് നിന്ന് എടുക്കണം. ഒരു സർക്കാർ സംവിധാനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പാടാണ്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു വളരെ നല്ല രീതിയിൽ വാർത്തകൾ പിന്നെ കൊടുക്കാനും അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ആണ് ഈ റേഡിയോയ്ക്ക് അകത്ത് വോയിസ് കാസ്റ്റുകൾ കൊടുത്തു തുടങ്ങുന്നത്. അതിനു മുമ്പ് വാർത്ത ന്യൂസ് റീഡർ വായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന കാലത്ത് എനിക്കൊരു ഭാഗ്യം ഉണ്ടായെന്ന് വെച്ചാൽ നല്ല എഞ്ചിനീയറിംഗ് ബുദ്ധിമാന്മാരായ കുറേ എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവർ പുതിയ ഇത്തരം ഇന്നൊവേഷൻസിന് തയ്യാറായിരുന്നു. ഒരു രാമചന്ദ്രൻ, മനോജ് എന്നൊക്കെ പറയുന്ന അവരെന്തെന്ന് വെച്ചാൽ എങ്ങനെ മാഡം ഇതിനിടയിൽ നമുക്ക് വാർത്ത കൊടുക്കാം, അല്ലെങ്കിൽ ഇത് എങ്ങനെ വോയിസ് കാസ്റ്റ് കൊടുക്കാമെന്നുള്ള നമ്മുടെ കൂടെ തന്നെ താല്പര്യത്തോടെ ചെയ്യാൻ. അപ്പോൾ അവർ വേണ്ട അതിനുള്ള ടെക്നിക്കൽ സപ്പോർട്ട് തന്നിട്ട് വാർത്തകൾക്കിടയിൽ തന്നെ ഓരോരോ ജില്ലകളിൽ നിന്ന് ദൂരെ നിന്നാണെങ്കിൽ അതിനിടയ്ക്ക് ലൈവായിട്ട് ഫോണിൽ കട്ട് ചെയ്യുന്ന തരത്തിൽ അതൊക്കെ ഇന്ന് നോക്കുമ്പോൾ അത് വളരെ ഇതായിട്ട് തോന്നും. ഇന്നത്തെ ചാനൽ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മൊബൈൽ യുഗത്തിൽ. അന്ന് പക്ഷേ അതൊക്കെ ഓരോ ദിവസവും നമുക്ക് അഭിമാനം തരുന്ന കാര്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് വെല്ലുവിളികളായിരുന്നു. അതെല്ലാം തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ ഓർക്കണ വളരെ ഇതായിട്ടുള്ള 2-3 ദിവസങ്ങളൊന്ന് EMS മരിച്ച ദിവസമാണ്. EMS മരിച്ച ദിവസം ഞാൻ വൈകുന്നേരം സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോഴാണ് ഇവർ അറിയുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു ഭാഗ്യത്തിന് അന്ന് ടൂറിൽ
എറണാകുളത്ത് നിന്നുള്ള ജേക്കബ് എന്നുള്ള കറസ്പോണ്ടൻറ്റും കൂടെ ഉണ്ടായിരുന്നു. അപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് ഡോക്ടറുടെ കട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഓരോ AKG സെൻറ്ററിൽ നിന്ന് ലൈവായിട്ട് ഒരു വോയിസ് കാസ്റ്റ് കട്ട് ചെയ്യുന്നു. അങ്ങനെ അങ്ങനെ പലതും ചെയ്യാൻ പറ്റി. പിറ്റേന്ന് തൈക്കാട് ശ്മശാനത്ത് നിന്ന് ഡയറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റി. അങ്ങനെ വലിയ നല്ല രീതിയിലുള്ളൊരു വാർത്താ പിന്നെ അവതരണമായിരുന്നു EMS മരിച്ചപ്പോൾ ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ അന്ന് ദേവനായിരുന്നു എൻ്റെ കൂടെ, എൻ്റെ തന്നെ ക്ലാസ്മേറ്റായ ദേവനായിരുന്നു കറസ്പോണ്ടൻ്റ്. അപ്പോൾ ദേവൻ്റെ കൂടെയുള്ള ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ പോലെയായിരുന്നു. വളരെ എന്തൊക്കെ തരത്തിൽ നമുക്ക് ന്യൂസിനെ നന്നാക്കാം എന്നുള്ളത്. അതുപോലെ തകഴി മരിച്ച ദിവസം, അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ നമുക്ക് പ്രത്യേക തരത്തിലുള്ള വാർത്തകളുടെ മുഴുവൻ അടിമുടി അഴിച്ചു പണിയുന്ന രീതിയിൽ ചെയ്യാനും അതിന് പുതിയ സങ്കേതങ്ങൾ കണ്ടെത്തുകളിലൂടെ പുതിയ തരത്തിലുള്ള വാർത്തകൾ അവതരിപ്പിക്കാനും ഒക്കെ പറ്റി. അത് കഴിഞ്ഞ് ഒരു ആകാശവാണിയിൽ എനിക്ക് തോന്നുന്നു 8 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഗോഹട്ടിയിലേക്ക്, എൻ്റെ ഹസ്ബൻഡിന് ഗോഹട്ടിയിലേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പം ഞാൻ ആലോചിക്കുമ്പം വടക്ക് കിഴക്കൻ മേഖലയിൽ പോയി വർക്ക് ചെയ്യാൻ കിട്ടുന്നൊരു അവസരമാണത്, കാണാൻ പറ്റും. അത് നമുക്ക് അല്ലെങ്കിൽ ഒന്ന് പോകാൻ തന്നെ പ്രയാസമാണ്. അങ്ങനെ ഞാനും അപ്ലൈ ചെയ്തു. അന്ന് അപ്ലൈ ചെയ്താൽ ഉടൻ നമുക്ക് പോസ്റ്റിംഗ് തരും, കാര്യം എന്ന് വെച്ചാൽ ആരും അവിടെയൊന്നും പോവില്ല. അങ്ങനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്തപ്പം എനിക്ക് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിലാണ് തന്നതെന്ന് വെച്ചാൽ ഭാഷ ആകാശവാണിയിലാണെങ്കിൽ ആസാമീസ് ഭാഷ വേണം. അപ്പോൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് പോസ്റ്റിംഗ് കിട്ടി. അങ്ങനെ ഒരു 2 വർഷം ഗോഹട്ടിയിലെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ വർക്ക് ചെയ്യാൻ പറ്റി. അത് നല്ലൊരു അനുഭവമായിരുന്നു. ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഒരു യാത്രക്കാരി എന്ന നിലയ്ക്കും ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് വേറൊരു നാട്ടിലെ മാധ്യമപ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കാൻ കിട്ടിയ ഒരു അവസരമായിരുന്നു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അന്ന് അവിടെയൊക്കെ വളരെ സ്ട്രോങ് ആണ്. അവിടെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയ്ക്ക് നല്ല പിന്നെ സ്ഥാനമുണ്ട് പത്രപ്രവർത്തകരുടെ ഇടയിൽ. അപ്പോൾ അവിടുത്തെ ഇന്ന് വരെ പലരും എൻ്റെ നല്ല ഫ്രണ്ട്സാണ് അവിടുത്തെ പത്രപ്രവർത്തകർ, ഫോട്ടോഗ്രാഫേഴ്സ്, ഋതുരാജ് സിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ അവരുടെ കൂടെ പോകാനും അവരുടെ കൂടെ റിപ്പോർട്ടിങ്ങിനും അവർ തന്നെ ആ നാടിനെ അറിയാനും ഒക്കെ ഉള്ള അവസരം കിട്ടി. അപ്പോൾ എനിക്ക് ഈ ഭാഷ ആസാമീസ് അറിയാത്തതുകൊണ്ട് എനിക്ക് അഡ്മിനിസ്ട്രേഷൻ്റെ ചാർജാണ് അവർ തന്നിരുന്നത്. അപ്പോൾ 7 സംസ്ഥാനങ്ങളുടെയും ആസാം, നാഗാലാൻഡ്, ത്രിപുര, മേഘാലയ, അങ്ങനെ ആ സംസ്ഥാനങ്ങളുടെ എല്ലാത്തിൻ്റെയും ചാർജ് ഉള്ളത് കൊണ്ട് ആ സംസ്ഥാനങ്ങളുടെ എന്താണ് ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവിടുത്തെ ആ ഗോഹട്ടി ജീവിതം എനിക്ക് അവസരം തന്നു. എൻ്റെ പേഴ്സണൽ ഇതിൽ ഞാൻ ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി. അവിടെ പോയി ഭൂപൻ ഹസാരികയെ കണ്ടു, അദ്ദേഹമായിട്ട് സുഹൃത്തായി. പിന്നെ പ്രഫുല്ലകുമാർ മോഹൻ്റെ അന്വേഷിച്ചു പോയി. പിന്നെ ഒരുപാട് യാത്രകൾ അവിടുത്തെ ഈ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നടത്തി. പിന്നെ ഞങ്ങൾ ചെന്ന കാലം ആസാമിൽ വളരെയേറെ അസ്വസ്ഥതകളുള്ള കാലമായിരുന്നു. അപ്പം അതുകൊണ്ട് ബോംബാക്രമണങ്ങളിൽ, റോക്കറ്റ് ഗ്രനേഡ് ആക്രമണങ്ങളിൽ, വെടിവയ്പ്പുകളിൽ, അങ്ങനെ പലതിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അനുഭവങ്ങളുണ്ടായി. പിന്നെ വെള്ളപ്പൊക്കം, ആസാം ബ്രഹ്മപുത്രയിലേതായ പ്രത്യേകതകൾ, അതെല്ലാം തന്നെ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര വേറൊരു കാഴ്ച നമ്മൾക്ക് ലൈഫിൽ വരുവാണ്. പിന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് ജീവിച്ചിട്ട് അവിടേക്ക് ചെല്ലുമ്പോഴാണ് നമ്മൾ എന്തുമാത്രം പുരോഗമിച്ചവരാണെന്ന് മനസ്സിലാകുന്നത്. ഞാൻ ഗോഹട്ടിയിൽ ചെന്നിറങ്ങുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആലോചിക്കുകയാണ്, ഞാനൊരു കേരളത്തിലെ ഒരു 40-50 വർഷം മുമ്പുള്ളൊരു സ്ഥലത്തേക്ക് ചെന്നിറങ്ങുന്ന പോലെയാണ്. അത്രത്തോളം വികസനം നമുക്ക് വന്നു കഴിഞ്ഞു. അന്ന് ഞാൻ അവിടെ 2002 ചെന്നിറങ്ങുമ്പോൾ. പിന്നെ അവിടെ നിന്ന് ഗോഹട്ടിയുടേതായി ഇപ്പം നമ്മളൊരിടത്ത് ജോലി ചെയ്യുമ്പോഴേക്കും, അത് പ്രത്യേകിച്ച് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പോലെ ഒരിടത്ത് ജോലി ചെയ്യുമ്പോൾ നമ്മൾക്ക് അവിടുത്തെ പത്രക്കാരുമായും അവിടുത്തെ കലാകാരന്മാർ, എഴുത്തുകാർ എല്ലാവരുമായിട്ടും ബന്ധപ്പെടാൻ പറ്റും. അപ്പോൾ അതൊരു നാടിനെ ശരിക്കും അറിയാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ അവിടെ താമസിച്ച കാലത്തെ അനുഭവം വെച്ചിട്ട് അന്ന് NRS ബാബു സാറിൻ്റെ എന്നോട് പറഞ്ഞത്, കലാകൗമുദിയിൽ അവിടുത്തെ ഇന്നുവരെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഒരു യാത്രാവിവരണം എഴുതണം, അല്ലെ യാത്രാവിവരണം പോലും അല്ല അത്. അപ്പോൾ ഓരോ ആഴ്ചയും അവിടുന്ന് ഞാൻ എഴുതി അയക്കുമായിരുന്നു, കലാകൗമുദിയിൽ പ്രസിദ്ധീകരിക്കുമായിരുന്നു. അങ്ങനെയാണ് ശരിക്കും എൻ്റെ ബ്രഹ്മപുത്രയിലെ വീട് എന്നുള്ള പുസ്തകം ഉണ്ടാകുന്നത്. ആ കലാകൗമുദിയിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടാണ്. അപ്പം അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഓരോ ആഴ്ച എഴുതാനായിട്ട് ഞാൻ ഗോഹട്ടി പബ്ലിക് ലൈബ്രറിയിൽ പോയിരുന്ന് മണിക്കൂറുകളോളം പോയിരുന്ന് വായിച്ചും അന്ന് ഇൻ്റർനെറ്റ് ഇല്ലാത്ത കാലമാണ്. അപ്പോൾ അവിടുത്തെ ഓരോ ബ്രഹ്മപുത്രയെക്കുറിച്ചും കാമാഖിയെക്കുറിച്ചും അവിടുത്തെ നദികളെക്കുറിച്ചും മലകളെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചുള്ള വളരെ ആഴത്തിൽ പഠിച്ചിട്ട് എഴുതിയ ഒരു പുസ്തകമാണ്. അങ്ങനെ ആ പുസ്തകം ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞ് ഇവിടെ വന്നിട്ടാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ ബ്രഹ്മപുത്രയിലെ വീട് ഇപ്പോഴും അത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നോർത്ത് ഈസ്റ്റിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ കുറവായിരുന്ന ഒരു കാലത്താണ് അത് വന്നത്. അങ്ങനെയാണ് ആസാമിലെ ജീവിതം. 2 വർഷം ഞങ്ങളുടെ ആ ടെന്യൂർ എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ഡിഫിക്കൽട്ട് ഏരിയയിലാണെങ്കിൽ, ആസാം നോർത്ത് ഈസ്റ്റ് ഡിഫിക്കൽട്ട് ഏരിയയാണ്. ആസാമിൽ നിന്ന് ഞാൻ അപ്ലൈ ചെയ്താൽ എനിക്ക് ഉടൻ കിട്ടണം എന്നുണ്ട് 2 വർഷം കഴിഞ്ഞ്.
അങ്ങനെ 2 വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ച് അപ്ലൈ ചെയ്യുമ്പം എനിക്ക് വീണ്ടും ആകാശവാണിയിൽ ന്യൂസ് എഡിറ്ററായിട്ടാണ് കിട്ടിയത്. തിരിച്ച് ആകാശവാണിയിൽ ജോയിൻ ചെയ്തു. തിരിച്ചുള്ള ആകാശവാണി അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്താണ് ദൂരദർശനിലേക്ക് ഒരു മാറ്റം വാങ്ങാവോ എന്ന് ചോദിച്ചിട്ട് അന്നത്തെ ദൂരദർശൻ ന്യൂസിൻ്റെ ഡയറക്ടറായിരുന്ന അമ്പാടി, ഡോക്ടർ കെ അമ്പാടി എന്നെ വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ദൂരദർശനിലേക്ക് എത്തുന്നത് 2008. ദൂരദർശനിലേക്ക് ഞാൻ എത്തുന്ന സമയത്താണ് ദൂരദർശൻ വലിയ ഒരു മാറ്റത്തിൻ്റെ വഴിയിൽ കൂടെ പോകുന്ന സമയമായിരുന്നു. അമ്പാടി ജോയിൻ ചെയ്യുകയും ടെക്നിക്കലി ഉള്ള അന്ന് വരെ പഴയ രീതിയിൽ ടൈപ്പ് ചെയ്ത് ടെലിപ്രോംപ്റ്റർ വഴി കാണിച്ചിരുന്നതൊക്കെ മാറിയിട്ട് ഇലക്ട്രോണിക് ന്യൂസ് പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് പറയുന്ന, അന്ന് ഇംഗ്ലണ്ടിലൊക്കെയാണ് അത് ഉപയോഗിച്ചിരുന്നത്, ENPS എന്ന് പറയുന്ന ഒരു സിസ്റ്റം. അവിടെ ഒരു RK പിള്ള എന്ന് പറഞ്ഞിട്ട് ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇനിഷ്യേറ്റീവോടുകൂടി ലോക്കലി തന്നെ തിരുവനന്തപുരം ദൂരദർശൻ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു സംവിധാനമായിരുന്നു അത്. അത് തുടങ്ങുന്ന സമയം, ഞാൻ മാർച്ചിലാണ് ജോയിൻ ചെയ്യുന്നത്, ഏപ്രിൽ വിഷുവിന് അത് തുടങ്ങുകയാണ്. അപ്പോൾ ആ ഒരു സംവിധാനത്തിൻ്റെ തുടക്കത്തിൽ ഭയങ്കര വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടുള്ള ആ കാലത്തിൽ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി ദൂരദർശൻ്റെ. ടെക്നിക്കലി നമുക്ക് ഓരോ ദിവസവും ഈ ന്യൂസ് പോകുമെന്ന് തന്നെ സംശയമായിരുന്നു. ദൂരദർശൻ പോലൊരു സർക്കാർ സംവിധാനത്തിന് അപ്രാപ്യമായ ഒരു ഡെവലപ്മെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ അത് പക്ഷേ പിന്നെ സക്സസ്ഫുള്ളായി. അത് വളരെ പുതിയ പുതിയ പ്രോഗ്രാമുകൾ അവിടെ ആ സമയത്ത് തുടങ്ങി. വാർത്തകൾക്ക് പിന്നിൽ എന്ന് പറഞ്ഞ് ദിവസവും വൈകുന്നേരം ചാനലുകളിൽ ഉള്ളതുപോലെ തന്നെ 1 മണിക്കൂർ ഡിസ്കഷൻ പ്രോഗ്രാം ന്യൂസിൻ്റെ വകയായിട്ട് തുടങ്ങി. അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അന്ന് റസൂൽ പൂക്കുട്ടിക്ക് അവാർഡ് കിട്ടിയ സമയമാണ്, പിന്നെ ഓസ്കാർ അവാർഡ്. അങ്ങനെ റസൂൽ പൂക്കുട്ടി, സച്ചിദാനന്ദൻ, കേരളകൗമുദിയുടെ ഉണ്ടായിരുന്ന എൻ രാമേന്ദ്രൻ തുടങ്ങി ഒരു ഇൻ്റർവ്യൂ സീരീസ് എനിക്ക് ന്യൂസിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റി. അതെനിക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഇപ്പോഴും ദൂരദർശൻ്റെ നല്ല അഭിമുഖങ്ങളിൽ ഒന്നായിട്ട് ഈ റസൂൽ പൂക്കുട്ടിയുടെയൊക്കെ എല്ലാവരും കാണുമ്പോൾ പറയാറുണ്ട് വളരെ നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു എന്നൊക്കെ. അതിനൊപ്പം തന്നെ ഇലക്ഷൻ, ഇപ്പം ആകാശവാണിയിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് അത് വേറൊരു തരമായിരുന്നു. അത് ശരിക്കും അത് പറയേണ്ട ഒരു കാലമാണ്. ആകാശവാണിയിലെ ഇലക്ഷൻ, നമ്മൾ ഇന്ന് ഇലക്ട്രോണിക് ബാലറ്റ് വരുന്നതിന് മുമ്പാണ് അന്ന് ഞാൻ വർക്ക് ചെയ്ത കാലത്ത് ആകാശവാണിയിൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ എഴുതുന്നത്. അയ്യോ, ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ് അതിന് മുമ്പ് തന്നെ. എന്നുവെച്ചാൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ എണ്ണി പേപ്പർ എണ്ണുന്ന ആ പ്രോസസ്സിനനുസരിച്ച് നമ്മളും പ്രോഗ്രാം കൊടുക്കണം. ആകാശവാണിയുടെ പരിമിതമായ പരിമിതമായ വിഭവങ്ങൾ, ആളുകൾ, ഇതിനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ സപ്പോർട്ട് വേണം. അതിന് വേണ്ടിയിട്ടുള്ള ആളുകളെ ഇത് ചെയ്യണം. അപ്പം ദിവസങ്ങളോളം നമ്മൾ ആകാശവാണി നിലയത്തിൽ തന്നെ ഞാൻ എത്രയോ ദിവസം അവിടെ ഉറങ്ങാതെ അല്ലെങ്കിൽ ചാരികസേരയിൽ ഇരുന്നൊക്കെ ഉറങ്ങിയിട്ടാണ് തിരിച്ചു വരുന്നത്. എല്ലാം എണ്ണിക്കഴിയുമ്പം ചില നിയോജക മണ്ഡലങ്ങളിൽ വീണ്ടും പേപ്പർ എണ്ണാൻ പറയും. അപ്പോൾ പിന്നെയും നമ്മൾ ലൈവായിട്ടുള്ള പ്രോഗ്രാമിൽ നീട്ടി കൊടുക്കേണ്ടി വരും, ചർച്ചകൾ ഇതിനിടയ്ക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ആകാശവാണിയിലുണ്ടായിരുന്നത്. പക്ഷേ ആകാശവാണിയുടെ തിരഞ്ഞെടുപ്പ് വാർത്തകൾ എല്ലാവരും ഇങ്ങനെ ഏറ്റവും ഒതൻറ്റിക്കായിട്ടും ഏറ്റവും റിലയബിളായിട്ടും, അതാണ് ഏറ്റവും വിശ്വാസ്യതയോടുകൂടി കേൾക്കുന്നതുകൊണ്ട് നമുക്ക് ശകലം പോലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അത് ആകാശവാണി വാർത്തകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ പുതിയ കാലത്ത് മാധ്യമരംഗത്ത് നിന്ന് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും, ഒരു വാർത്ത നമ്മൾ ആകാശവാണിയിലെ ദൂരദർശനിലൊക്കെ ഇരിക്കുമ്പോൾ കിട്ടുമ്പം എത്ര പ്രാവശ്യം ക്രോസ് ചെക്ക് ചെയ്യുന്നു. ഇപ്പം അങ്ങനെ ഒരു കാലത്തുനിന്ന് നമ്മൾ പോയി കഴിഞ്ഞു. അങ്ങനെ ഒരു മാധ്യമകാലം ഇപ്പം ഇല്ല. പക്ഷെ ഞാൻ വിചാരിക്കും എത്രയോ തവണയാണ് ഈ പലരെയും വിളിച്ചിട്ട്, പോലീസിനും വിളിക്കും, അത് കഴിഞ്ഞ് അവിടുത്തെ നമ്മുടെ എല്ലാ കോണ്ടാക്ട്സും വിളിച്ച് നമ്മുടെ കറസ്പോണ്ടൻറ്റ് പറഞ്ഞാൽ പോലും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യും. ഇതിൻ്റെ ചെക്ക് ചെയ്താണ് ആകാശവാണി പറഞ്ഞാൽ അവസാന വാക്ക് എന്നുള്ള ഒരു കാര്യം എത്രയോ കാലം അത് നിലനിർത്താൻ പറ്റുന്നു എന്നുള്ളത്. അത്തരം ഇപ്പം നമ്മൾ പത്രപ്രവർത്തനത്തിൻ്റെ ബാലപാഠങ്ങളായ വിശ്വാസ്യത, പിന്നെ അതുപോലെ തന്നെ ഈ ഏറ്റവും റിലയബിളായ സോഴ്സ് ഒന്ന് കൊടുക്കണം, അതൊക്കെ തന്നെ നമ്മൾ ശീലിച്ചിരുന്നു. ഇപ്പം ദൂരദർശനിൽ വരുമ്പോഴും അതേ രീതി തന്നെയാണ്. ദൂരദർശനിൽ കുറച്ചും കൂടി സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഒക്കെ കുറച്ചും കൂടി ഫേവറബിളായിരുന്നു. അങ്ങനെ ദൂരദർശനിലെ ഇലക്ഷൻ വാർത്തകൾ അത് കുറച്ചുകൂടി ടെക്നോളജിക്കലിയൊക്കെ നമുക്ക് പലരുടെ സഹായം ആവശ്യമുള്ളതാണ്. അങ്ങനെയൊക്കെ ഒരു വളരെ സജീവമായ ദൂരദർശൻ കാലം ഉണ്ടായിരുന്നു. ദൂരദർശനിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ അപ്പോഴാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ദൂരദർശൻ വാർത്താ സെൻറ്ററിനുള്ള അവാർഡ് തിരുവനന്തപുരം ദൂരദർശന് കിട്ടുന്നത്. തിരുവനന്തപുരം ദൂരദർശനായിരുന്നു ആ വർഷം, എനിക്ക് തോന്നുന്നു 2011 ഏറ്റവും മികച്ച വാർത്താ വാർത്താ സെൻറ്ററായിട്ട് തിരഞ്ഞെടുക്കുകയും നമുക്ക് അവാർഡ് കിട്ടുകയും ചെയ്തു. കേന്ദ്ര അവാർഡ്, ദേശീയ അവാർഡ് കിട്ടി.
അങ്ങനെയെല്ലാം കഴിഞ്ഞ് ദൂരദർശനും കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് തിരിച്ചെത്തുന്നത്. ആ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ ദൂരദർശൻ ആകാശവാണി കാലത്തുനിന്ന് വളരെ സജീവമായി. മറ്റേ ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, ചിലപ്പം ആദ്യത്തെ ഷിഫ്റ്റിന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 8 മണിക്കോ 9 മണിക്കോ ആയിരിക്കും തിരിച്ചു വരുന്നത്. അത് ആകാശവാണിയിലാണെങ്കിലും ദൂരദർശനിലുമാണെങ്കിലും അതെ. ഒരാൾക്ക് മറ്റേ കൂടെ അന്ന് വർക്ക് ചെയ്യുന്ന ആൾക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആ വർക്ക് ചെയ്യുന്ന ഒരു കാലമായിരുന്നു. എത്രയോ മാസം നമ്മൾ ചിലപ്പോൾ ലീവ് എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പിന്നെ ഓഫ് എടുക്കാൻ പറ്റില്ല. ഇത് വളരെ ദൂരദർശൻ്റെ ആകാശവാണിയുടെയും അനുഭവത്തിൽ എനിക്ക് സങ്കടപരമായ 2 അനുഭവങ്ങൾ ഉണ്ടായത്. ഒരിക്കൽ 12:30 വാർത്ത നടക്കാനായിട്ട് ഞാൻ വാർത്ത എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 11:45 12 മണിയാകുമ്പോഴാണ് എൻ്റെ അച്ഛൻ എന്നെ വിളിക്കുന്നത്. അമ്മ വീണ് കൈ ഒടിഞ്ഞു, പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, നീ ഒന്ന് വേഗം വന്നു. പക്ഷെ എനിക്കൊരിക്കലും പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. കാര്യം എന്ന് വെച്ചാൽ 12:30 വാർത്ത പോവാതെ എനിക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഭാഗ്യത്തിന് എന്തോ ആവശ്യത്തിന് റിപ്പോർട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൊളീഗ് ദേവൻ ആകാശവാണിയിലേക്ക് വന്ന സമയമാണ് ഈ ഫോൺ വരുന്നത്. അപ്പം ഞാൻ ദേവനോട് പറഞ്ഞ് താനൊന്ന് ന്യൂസ് ചെയ്യും, ഞാൻ അത്യാവശ്യമായിട്ട് ഓടി പോട്ടെ എന്ന് പറഞ്ഞ് ഭാഗ്യത്തിന് അന്ന് ഞാൻ ദേവനെ ഏൽപ്പിച്ചിട്ട് എനിക്ക് അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ എത്താൻ പറ്റി. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ദൂരദർശനിൽ വർക്ക് ചെയ്യുന്ന കാലത്താണ് എൻ്റെ അച്ഛന് ക്യാൻസറായിട്ട്, തൊണ്ടയിൽ ക്യാൻസറായിട്ട് വളരെ ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ആ കാലഘട്ടത്തിൽ കൂടി കടന്നു പോയത്. അച്ഛനന്ന് PRS ഹോസ്പിറ്റലിൽ കിടക്കാം. ഒരു ദിവസം അന്നാണ് ENPS ഒക്കെ തുടങ്ങിയിട്ട് ആർക്കും അറിയില്ല. ആകെ എനിക്കും ഈ ഡയറക്ടർ അമ്പാടിക്കും മാത്രമാണ് ഇത് സംവിധാനം എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് ആദ്യ ദിവസങ്ങളിൽ അറിയുന്നത്. പിന്നീടാണ് നമ്മൾ ആളുകളെ ട്രെയിൻ ചെയ്യുന്നത്. നമ്മൾ രണ്ടുപേരും ട്രെയിൻഡ് ആവുന്നു, ഞങ്ങൾ വാർത്ത ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ 7 മണിയുടെ വാർത്ത ചെയ്യാനിരിക്കുമ്പോഴാണ് 6:30 ആകുമ്പോൾ എൻ്റെ അമ്മാവൻ വിളിക്കുന്നത് PRS എന്ന്. ചേട്ടൻ, എൻ്റെ അച്ഛനെ ചേട്ടൻ എന്നാണ് വിളിക്കുന്ന അമ്മാവൻ പറഞ്ഞു, ചേട്ടൻ പോയി, ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു, നീ വേഗം വാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ വരും, ഒരിക്കലും എനിക്ക് വരാൻ പറ്റില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ 7 മണിയുടെ വാർത്ത പോവാതിരിക്കാൻ പറ്റില്ല, ഇവിടെ വേറെ ആർക്കും ഇത് കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്ന്. എന്നിട്ട് ഞാൻ ഒരു അരമണിക്കൂർ എങ്ങനെയാണ് ശരിക്കും ആ വാർത്ത ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും വാർത്ത ചെയ്ത് 7:15 വാർത്ത കഴിയുന്ന സമയത്ത് തന്നെ ഞാൻ കാറെടുത്ത് PRSലെത്തുമ്പോൾ ഭാഗ്യത്തിന് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷനൊക്കെ കൊടുത്ത് അച്ഛനെ റിക്കവർ ചെയ്ത് എൻ്റെ അച്ഛൻ, ജീവിച്ചിരിക്കുന്ന അച്ഛനെ തന്നെ എനിക്ക് കാണാൻ പറ്റി. പിന്നെ കുറേ 2-3 മാസം കഴിഞ്ഞാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പിറ്റേന്ന് വളരെ അപ്പം തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഇത് ഒരുപാട് പേര് ഇത് ട്രെയിൻ ചെയ്താൽ മാത്രമേ ഈ വാർത്താമുറിയിൽ ഇത് നമുക്ക് റിസ്ക് ഇല്ലാതെ പോകാൻ പറ്റുമെന്ന് വെച്ചാൽ പിറ്റേന്ന് മുതൽ നമ്മളൊരു ട്രെയിനർ, കുറേ ട്രെയിനിങ് ബാക്കിയുള്ളവരെയും കൂടെ അത് പഠിപ്പിച്ചെടുക്കുമായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളാണ് ശരിക്കും ഒരു വാർത്താമുറിയിൽ, അല്ലെങ്കിൽ ഒരു പല എന്താണ് മാധ്യമങ്ങളിൽ കൂടെ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ പോയി. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ നിന്ന് എനിക്ക് വീണ്ടും പ്രൊമോഷൻ കിട്ടി. കൊച്ചിയിൽ അന്ന് ഫീൽഡ് പബ്ലിസിറ്റി എന്നാണ് പറയുന്നത്. ഫീൽഡ് പബ്ലിസിറ്റിയുടെ എറണാകുളം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളുടെ ചാർജുള്ള ഓഫീസറായിട്ട് ഞാൻ കൊച്ചിയിലേക്ക് പോയി. അത് ശരിക്കും ആദ്യം ജോലി കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പം വെച്ചാൽ നമ്മൾ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ജേർണലിസം പഠിക്കുന്നു, പത്രത്തിൽ വർക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് റേഡിയോയിൽ വർക്ക് ചെയ്യുന്നു, റേഡിയോയിലും ദൂരദർശനിലും വളരെ സക്സസ്ഫുള്ളായി വർക്ക് ചെയ്യുന്നു. നമ്മൾക്ക് ഗ്ലാമർ ആയിട്ടുള്ളൊരു പൊസിഷനിൽ നിന്ന് ഫീൽഡ് പബ്ലിസിറ്റി ചെല്ലുമ്പം ചെയ്യേണ്ടത് ഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ ഈ ആളുകളുടെ ഇതിലോ പോവുക, അംഗൻവാടികളിൽ, കുടുംബശ്രീ യൂണിറ്റുകൾ, സ്കൂളുകൾ, കോളേജുകളിലൊക്കെ ചെല്ലുക, അവിടെ സിനിമ കാണിക്കുക, നമ്മൾ സംസാരിക്കുക, ക്വിസ് നടത്തുക. ഇങ്ങനെ ആദ്യ ദിവസങ്ങളിൽ എനിക്ക് വളരെ അത്ഭുതം. ഞാൻ അന്നത് പ്രസംഗത്തിൽ നിന്നൊക്കെ എനിക്ക് നന്നായി പ്രസംഗിക്കുകയും വേണം. അങ്ങനെ ആദ്യത്തെ കുറച്ച് 2 മാസം എനിക്ക് അത്ഭുതമായിരുന്നു ഇതെങ്ങനെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. പിന്നീടാണ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല കരിയറിലൊരു കാലത്തിലേക്ക് എനിക്ക് പോകാൻ പറ്റിയത്. 10 വർഷം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള സ്ഥലങ്ങളിൽ ചെന്ന് ക്യാമ്പയിൻസ് സംഘടിപ്പിക്കുക, ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ കഴിയുക, ജനങ്ങൾക്ക് ഗുണകരമായ ഒരു സാമൂഹിക മാറ്റത്തിന്. ഇപ്പോൾ കോളേജുകളിൽ പോയിട്ട് മയക്കുമരുന്നിനെതിരെ പറയാം, സ്ത്രീകളുടെ അടുത്ത് പോയിട്ട് ഗാർഹിക പീഡനത്തിനെതിരെ പറയാം, ചേരികളിൽ പോയിട്ട് ഹെൽത്തിനെ കുറിച്ചുള്ള ആരോഗ്യപരമായ കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് ജീവിക്കാത്തതിന് വേണ്ടതെന്ന് പറയാം. അങ്ങനെ ജനങ്ങളുമായി നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന വലിയ ഒരു അവസരമായിരുന്നു അത് മാക്സിമം നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് എന്നെക്കുറിച്ചുള്ള ഏറ്റവും സന്തോഷമുള്ള കാര്യം. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ വലിയ ക്യാമ്പയിൻസ് നടത്തുമ്പോഴും ചെറിയ ക്യാമ്പയിൻസ് നടത്തുമ്പോഴും 100% എനിക്ക് മനുഷ്യരെ കാണാനും, എന്താണ് കേരളത്തിലെ മനുഷ്യർ, അവർ ജീവിക്കുന്നത്, അവരുടെ യാഥാർത്ഥ്യം എന്താണെന്ന് എനിക്ക് തോന്നുന്നു വേറൊരു ജേർണലിസ്റ്റിനും കാണാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മളോട് ഓപ്പൺ അപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ എഴുതിയ നല്ല ഫീച്ചറുകൾ
നല്ല കോളം, ഞാൻ ആ സമയത്ത് 5 കോളം ഒരേ സമയത്ത് എഴുതിയിട്ടുണ്ട്. മാതൃഭൂമിയിൽ, മനോരമയുടെ ഓൺലൈനിൽ, ദേശാഭിമാനിയുടെ വീക്കിലിയിൽ, യാത്രാ മാസികയിൽ, കേരള കൗമുദി പത്രത്തിൽ ഒരേ സമയത്ത് 5 കോളം ഞാൻ എഴുതിക്കൊണ്ടേയിരുന്ന വർഷങ്ങളായിരുന്നു അത്. അതിനെല്ലാം ഉള്ള റിസോഴ്സ് മെറ്റീരിയൽ എന്നുള്ളത് ഈ ഗ്രാമങ്ങളാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. നിരന്തരം നമ്മൾ ചെല്ലുന്നു, ഒരു സ്ഥലത്ത് ചെല്ലുന്നു, അവിടുത്തെ ആ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരുമായിട്ടൊക്കെ ഉള്ള ഒരു ഇത്. അപ്പോൾ ഈ കുഗ്രാമങ്ങളിലൊക്കെ ചെല്ലുമ്പോഴുള്ള ഭക്ഷണം, അവരുടെ സ്നേഹം, ആ രാഷ്ട്രീയത്തിൽ സ്ത്രീകൾ, ഈ പഞ്ചായത്ത് ഇതൊക്കെ പ്രസിഡൻ്റൊക്കെ ആവുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന സങ്കടങ്ങൾ, ഈ പല സ്ഥലങ്ങളിലും ഞാൻ ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, എന്താണ് ഈ മദ്യപാത്രങ്ങളെയൊക്കെ അടച്ചു പൊട്ടിക്കുന്ന സ്ത്രീകൾ, വളരെ ധൈര്യമുള്ള സ്ത്രീകൾ. അതേസമയം നഗരങ്ങളിൽ കാണുന്ന ഭയങ്കരമായ തരത്തിലുള്ള പുരുഷ മേധാവിത്വത്തിനകത്ത് അകപ്പെട്ടിട്ട് ജോലി ചെയ്യാൻ കഴിയാതെ പോകുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാർ. ചില ഇതൊക്കെ ഞങ്ങളുടെ പ്രോഗ്രാമിലൊക്കെ വന്നിട്ട് ഈ സ്ത്രീ ആയിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊച്ചാക്കാനായിട്ട് എന്താണ് ഭരിക്കുന്ന പാർട്ടിയും ഭരിക്കാത്ത പാർട്ടിയും കൂടെ ചേർന്ന്, പ്രദേശത്തിലിരിക്കുന്നവരും കൂടെ ചേർന്ന് സ്റ്റേജ് അടിച്ചു പൊളിച്ച് താഴെ ഇടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം സംഭവ ബഹുലം എന്നുള്ളതും അത് മനുഷ്യനെ മനസ്സിലാക്കാനും എന്താണ് കേരളം എന്ന് മനസ്സിലാക്കാനുമുള്ള ഒരു വലിയ അവസരമാണ് ശരിക്കും അവിടെ ആ ജോലി എനിക്ക് തന്നത്. ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് പേര് ഫീൽഡ് പബ്ലിസിറ്റി എന്നായിരുന്നു. പിന്നെ അത് റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോ എന്നായി. ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അത് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ ആദ്യമൊക്കെ പൈസ ഒന്നും ഇല്ലാത്തൊരു ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത് ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയമൊക്കെ ആയപ്പം ക്യാമ്പയിൻസിന് ഇഷ്ടം പോലെ പൈസ എന്നുള്ളതായിരുന്നു. എത്ര പൈസ കൊടുത്ത് വേണോ ഏത് തരം സോഷ്യൽ മൂവ്മെൻറ്റിനെയും നമുക്ക് ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് മാറിയൊരു ഡിപ്പാർട്ട്മെൻറ്റായി. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് നമ്മളൊരു പരിപാടി നടത്തുകയായിരുന്നു. ഒരു 3 ദിവസത്തെ ഒരു ക്യാമ്പയിൻ. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് കുറേ മത്സരങ്ങൾ, സ്ത്രീകൾക്ക് കുറേ മത്സരങ്ങളൊക്കെ നടത്തി വൈകുന്നേരം പൊതുപരിപാടിയിൽ ഈ മത്സരങ്ങൾക്ക് സമ്മാനം കൊടുക്കുക. ഈ സമ്മാനം കൊടുക്കുന്ന സമയത്ത് എനിക്ക് അന്ന് എൻ്റെ ഒരു കൊളീഗ് ഒരു കർണാടകക്കാരിയായിരുന്നു. അപ്പോൾ ഇവരും ഉണ്ട്, ഞാനും ഉണ്ട് സ്റ്റേജിൽ, ഈ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ട്. ഉടനെ അയാൾ മൈക്കിൽ പ്രൈസ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മൈക്ക് എടുത്തിട്ട് അയാൾ പറയാണ്, എടി, ആ പേര് ഞാൻ പറയുന്നില്ല, സുജയെന്ന് നമുക്ക്, അല്ലെങ്കിൽ ഗീത, എന്തോ ഒരു പേര്, നീ ഇനി കയറി വാടി, നീയും കൊടുക്കടി കുറേ സമ്മാനങ്ങൾ എന്ന്. ഞാൻ ഞെട്ടി, ഇതെന്താ ഈ സംഭവിക്കണേന്ന്. അപ്പോൾ എൻ്റെ കൊളീഗ്, അവർക്ക് മനസ്സിലായി ഇതെന്തോ ഒരു ഭാഷ ശരിയല്ല എന്ന്. അപ്പോൾ അവർ എന്നോട് ചോദിച്ചാൽ എന്താന്ന്, ഞാൻ ഇത് കഴിയട്ടെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സ്ത്രീ മന്ദം സ്റ്റേജിൽ കയറി വരുന്നു. അവരിങ്ങനെ അയാൾ പറയുന്ന വിധേയയായിട്ട് സ്റ്റേജിൽ ഇരിക്കുന്നു. എന്നിട്ട് അയാൾ പറയുന്നു, ഇനി പ്രൈസ് നീ കൊടുക്കുമെന്ന് പറയുമ്പോൾ അവർ കൊടുക്കുന്നു. അങ്ങനെ ആകെ ഒരു വല്ലാത്ത സിറ്റുവേഷൻ. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇറങ്ങുമ്പം പരിപാടി കഴിയുമ്പോൾ എൻ്റെ കൊളീഗ്, കർണാടകക്കാരിയായ കൊളീഗ് അവനോട് പറഞ്ഞു നമുക്ക് അവരോട് സംസാരിക്കണം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെ ഒരു ഇതിലാണ് അവരെ വിളിച്ചത്. അപ്പോൾ അയാളോട് ഇവർ പോയി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അവളിവിടുത്തെ വയസ്സല്ലേ. അപ്പോൾ ഇവർ വിചാരിച്ചു വൈഫെന്നാണ് പറയുന്നത്. അപ്പോൾ വൈഫിനൊക്കെ വീട്ടിലാണ്, വൈഫിൻ്റെ കാര്യമൊക്കെ വീട്ടിലാണ്, ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇയാൾ പറഞ്ഞു വൈഫല്ല, വൈസാണ്. അപ്പം ഞാൻ പറഞ്ഞു വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ വൈസ് പ്രസിഡൻ്റ് ആകുമ്പോൾ ഇങ്ങനെ പെരുമാറാം എന്നുള്ള രീതിയിലാണ് അയാളും അവരും ആ ചുറ്റുപാട് നിൽക്കുന്നവരും സംസാരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അപ്പം ഞാൻ ഈ കൊളീഗിനോട് സംസാരിക്കുമ്പോൾ അവളും എന്നോട് പറഞ്ഞു, ഇതൊക്കെ എവിടെയാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണിത്, കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇത് മാറ്റി വിധിക്കുന്നത്, എന്നിട്ട് ഇവരെങ്ങനെയാണ് ഇവിടെയും ഈ പുരുഷ മേധാവിത്വമാണല്ലോ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്ക് ശരിക്കും ഭയങ്കര ഷോക്കായി എൻ്റെ ലൈഫിൽ. അപ്പം ഞാൻ ആലോചിച്ചു, കേരളം പോലെ ഇത്രയും വിദ്യാഭ്യാസമുള്ള, ഇത്രയും പൊളിറ്റിക്കലി ഇതായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ നടക്കുന്നെങ്കിൽ ഈ 50%, 33%, 50% സംവരണം പഞ്ചായത്തുകളിൽ കൊടുക്കുന്ന 73, 74 അമെൻമെൻറ്റ് നടപ്പാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഉണ്ട് എന്നുള്ള ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ വന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ ഏതാണ്ടൊരു 4-5 വർഷം 2014 മുതൽ ഒരു 4-5 വർഷം ഇന്ത്യയിലെ ഗ്രാമങ്ങൾ, എൻ്റെ ലീവ് എടുത്ത് എൻ്റെ കയ്യിലെ പൈസ എടുത്ത് ഞാൻ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പോവുകയും അവിടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ കാണുകയും അവിടെ ഈ ദളിത് വിമൻ സംവരണം എന്ത് ഇമ്പാക്റ്റാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു ജേർണലിസ്റ്റിക് റൈറ്റിങ്ങിന് ഒരു ഫീച്ചർ എഴുതാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യം പോയത്. പക്ഷേ അങ്ങനെ ഞാൻ പോയി, ഗുജറാത്തിൽ പോയി, ഉത്തർപ്രദേശിൽ പോയി, ഹരിയാന, ബീഹാർ, തമിഴ്നാട്ടിലെ പലതവണ തമിഴ്നാട്ടിലെ യാത്രകൾ നടത്തി.
അങ്ങനെ ഹരിയാന പോയി. അങ്ങനെ നടത്തുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ശരിക്കും ഈ 73-74 അമെൻമെൻറ്റ് ദളിതരെ പിന്നെ അപ്ലിഫ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്ത്രീകളെ അപ്ലിഫ്റ്റ് ചെയ്യുമ്പോഴോ എന്തെല്ലാം പ്രതിസന്ധികളാണ് നേരിടേണ്ടി വരുന്നതെന്ന്. അങ്ങനെ 100 കസേരകൾ എന്ന് പറഞ്ഞ് എൻ്റെ ആ യാത്രകൾ കേരള കൗമുദിയിൽ ഒരു പരമ്പരയായി പ്രസിദ്ധീകരിച്ചത്. ആ അനുഭവങ്ങൾ വെച്ചിട്ട് വളരെ വിചിത്രമായ ഒരു ഇന്ത്യയാണ് ശരിക്കും ഞാൻ അവിടെ പോകുമ്പോൾ കാണുന്നത്. ഒറ്റയ്ക്കാണ് ഒരുപാട് യാത്രകൾ നടത്തിയത്. അപ്പോൾ ഈ ഒറ്റയ്ക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ കാണുന്ന ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീയുടെ പ്രശ്നങ്ങളല്ല ഞാൻ കാണുന്നത് ഈ ഇന്ത്യ എന്ന് പറയുന്നത് എന്തൊരു വലിയ അത്ഭുതമാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്തെന്ന് വെച്ചാൽ ഈ ഞാനത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഗുജറാത്തിൽ പോയിട്ട് കനിഷ് എന്നുള്ളൊരു ഗ്രാമപഞ്ചായത്ത്, അത് ഖെഡ ജില്ലയിലാണ്, അഹമ്മദാബാദിനപ്പുറത്ത്. അവിടെ ചെന്നിട്ട് ഞാൻ കണ്ട ഒരു സ്ത്രീ, ഒരു നീരുബേൻ പട്ടേൽ എന്നാണ് അവരുടെ പേര്. അവരെ അടുത്ത് അവർക്ക് 4ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ഉണ്ട്, പേരെഴുതി ഒപ്പിടാനറിയാം. പക്ഷേ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും നിങ്ങൾക്ക് ഏറ്റവും അഭിമാനം തന്ന മുഹൂർത്തം എന്താണ്, എന്ത് ചെയ്തപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞാൻ ഈ കഴിഞ്ഞ ശിവരാത്രിക്ക് ഇവിടെ ഞങ്ങളുടെ അമ്പലത്തിൽ, അവർ ദർബാർ എന്നുള്ള അപ്പർ കാസ്റ്റ് ഇതിൽ വരുന്ന സ്ത്രീയാണ്, ഞങ്ങളുടെ അമ്പലത്തിൽ ഒരു ദളിത് പെൺകുട്ടി തൊഴാൻ വന്നു. അവളെ എല്ലാവരും കൂടെ അടിച്ച് പുറത്താക്കി. അതിന് നേതൃത്വം നൽകിയ ഞാനാണ്. അന്ന് രാത്രി ഇവളുടെ വീട് അടിച്ച് തകർക്കാൻ ഞാനാണ് ആളുകളെ വിട്ടത്. അതിന് നേതൃത്വം നൽകി. അപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയ ഒരു മുഹൂർത്തം അതാണെന്ന്. അപ്പം ഞാൻ അത്ഭുതപ്പെട്ട് ചോദിച്ചു, നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ വർക്ക് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ദളിതോ ജൂത്ത ജൈസ ഹെന സിർമെ നൈ പഹനേക. ദളിത് എന്ന് പറഞ്ഞാൽ ചെരുപ്പ് പോലെയല്ലേ, അത് ചെരുപ്പെടുത്ത് ആരെങ്കിലും തലയിൽ വയ്ക്കുമോ? നമ്മൾ തലയിൽ വയ്ക്കില്ല, അപ്പം എങ്ങനെയാണ് ഭഗവാന്റെ അടുത്ത് ഇവൾക്ക് പോകാൻ പറ്റുന്നതെന്ന്. അപ്പം ശരിക്കും ഷോക്കായിരുന്നു. അങ്ങനെ ഒരു ഒരുപാടടുത്ത് ഞാൻ ദളിത് സ്ത്രീ റിസർവേഷൻ നടത്തിയ ആളുകളെ കണ്ടിട്ട് ഇതുപോലെ ഷോക്കിംഗ് ആയിട്ട് തമിഴ്നാട്ടിലും എല്ലായിടത്തും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രയും കുലുക്കിയ ഒരു അനുഭവം ഇല്ല. അപ്പം ഞാൻ എന്തായാലും തീരുമാനിച്ചു, ഇവർ പറഞ്ഞ ആ പെൺകുട്ടിയെ കാണണം എന്ന്. അങ്ങനെ അതിനപ്പുറത്ത് രവിദാസ്പൂർ എന്നെന്തോആണ് ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ പോയിട്ട് ഞാൻ ഈ അനിത എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്, അവളെ കാണാൻ പോയി. അവളെ കാണാൻ പോകുമ്പോൾ അവൾ അഹമ്മദാബാദിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ്. ഈ ഗ്രാമത്തിൽ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് ഇതൊന്നും അറിയില്ല. പക്ഷെ അവൾ വളരെ ശക്തിയായിട്ട് ഇതെല്ലാം മാറും, മാഡം നോക്കിക്കോ, ഞാനിതൊന്നും വിട്ടുകൊടുക്കത്തില്ല എന്നുള്ള തരത്തിൽ വളരെ ശക്തിയായ ഒരു പെൺകുട്ടി, അവളുടെ ഭർത്താവും അതെ. അപ്പം അവരെ കാണുകയും, അപ്പം അത് രണ്ട് തരത്തിലാണ്. ഒരു ഇടത്ത് ഇത് കാണുമ്പോൾ തന്നെ ദളിതരുടെ ഇടയിൽ അതിന് വിട്ടുകൊടുക്കാത്ത രീതിയിൽ ഫൈറ്റ് ചെയ്യുന്ന സ്ത്രീകളുമുണ്ട്. അതേസമയം അവിടുത്തെ പഞ്ചായത്തിൽ മെമ്പർ ഒരു പത്മ എന്ന് പറഞ്ഞ സ്ത്രീയായിരുന്നു. അവർ ഇവളെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്, ഇവളെന്തിനാണ് ഈ ബഹളം എല്ലാം ഉണ്ടാക്കുന്ന, മര്യാദയ്ക്ക് ഇരുന്നുകൂടെ എന്നുള്ള രീതിയിൽ. അതുപോലെയുള്ള പല സംസ്ഥാനങ്ങളിലെ പല അനുഭവങ്ങൾ. ഇപ്പോൾ തമിഴ്നാട്ടിലത് ഞാൻ വളരെ വിശദമായിട്ടൊരു വളരെ വലിയ ഫീച്ചറായിട്ട് എൻ്റെ മാതൃഭൂമിയുടെ വീക്കെൻഡിൽ ഈ ജനുവരിയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അവിടുത്തെ 2 പ്രസിഡന്റുമാർ കീരിപ്പെട്ടി പാപ്പാപ്പെട്ടി എന്ന് പറയുന്ന 2 പഞ്ചായത്തുകളാണ്. അത് ഇന്ത്യയുടെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ എന്താ പറയുന്നത്, രാഷ്ട്രീയ ചരിത്രത്തിൽ, സാമൂഹിക ചരിത്രത്തിൽ, മാധ്യമ ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്തപ്പെട്ട 2 പഞ്ചായത്തുകളാണ്. 4 പഞ്ചായത്തുകളുടെ കഥയാണ് പറയുന്നത്. ഞാനിത് ഈ അന്വേഷണവുമായിട്ട് ഇറങ്ങുന്ന കാലത്ത് ഞാൻ ഡൽഹിയിൽ പോയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് എന്ന് പറയുന്നവരാണ് ഇതിനെക്കുറിച്ച്, പഞ്ചായത്തി രാജിനെക്കുറിച്ച് പഠിക്കുന്ന ജോർജ് ജോസഫ് എന്ന് പറയുന്ന ഒരാളുടെ കീഴിലുള്ള വലിയൊരു സ്ഥാപനം. ഞാൻ അവിടെ ചെന്ന് കുറേ ദിവസങ്ങളോളം അവിടെ ലൈബ്രറിയൊക്കെ ഉപയോഗിച്ച് അവിടെ പഠിക്കുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉസ്ലാംപെട്ടിയിൽ പോകണം. മധുരയിൽ ഉസ്ലാംപെട്ടി പോവുക. അവിടെ കീരിപ്പെട്ടി പാപ്പാപ്പെട്ടി എന്നുള്ള 2 പഞ്ചായത്തുകളുണ്ട്. നാട്ടാമംഗലം ഇതുണ്ട്, 4 ഇതാണ്, കോട്ടായി കച്ചിയമംഗലം, നാട്ടാമംഗലം, കീരിപ്പെട്ടി പാപ്പാപ്പെട്ടി. ഇവിടെ പോയിട്ട് അവിടുത്തെ സിറ്റുവേഷനാണ് ശരിക്കും ഈ ദളിത് റിസർവേഷനിൽ നിങ്ങൾ എഴുതേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ 2014 പോകുമ്പോൾ കീരിപ്പെട്ടിയിൽ ബാലിച്ചാമി എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെയും പിന്നെ പാപ്പാപ്പെട്ടിയിൽ പെരിയ കറുപ്പൻ 2 പേരെയും കണ്ടു. അന്ന് അവർ പഞ്ചായത്ത് ഇലക്ഷൻ അവരുടെ 5 വർഷത്തെ ടെന്യൂർ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഞാൻ ചെല്ലുന്നത്.
അന്ന് ഞാൻ ചെല്ലുമ്പോഴേക്കും ഈ ബാലുസ്വാമിയെയും പെരിയ കറുപ്പൻ്റെയും കഥ, അതൊരു വലിയ കഥയാണ്, അത് പറയുന്നത് വെച്ചാൽ വലിയൊരു കഥയാണ്. ആ കഥയിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഈ പഞ്ചായത്തുകളെ പിന്നെ 73 74 അമെൻമെൻറ്റ് വന്നിട്ട് പ്രത്യേകത ഇവരെ ഇത് റിസർവേഷൻ ഉള്ള മണ്ഡലങ്ങളായി പഞ്ചായത്തുകളായി പ്രഖ്യാപിച്ചു. പക്ഷേ 10 വർഷത്തോളം അവിടുത്തെ ഉയർന്ന ജാതിക്കാർ അവിടെ ഒരു പ്രസിഡന്റിനെയും ഒരാളെയും പിന്നെ സമ്മതിച്ചിട്ടില്ല. അവരെങ്ങനെയെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പം അവരവരുടെ വീട്ടിൽ പണിക്ക് വരുന്ന ഒരാളുടെ അവിടെ നോമിനേഷൻ കൊടുക്കും. എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് അപ്പം തന്നെ ഒരു വെള്ള പേപ്പറിൽ തമ്പ് ഇംപ്രഷനും ഇട്ട് വയ്ക്കും. എന്നിട്ട് ഈ ഉയർന്ന ജാതിക്കാർ കൊണ്ടുപോയിട്ട് ഈ പഞ്ചായത്ത് കളക്ടറുടെ കയ്യിൽ ഇയാളുടെ ആപ്ലിക്കേഷൻ കൊടുക്കും, നോമിനേഷൻ. അപ്പോൾ ഇയാൾ ഒറ്റയാളെ കൊടുക്കുകയുള്ളൂ, അയാൾ തിരഞ്ഞെടുക്കപ്പെടും. 2 ദിവസം കഴിയുമ്പം ഈ നേരത്തെ ഒപ്പിട്ട പേപ്പറിൽ ഇയാളുടെ റെസിഗ്നേഷൻ കൊടുക്കും. അപ്പം ആ പഞ്ചായത്ത് ഇല്ലാതാവും. അങ്ങനെ 10 വർഷത്തോളം ഈ 4 പഞ്ചായത്തുകളിലും പിന്നെ പഞ്ചായത്ത് ഇതില്ല, പ്രസിഡന്റുമാരോ പഞ്ചായത്തോ ഉണ്ടായില്ല. ഈ തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പോലെ അല്ല. പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മൾ പഞ്ചായത്ത് അംഗങ്ങളെ തിരഞ്ഞെടുത്തതിന് ശേഷമാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അവിടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് നാട്ടുകാരാണ്. അങ്ങനത്തെ ചില സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഇവരെ രണ്ടുപേരെയും അപ്പം അന്ന് കരുണാനിധിയാണ് 2005 2006 കരുണാനിധി പറയും, ഇനി എന്തു വന്നാലും ഈ പഞ്ചായത്തുകളിൽ നമുക്ക് പ്രസിഡന്റുമാർ വേണം, ഇല്ലെങ്കിൽ നമുക്ക് നാണക്കേടാണ്. അതായത് ജുഡീഷ്യൽ സിസ്റ്റം, പത്രങ്ങൾ, മാധ്യമങ്ങൾ എല്ലാവരും ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത അധ്യായമായിട്ട് ഈ പഞ്ചായത്തുകളുടെ കഥ എഴുതാൻ തുടങ്ങി. അപ്പം അങ്ങനെ കരുണാനിധിക്ക് ഭയങ്കര ഒരു അഭിമാന പ്രശ്നമായിട്ട് പറഞ്ഞു, എങ്ങനെ ഇവിടെ പ്രസിഡന്റുമാരെ കൊണ്ടുവരണം. അങ്ങനെ കളക്ടർമാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ഒരു സംഘം രൂപീകരിച്ച് ഇവിടെ അവരുണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ ബാലുസ്വാമിയുടെ കഥയെന്ന് വെച്ചാൽ അയാൾ കീരിപ്പട്ടിയിൽ അയാൾ വേറെ ഒരു ഒരുപാട് പേരെ കൊല്ലും. ഒരു പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുകയും അഥവാ അയാൾ ഇനി ഇതിനകത്ത് വർക്ക് ചെയ്യാൻ ശ്രമിക്കുകയും വെച്ചാൽ അപ്പം കൊല്ലും. ഇന്ത്യയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചരിത്രത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലോകസഭയിൽ തിരഞ്ഞെടുപ്പ് നടക്കും, നിയമസഭയിൽ തിരഞ്ഞെടുപ്പ് നടക്കും, അപ്പോഴൊന്നും അക്രമങ്ങളോ മരണങ്ങളോ കൊലപാതകങ്ങളോ വരില്ല. പക്ഷേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉത്തർപ്രദേശിലാണേലും ബീഹാറിലാണേലും തമിഴ്നാട്ടിലാണേലും ബംഗാളിലാണെങ്കിലും ഒക്കെ 100 കണക്കിന് ആളുകളാണ് കൊല ചെയ്യപ്പെടുന്നത്. അതൊരു വല്ലാത്തൊരു പ്രതിഭാസമാണ്. അപ്പോൾ ഈ തമിഴ്നാട്ടിൽ സംഭവിക്കുകയെന്ന് വെച്ചാൽ പല തരത്തിൽ ഇവരെ കൊല്ലും ഈ പ്രസിഡന്റുമാരെ, അല്ലെ പേടിപ്പിച്ച് ഒഴിവാക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കീരിപ്പെട്ടിയിൽ ഇയാളുടെ ഒരു റിലേറ്റീവ് പിന്നെ ഒരു നോമിനേഷന് സപ്പോർട്ട് ചെയ്ത് ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ ബാലുസ്വാമി എന്ന് പറഞ്ഞ ആളുടെ കുടുംബത്തിനെ ഊരുവിലക്കും. അപ്പോൾ ഈ ബാലുസ്വാമി അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തായാലും ഊരുവിലക്കി, എന്നാൽ പിന്നെ ഞാനങ്ങ് കൊടുത്തേക്കാന്ന് പറഞ്ഞ് ഇയാളൊരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഇയാൾ മധുരയ്ക്ക് ഒളിച്ചോടും. ഒളിച്ചോടിച്ച് ഇവിടെ നിന്ന് ഇയാൾ കൊല ചെയ്യപ്പെടും. ഒളിച്ചോടുമ്പം CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തു വെച്ചാൽ CPM ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്തു. ഇയാളെ കൊണ്ട് അവരെ ഒളിപ്പിച്ച് താമസിപ്പിച്ചിട്ട് അവർ കളക്ടറോട് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇയാളെ ഞങ്ങൾ ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ കളക്ടർ നേരിട്ട് ഗ്രാമത്തിൽ പോയി. എന്നിട്ട് പറഞ്ഞു, ഇയാൾ പ്രസിഡന്റ് ആവുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇയാളെ നിങ്ങൾ ദ്രോഹിച്ചാൽ പിന്നെ നിങ്ങൾക്ക് എതിരെ കേസ് വരുമെന്നൊക്കെ പറഞ്ഞ് ഈ ഉയർന്ന ജാതിക്കാരെ വിരട്ടി ഇയാളെ പ്രസിഡന്റാക്കി. ഇയാളെ പ്രസിഡന്റ് ആയിക്കഴിഞ്ഞ് ഒരാളും ഇയാളോട് മിണ്ടത്തില്ല. അപ്പോൾ ഇയാൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തു. അങ്ങനെ 5 വർഷം ഇയാൾ പോലീസ് പ്രൊട്ടക്ഷനിൽ, നാട്ടുകാരൊന്നും മിണ്ടാതെ, നാട്ടുകാർ പേടിച്ച് മിണ്ടത്തില്ല ആണ് അവിടെ ഇത് നടത്തിയത്, ഭരണം നടത്തിയത്. അയാൾ പറയണു അയാൾ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അന്ന് തന്നെ ഞാൻ കണ്ടതാണ് ഈ പാപ്പാപ്പെട്ടിയിലെ പെരിയ കറുപ്പൻ. അയാളുടെ കഥ തിരിച്ചാണ്. അയാളെ നിർത്തിയത് അയാൾ ജോലിക്ക് കൂലിപ്പണിക്കാരനാണ്, കൃഷിപ്പണിക്കാരനാണ്. അയാൾ പണിക്ക് പൊയ്ക്കൊണ്ടിരുന്ന വീട്ടിലെ ആൾക്കാർ തന്നെയാണ്. പക്ഷേ അയാൾ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ കളക്ടർ ഇടപെട്ടിട്ട് വേഗം എന്ന് വെച്ചാൽ ഇയാളെ മാറ്റി അവിടെ നിന്ന് ഒളിപ്പിച്ച് താമസിപ്പിച്ചു. എന്നിട്ട് ഇവരോട് പറഞ്ഞു, ഇയാളെ ഞങ്ങൾ പ്രസിഡന്റ് ആക്കും എന്ന് വെച്ചാൽ പറഞ്ഞിരിക്കുവാണല്ലോ, മുഖ്യമന്ത്രി പറഞ്ഞതാണല്ലോ. അങ്ങനെ ഇയാൾ പ്രസിഡന്റ് ആകുമ്പോൾ പോലീസിനെയും വിട്ടുകൊടുത്തിട്ടുണ്ട്. പോലീസ് കൊണ്ട് പിന്നെ ഇയാൾക്ക് ഭരിക്കുകയും ചെയ്തേ പറ്റുള്ളൂ, മറ്റവർ ഇയാളെ ഉപദ്രവിക്കാൻ നിൽക്കുന്നു. അങ്ങനെ ആകെ സന്ദിഗ്ധ ഘട്ടത്തിൽ അയാൾ 5 വർഷം എങ്ങനെയോ ഭരിച്ചു കഴിഞ്ഞ് ആ സമയത്ത് അയാൾക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല, കുറേ കടമായി. അതിനൊപ്പം ഇയാൾ ഈ പോലീസുകാരെ താമസിപ്പിക്കാനായിട്ട് ചെറിയ കോൺക്രീറ്റിൽ, ഇവരൊക്കെ ഓലക്കുടിലാണ് താമസിക്കുന്നത്, ഒരു കോൺക്രീറ്റിൽ ഒരു വീടും വെച്ചു. അതിന് കുറേ കൊള്ളപ്പലിശയ്ക്ക് ലോൺ എടുക്കേണ്ടി വന്നു. അങ്ങനെ ഞാൻ അന്ന് ചെല്ലുമ്പോൾ ഇയാൾ ആകെ വല്ലാത്ത ഘട്ടത്തിലായിരുന്നു. അവരുടെ 2 പേരുടെയും ജീവിതം, കുറച്ച് പൈസയൊക്കെ നമുക്ക് ആ സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കാം എന്നല്ലാതെ വേറെ
ഇല്ല. തിരിച്ചു വന്ന് ഈ വർഷം 2023 ഞാൻ ആലോചിച്ചു, അന്ന് പോയ വഴികളിൽ ജീവിച്ച മനുഷ്യർ ഇപ്പം എന്ത് ചെയ്യുന്നു എന്നറിയാമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും പോയി. മധുരയിൽ വീണ്ടും ഉസ്ലാംപെട്ടിയിൽ പോയിട്ട് ഈ കീരിപ്പെട്ടി പാപ്പാപ്പെട്ടി സ്ഥലത്ത് വീണ്ടും ചെല്ലുമ്പോൾ ഇവരെ രണ്ടുപേരെയും കാണുകയാണ്. സത്യത്തിൽ വല്ലാത്ത നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രത്തിലൊക്കെ ഇത്ര ദുരന്തങ്ങൾ സംഭവിക്കുന്നത് ഞാൻ നേരിട്ടറിഞ്ഞ അന്നാണ്. ഈ ബാലുച്ചാമിയുടെ കഥ എന്തെന്ന് വെച്ചാൽ, അയാൾക്ക് ഒന്നും ആയില്ല അയാളുടെ ലൈഫിൽ. ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് അയാൾ കറവക്കാരനായിരുന്നു. അയാൾക്ക് കുറേ പശുക്കളുണ്ടായിരുന്നു, അയാൾ കറന്ന് പാല് വിൽക്കുമായിരുന്നു, സമാധാനത്തോടെ ജീവിച്ചിരുന്ന. പക്ഷേ ഇതിന് ശേഷം അയാൾക്ക് ഒരു മനുഷ്യരും അയാളെ ജോലിക്ക് വിളിക്കില്ല, ഉയർന്ന ജാതിക്കാർ ഇത് ചെയ്യുമെന്ന് പറഞ്ഞ്. അതും പോരാഞ്ഞിട്ട് അയാൾക്ക് പിന്നെ എങ്ങും പോകാൻ വയ്യ. അയാൾ ആ ഗ്രാമത്തിൻ്റെ അവിടെ ഒരു അമ്പലമുണ്ട്, അവിടെ ഇരുന്ന് പകൽ ഒരു ജോലിയും ചെയ്യാതിരിക്കുക. അയാളുടെ ഭാര്യ തൊഴിലുറപ്പിന് പോയിട്ടും മോള് തൊഴിലുറപ്പിന് പോയിട്ടും ഒക്കെയാണ് അയാളുടെ വീട് കഴിയുന്നത്. ആ ഭാര്യയ്ക്കും മോക്കും ജോലി പോലുമില്ല. ഇവർക്കൊന്നും ഒരു പഞ്ചായത്ത് പെൻഷനോ ഒന്നും കിട്ടത്തില്ല. അത് കഴിഞ്ഞ് പെരിയകറുപ്പൻ്റെ വീട്ടിൽ പോയി നോക്കുമ്പം പെരിയകറുപ്പൻ സ്ട്രോക്ക് വന്ന് കിടക്കുവാണ്. പെരിയകറുപ്പന് യാതൊരുവിധ ഫെസിലിറ്റീസും ഇല്ല. പെരിയകറുപ്പൻ്റെ മകളുടെ ഭർത്താവ് മരിച്ചു, ഭാര്യ തൊഴിലുറപ്പിന് പോയിട്ടാണ് അയാളും ജീവിക്കുന്നത്. അയാൾക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും വയ്യ. ഇതിനു മുമ്പ്, ഒരു വർഷം മുമ്പ്, ഇവരുടെ ഈ കീരിപ്പെട്ടി പാപ്പാപ്പെട്ടി മണ്ഡലങ്ങളുടെ അതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായതിൻ്റെ വിജയം ആഘോഷിക്കാനായിട്ട് 2022 പിന്നെ ഗാന്ധി ജയന്തിക്ക് മുഖ്യമന്ത്രി സ്റ്റാലിൻ അവിടെ വന്നിരുന്നു. ആ സ്റ്റാലിൻ പോയത് ഈ പെരിയകറുപ്പൻ കിടക്കുന്ന വീട്ടിൻ്റെ മുന്നേ കൂടെയാണ്. സ്റ്റാലിൻ അവിടെ വലിയതായിട്ട് ഇതിനെല്ലാം ഭയങ്കര ഒരു റവല്യൂഷനായിട്ട് ഇതിനെ പറയുമ്പോൾ ഇവർ രണ്ടുപേരും ഗതിയില്ലാന്ന് നിൽക്കുക. ബാലുസ്വാമി ആ മീറ്റിങ്ങിന് പുറത്തു പോയി നിന്നു, പക്ഷേ അയാളെ അകത്ത് കയറ്റിയില്ല. പെരിയകറുപ്പൻ്റെ വീട്ടിൻ്റെ മുന്നേ കൂടി പോയെങ്കിൽ ആരും പെരിയകറുപ്പൻ്റെ വീട്ടിൽ മുഖ്യമന്ത്രിയോട് പറഞ്ഞില്ല ഇയാൾ ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് കിടക്കുകയാണ്. ഇത്രയും ഇലക്ഷനിൽ നിന്നുകൊണ്ട് മാത്രമാണ് അവരുടെ ജീവിതം അവർക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെയുള്ള ചരിത്രങ്ങൾ. അതുപോലെ ഒരു സുജാത രമേശ് എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീയെ ഞാൻ കണ്ടു, തിരുവള്ളൂരിൽ പിന്നെ ഉള്ളൊരു പഞ്ചായത്തിൽ. അവർ ആസിഡ് അറ്റാക്ക് വരെ അവർക്കെതിരെ നടന്നു. അവർ ദളിതായതുകൊണ്ടും സ്ത്രീ ആയതുകൊണ്ടും. ഇങ്ങനെയുള്ള വളരെ നെഗറ്റീവായ ഒരുപാട് കഥകൾക്കൊപ്പം തന്നെ പോസിറ്റീവായി പല സ്ത്രീകളും ദളിതരും ഒക്കെ മുന്നോട്ട് വരുന്ന കാഴ്ചയും എനിക്ക് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ കാണാൻ പറ്റി. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഈ 100 കസേരകൾ കേരള കൗമുദിയിൽ എഴുതിയതിന് എനിക്ക് ആ വർഷത്തെ 2016 വി കെ മാധവൻകുട്ടി അവാർഡ് ലഭിച്ചു. പിന്നെ ദേശീയ തലത്തിൽ ലാഡ്ലി മീഡിയ അവാർഡ് 2 വർഷം 2014 2016 ഈ ഫീച്ചറുകൾക്ക് ലഭിച്ചു. അതിനൊപ്പം തന്നെ ഞാൻ ഈ ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിൽ അസംഗഡ്, ഫൈസാബാദ് എന്നൊക്കെ പറയുന്ന ഗ്രാമങ്ങളിൽ ഇങ്ങനെ നടക്കുമ്പോൾ 10 ദിവസമൊക്കെ ഇലക്ഷൻ കാലത്തൊക്കെ പോയി യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നടക്കുമ്പോഴേക്കും ഒരിക്കൽ എനിക്ക് പീരീഡ്സിൻ്റെ ഭാഗമായിട്ട് സാനിറ്ററി പാഡ് വാങ്ങാനായിട്ട് ഞാൻ അന്വേഷിച്ചു. അപ്പം നോക്കുമ്പോൾ ഒരു 4-5 കടയിൽ കയറിയിട്ടും ഒരിടത്തും അങ്ങനെ ഒരു സാധനം അവൈലബിൾ അല്ല ഈ ഉത്തർപ്രദേശിലെ ഈ സ്ഥലങ്ങളിൽ. അപ്പം ഞാനത് എന്താണ് അതിൻ്റെ കാര്യം എന്ന് അന്വേഷിച്ചപ്പോഴേക്കും ആണ് മനസ്സിലാക്കുന്നത് ഉത്തർപ്രദേശ് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏതാണ്ട് 80% ആളുകൾ ഈ ആർത്തവ സമയത്ത് ആ സ്ത്രീകൾക്ക് അത്യാവശ്യം ഒരു സാധനം പോലും ഇതിനുള്ളത് കിട്ടാറില്ല. സാനിറ്ററി പാഡ് പോയിട്ടൊരു നല്ല തുണി പോലും കിട്ടാത്ത കോടാനുകൂടി സ്ത്രീകൾ ഇന്ത്യയിലുണ്ടെന്ന് മനസ്സിലായി. അപ്പം അതിൻ്റേതായ കുറേ വലിയൊരു പഠനം ഞാൻ നടത്തുകയുണ്ടായി. അത് അവരുടെ നീൽസൺ ഫൗണ്ടേഷൻ്റെ റിസർച്ച്, പിന്നെ ഇന്ത്യയിലുള്ള പല ഭാഗങ്ങളിലും എൻ്റെ സുഹൃത്തുക്കളായ സ്ത്രീകളോടുള്ള ഇൻ്റർവ്യൂ എല്ലാം വെച്ചിട്ട് സാനിറ്ററി പാഡിൻ്റെ അന്തിമ രഹസ്യം എന്ന് പറഞ്ഞിട്ട് ഒരു ലേഖനം ഞാൻ എഴുതിയുണ്ടായി. ദേശാഭിമാനിയിൽ അത് പ്രസിദ്ധീകരിച്ചത്. അപ്പം അതിൽ ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ ചാക്ക് ഉപയോഗിച്ചും മണ്ണുപയോഗിച്ചും വൈക്കോൽ ഉപയോഗിച്ചുമൊക്കെ ദിവസങ്ങൾ കഴിക്കേണ്ടി വരുന്ന സ്ത്രീകളെക്കുറിച്ച്, ഈ പീരീഡ്സ് ആവുന്നത് കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, പിന്നെ നടന്നു പോകാൻ പറ്റാത്തത് കൊണ്ട് പഠനം നിർത്തേണ്ടി വരുന്ന പെൺകുട്ടികളെക്കുറിച്ചൊക്കെ ഉള്ള വലിയ സമഗ്രമായൊരു പഠനമായിരുന്നു അത്. അതിനും എനിക്ക് ലാഡ്ലി മീഡിയയുടെ അവാർഡ് കിട്ടുകയുണ്ടായി. അങ്ങനെ ഇന്ത്യൻ യാത്രകളിലുള്ള ഒരുപാട് അനുഭവങ്ങൾ പല തരത്തിൽ ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിപ്പം ചിന്ത പബ്ലിക്കേഷൻസ് ഇത് പുസ്തകമായിട്ട് ഉടൻ തന്നെ പുറത്തു വരുന്നുണ്ട്. ഈ പഞ്ചായത്ത് സംവരണവും എങ്ങനെയാണ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള. അപ്പം അതൊരു വലിയ അനുഭവമായിരുന്നു ശരിക്കും. അതെനിക്ക് ഈ കേരളത്തിലെ ഗ്രാമങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് കിട്ടിയ ശീലം കൊണ്ടാണ് എനിക്ക് ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് നിരന്തരം തിരിഞ്ഞ് നടക്കാനുള്ള ഒരു ഒരു ഊർജവും ആ ഒരു ഇതും കിട്ടുന്നത്. അതിനകത്ത് ഒരുപാട് നല്ല കഥകളും കാണാൻ പറ്റും, നല്ല കാഴ്ചകളും കാണാൻ
കാണാൻ പറ്റും, നല്ല അനുഭവങ്ങളും കാണാൻ പറ്റും, ഇന്ത്യയെ കുറച്ചുകൂടി ആഴത്തിൽ അനുഭവിച്ച് അറിയാൻ പറ്റും. അതാണ് ഈ ശരിക്കും പത്രപ്രവർത്തക എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും അഭിമാനകരമായ എൻ്റെ ഒരു വർക്കായിട്ട് എനിക്ക് തോന്നുന്ന അതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ റേഡിയോയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മാധ്യമരംഗത്തെ അതൊരു വലിയ അനുഭവം. മറ്റൊന്ന് പറയാനുള്ളത്, മാധ്യമരംഗത്തെക്കുറിച്ച് നമുക്കിപ്പോൾ കഴിഞ്ഞ 50 വർഷത്തെ അല്ലെങ്കിൽ ഒരു 60-70 വർഷത്തെ മാധ്യമ ചരിത്രം, മലയാള മാധ്യമ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ പുസ്തകമൊന്നും നമ്മൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഗീതാ ബക്ഷിയുമായിട്ട് ചേർന്ന് ഞങ്ങൾ അന്ന് ജീവിച്ചിരിക്കുന്ന 70 വയസ്സിന് മേലെയുള്ള പത്രപ്രവർത്തകരെ അവരുടെ വീടുകളിൽ പോയി ഇൻ്റർവ്യൂ ചെയ്യാൻ, അവർ മിക്കവാറും പേരൊക്കെ റിട്ടയർ ചെയ്തിരിക്കുമായിരിക്കും, അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചിട്ട് ഒരു ഒരു പഠനവുമായി ഇറങ്ങുന്നത്. അപ്പം കേരളത്തിലെ പല ജില്ലകളിലും വീടുകളിലിരുന്ന ജേർണലിസ്റ്റുകളെ, മുതിർന്ന ജേർണലിസ്റ്റുകളെ, അവരെല്ലാം ലെജൻസാണ്, കുലപതികളാണ്, അങ്ങനെ പോയി കാണാൻ പറ്റി. ഇപ്പം VP രാമചന്ദ്രൻ, NN സത്യവ്രതൻ, വേണുക്കുറുപ്പ്, P ഗോവിന്ദപിള്ള, പിന്നെ ജോയ് തിരുമൂലപുരം, KM റോയി, അങ്ങനെ ആ തലമുറ ഒരു 20-22 പേരെ വീട്ടിൽ പോയി കാണുകയും, അതിനകത്ത് സ്ത്രീ ആയിട്ടുണ്ടായിരുന്നത് ലീല മേനോനും പിന്നെ ബോംബെയിലെ ഫിലിം ജേർണലിസ്റ്റായ ഉദയതാര നായരെ മാത്രമാണ് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്, സ്ത്രീകളെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വലിയ വർക്ക് ഡേറ്റ് ലൈൻ എന്നുള്ള പേരിൽ പ്രസിദ്ധീകരിച്ചു. അത് കുറേ കൂടി അപ്ഡേറ്റ് ചെയ്തിട്ട് കുറേ പേര്, ഇപ്പം TVR ഷേണായി, K മോഹനൻ, പിന്നെ പഴവിള രമേശിനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇപ്പോൾ പത്രജീവിതങ്ങൾ എന്ന് പറഞ്ഞ മീഡിയ അക്കാഡമി തന്നെ അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് എഡിഷൻ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്, വേറൊരു പുസ്തകമാക്കിയിട്ട് മൊത്തം മാറ്റിയിട്ടൊക്കെ. അപ്പം അങ്ങനെ കുറേ മാധ്യമരംഗത്തെക്കുറിച്ചുള്ള ഒരു വലിയ 2 പുസ്തകങ്ങൾ, വളരെ ആഴത്തിലുള്ള പഠനങ്ങൾ ചെയ്യാൻ പറ്റി. പിന്നെ അതിനൊപ്പം തന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്, റിപ്പോർട്ടിങ്ങിനെ കുറിച്ചുള്ള പുസ്തകം ദ റിപ്പോർട്ടർ എന്നുള്ളതിനെക്കുറിച്ച് 3 മാധ്യമങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് റിപ്പോർട്ടിംഗ് ചെയ്യേണ്ടത് എന്നുള്ളൊരു പുസ്തകം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ദ റിപ്പോർട്ടർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മാധ്യമരംഗത്തെ എങ്ങനെയാണ് കുട്ടികൾ മാധ്യമങ്ങളെ ഉപയോഗിക്കേണ്ടതെന്ന്, മാധ്യമങ്ങൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞൊരു പുസ്തകം. അങ്ങനെ മാധ്യമരംഗത്തെക്കുറിച്ച് കുറേ പുസ്തകങ്ങൾ എനിക്ക് എഴുതാൻ പറ്റി. എനിക്ക് 3 കഥാസമാഹാരം എഴുതിയിട്ടുണ്ട്, ഏതാണ്ട് ഒരു 8 ബാലനോവലുകൾ എഴുതിയിട്ടുണ്ട്. പിന്നെ യാത്രാവിവരണങ്ങളാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബീനാൻഡ് റഷ്യ, അത് ഞാൻ ബീനാൻഡ് റഷ്യ ശരിക്കും മാതൃഭൂമിയിൽ വന്നതിന് ശേഷം DC ബുക്സ് 1981 പ്രസിദ്ധീകരിക്കുകയുണ്ടായി ബീനാൻഡ് റഷ്യ എന്നുള്ള പേരിൽ. അതിപ്പോഴും 45 വർഷമായി. എല്ലാ വർഷവും എന്നുള്ളതുപോലെ അതിന് എഡിഷൻ ഇപ്പോഴും വരുന്നുണ്ട്. ഏറ്റവും പുതിയ എഡിഷൻ ഇപ്പോഴും പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബീനാൻഡ് റഷ്യയ്ക്ക്. 45 വർഷവും ഏതാണ്ട് സജീവമായി നിന്ന ഒരു പുസ്തകമാണത്. പിന്നെ ബ്രഹ്മപുത്രയിലെ വീട്, ചുവടുകൾ, നദി തിന്നുന്ന ദ്വീപ്, അങ്ങനെ കുറേ യാത്രാവിവരണ പുസ്തകങ്ങൾ എനിക്ക് എഴുതാൻ പറ്റി. ഇപ്പം ഏറ്റവും പുതിയ ഇത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകം, ഏതാണ്ട് എഴുതി തീരാറായ പുസ്തകം എന്ന് പറയുന്നത് മലയാളത്തിലെ പെൺമാധ്യമ ചരിത്രമാണ്. 1886-87 കാലഘട്ടത്തിലാണ് കേരളീ സുഗുണബോധിനി എന്ന് പറഞ്ഞ് ആദ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മാസിക ഉണ്ടാകുന്നത്, ഒരു പ്രസിദ്ധീകരണം ഉണ്ടാകുന്നത്. അവിടെ തുടങ്ങിയിട്ട് 1904 ശാരദ എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടി നടത്തുന്ന ആദ്യത്തെ പ്രസിദ്ധീകരണം തുടങ്ങുന്നു. പിന്നീടുണ്ടായ ചരിത്രം, മാധ്യമരംഗത്തെ ചരിത്രം, ആരൊക്കെയായിരുന്നു ആദ്യകാല മാധ്യമപ്രവർത്തകരായ സ്ത്രീകൾ, എന്തൊക്കെയായിരുന്നു അവരെഴുതിയിരുന്നത് എന്നുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ലൈബ്രറികളിൽ പോയിരുന്ന് ഇതൊക്കെ വായിച്ച് ഇപ്പം അത് കഴിഞ്ഞ ഒരു 1900 മുതൽ 2000 വരെയുള്ള മലയാള പെൺമാധ്യമ ചരിത്രം ഞാൻ എഴുതി കഴിഞ്ഞു. അതിൻ്റെ ഫൈനൽ ഇതിലാണ്. അതിനൊപ്പം റേഡിയോയിലും ടെലിവിഷനിലും വന്ന സ്ത്രീകൾ, അവർ ആരൊക്കെയായിരുന്നു, തുടക്കകാലം, എല്ലാത്തിൻ്റെയും തുടക്കം എന്നുള്ള രീതിയിൽ 2000 വരെയുള്ള ഒരു ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് തോന്നുന്നൊരു ഞാൻ ചെയ്യുന്നൊരു നല്ല വർക്കായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഞാനൊക്കെ ജേർണലിസം പഠിക്കുമ്പോൾ നമ്മളുടെ ഞങ്ങൾക്ക് ലാംഗ്വേജ് ജേർണലിസം എന്നൊരു പേപ്പർ ഉണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഒരു സ്ത്രീയെക്കുറിച്ചും പഠിച്ചിട്ടില്ല. പക്ഷെ ഞാനിത് വായിക്കുമ്പോൾ വളരെ ശക്തരായ രീതിയിൽ 1904 തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ വളരെ ശക്തമായി സ്ത്രീ വിഷയങ്ങൾ എഴുതുകയും സ്ത്രീകളുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് ശക്തമായി തന്നെ വളരെ ആധികാരികമായും വളരെ പുരോഗമനപരമായും ചിന്തിച്ച ഒരുപാട് സ്ത്രീകളുടെ എഴുത്തും അവരിറക്കിയിരുന്ന പ്രസിദ്ധീകരണങ്ങളും ഞാൻ
എനിക്ക് കാണാൻ പറ്റി ഞാനിത് വായിക്കുന്നതിനിടയിൽ. പലരെയും എനിക്ക് അത്ഭുതത്തോടു കൂടി നോക്കുന്ന രീതിയിൽ പിന്നെ അത്രയും അത്രയും മിടുക്കരായ സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റി. ഇപ്പം ഹലീമ ബീവി എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകയെ എല്ലാവരും ആരും തന്നെ പുറത്ത് തിരിച്ചറിഞ്ഞിരുന്നില്ല. അവർ 1943 തിരുവല്ലയിലെ മുനിസിപ്പൽ കൗൺസിലറായിരുന്നു. അവർ 4 പ്രസിദ്ധീകരണങ്ങളുടെ പ്രസാധികയും എഡിറ്ററും എല്ലാം ആയിരുന്ന സ്ത്രീയാണ്. അവരുടെ പ്രസിദ്ധീകരണമായ ഭാരത ചന്ദ്രികയിൽ വൈക്കം മുഹമ്മദ് ബഷീർ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചരിത്രത്തിനകത്തുനിന്ന് മാറ്റി നിർത്തപ്പെട്ട, തിരസ്കരിക്കപ്പെട്ട ഒരുപാട് സ്ത്രീകളെ കണ്ടെത്താൻ കഴിഞ്ഞപ്പോൾ അവരെക്കുറിച്ച് എഴുതണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ പുസ്തകം ഇപ്പോൾ ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അടുത്ത വരുന്ന തലമുറയ്ക്ക് അവരുടെ മുൻഗാമികളെ, സ്ത്രീകളെക്കുറിച്ച് അറിയാനുള്ള ഒരു നല്ല അവസരം എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കാര്യവട്ടത്ത് പത്രപ്രവർത്തക വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ശരിക്കും 1984 ഞാൻ പത്രപ്രവർത്തനം പഠിക്കാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആരാധന പുരുഷനായിരുന്നു കൗമുദി ബാലകൃഷ്ണൻ. അപ്പോൾ പത്രപ്രവർത്തനം പഠിക്കുമ്പോൾ ഞാൻ തീരുമാനിച്ചു അച്ഛൻ വഴി കേട്ടിട്ടുള്ള ആ കെ ബാലകൃഷ്ണനെ കുറിച്ച് കൂടുതൽ പഠിക്കുക, കൗമുദി കേരളത്തിലെ പത്രപ്രവർത്തനത്തിന് നൽകിയ സംഭാവനകൾ പഠിക്കുക. അങ്ങനെ അതാണ് ഞാൻ ഞങ്ങളുടെ ഡെസർട്ടേഷൻ തീസീസ് എന്നൊക്കെ പറയുന്ന ആ പഠന ഗ്രന്ഥം പോലെ ഒരെണ്ണം ഉണ്ടാക്കണം ഞങ്ങൾക്ക്, അതിൻ്റെ വിഷയമാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് ഡോക്ടർ JV വിളനിലമായിരുന്നു ഞങ്ങളുടെ പ്രൊഫസർ. അപ്പം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. അങ്ങനെ ആ വിഷയം ആണ് ഞാൻ മെയിൻ ഇതിലെടുത്തത്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് കേരളത്തിൽ അന്ന് കൗമുദിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളുമായി കുറേ പേരെ പോയി നേരിൽ കണ്ടു. അത് വിവേകാനന്ദൻ, പഴവിള രമേശൻ, അവരൊക്കെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. N രാമചന്ദ്രൻ, വേണുഗോപാൽ എന്നൊക്കെ പറയുന്ന പത്രപ്രവർത്തകരെയൊക്കെ നേരിൽ പോയി കണ്ടു. യദുകുലകുമാർ. പക്ഷേ ദൂരെയുള്ളവരെ ഇപ്പോൾ തകഴി, ബഷീർ, വൈക്കം ചന്ദ്രശേഖരൻ നായർ, CR കേശവൻ വൈദ്യൻ എന്നൊക്കെ പറയുന്നവരെ, പ്രാക്കുളം ഭാസി, അങ്ങനെ കുറേ പേരുണ്ടെന്ന് കേട്ടിട്ട് അതിൽ അവൈലബിൾ ആയിട്ടുള്ള ആളുകൾക്കെല്ലാം ഞാൻ ഓരോ കത്തയച്ചു. അതായത് ഇങ്ങനെ കൗമുദിയും കെ ബാലകൃഷ്ണനും മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് സംസാരിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ. അപ്പം ചിലരൊക്കെ 2-3 വരി കത്തൊക്കെ അയച്ചു, ചിലരെല്ലാം അയച്ചതേ ഇല്ല. പക്ഷെ ഒരു ദിവസം പോസ്റ്റ്മാൻ എന്നെ വിളിച്ചിട്ട് ഒരു കവർ എനിക്ക് ഏൽപ്പിച്ചു. രജിസ്റ്റേർഡ് കത്താണ്. ഞാൻ അതിൻ്റെ കവർ നോക്കുമ്പം വൈക്കം മുഹമ്മദ് ബഷീർ അതിൻ്റെ പുറത്ത് എഴുതിയിരിക്കുകയാണ്. ഞാൻ അന്തം വിട്ടിട്ട് വലിയൊരു കത്ത് നോക്കുമ്പോൾ 18 പേജിൽ വൈക്കം മുഹമ്മദ് ബഷീർ എനിക്കൊരു കത്തയച്ചിരിക്കുകയാണ്. ഈ കത്തിന് മറുപടിയായിട്ട് അതിനകത്ത് അദ്ദേഹം എന്നെ പൊന്നമ്പിളി എന്നാണ് വിളിച്ചത്. അത് കഴിഞ്ഞ് അതിനകത്ത് കെ ബാലകൃഷ്ണനെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ വളരെ വിശദമായി എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നോട് ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ കുറേ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സൗഭാഗ്യം എൻ്റെ ജീവിതത്തിലേക്ക് ആ ഒരു കത്തോടുകൂടി വന്നു ചേർന്നു. പിന്നീട് നിരന്തരം ബഷീർ മരിക്കുന്ന അവസാനത്തെ കത്ത് പോലും എനിക്കാണ് എഴുതുന്നത്. നിരന്തരമായി കത്ത് എഴുതുക, നിരന്തരമായി അവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് ആദ്യം പോകുന്നത് ബഷീറിൻ്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ പോവുക, അവിടെ ബഷീറിൻ്റെ ഭാര്യ ഫാബി ബഷീർ, ഉമ്മച്ചി എന്നാണ് ഞാൻ വിളിച്ചിരുന്നത്, ഉമ്മച്ചിയായിട്ടും ഷാഹിന, അനീസ് മക്കളുമായിട്ടൊക്കെ വലിയ അടുപ്പമുണ്ടായി. ഒരു മകളെപ്പോലെ 2 മക്കളുണ്ടായിരുന്നിടത്ത് ഒരു മൂന്നാമത്തെ ഒരു മകളെപ്പോലെ ബഷീർ എന്നെ സ്നേഹിക്കുകയും എനിക്ക് കത്തുകൾ എഴുതുകയും എൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും എല്ലാം, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഒരുപാട് എഴുതണമെന്ന് ഇൻസ്പയർ ചെയ്യുക, അതുപോലെ തന്നെ എവിടെ ജോലിക്ക് പോകണമെന്ന് തീരുമാനിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ബഷീർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഞാൻ ബഷീറിനെ കാണുമ്പോൾ എനിക്ക് 20 വയസ്സും പരിചയപ്പെടുമ്പോൾ എനിക്ക് 20 വയസ്സും ബഷീറിന് 75 വയസ്സാണ്. 50 വയസ്സിൻ്റെ വ്യത്യാസം, 50-55 വയസ്സിൻ്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. പക്ഷെ അതൊന്നും തന്നെ ബാധകമല്ലാത്ത രീതിയിൽ ഏറ്റവും നല്ലൊരു സുഹൃത്തായിട്ട് ബഷീർ എന്നെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു എന്നുള്ളതാണ്. ഒരു കൊച്ചുകുട്ടിയോട് ഇതോടുകൂടി സംസാരിക്കുന്നതിനൊപ്പം തന്നെ വലിയൊരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ ബഷീർ പലപ്പോഴും കാര്യങ്ങൾ എന്നോട് പറയുമായിരുന്നു. പിന്നെ ബഷീറിൻ്റെ കുടുംബവുമായി ചേർത്ത് വെച്ചു ബഷീർ എന്നെ. അവരുടെ മകളുമായിട്ടാണെങ്കിലും, മകളെ തമാശ പറയാനാണെന്നുണ്ടെങ്കിലും, ഉമ്മച്ചിയെ തമാശ പറയാനാണെങ്കിലും ഒക്കെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ സ്നേഹം എനിക്ക് നൽകി. ഞാൻ ഈ കോഴിക്കോട് ഭാഗത്ത് എവിടെ പോയാലും ബേപ്പൂർ പോയി അദ്ദേഹത്തെ കണ്ട് കുറേ നേരം ഇരിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടേ വരുവുള്ളായിരുന്നു.
പൊന്നമ്പിളി എന്നുള്ള ആ വിളി പോലും എനിക്ക് തോന്നുന്നു വേറെ ആരും അത്രയും സ്നേഹത്തോടു കൂടി അങ്ങനെ ഒരു പേരിട്ട് എന്നെ വിളിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇത്ര ഈ നിരുപാധികമായി എൻ്റെ ഒന്നും അദ്ദേഹത്തിന് കിട്ടാനില്ലല്ലോ, എന്നിട്ടും എന്നെ വളരെ, ഇന്നൊക്കെ അങ്ങനെയുള്ള മനുഷ്യരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എപ്പോൾ വേണോ കയറി ചെല്ലാവുന്ന, എപ്പോൾ വേണോ എന്ത് വേണോ സംസാരിക്കാവുന്ന ഒരു ഒരു സുഹൃത്തായിട്ടും ഒരു സ്നേഹിതനായിട്ടും ഒക്കെ ബഷീർ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ബഷീർ പോയി കഴിഞ്ഞിട്ട് ഞാൻ ആ കത്തുകളൊന്നും പ്രസിദ്ധീകരിക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. 10 വർഷം കഴിഞ്ഞാണ് ആദ്യമായിട്ട് മാതൃഭൂമിയുടെ വീക്കെൻഡിൽ ഒരു കത്ത് വരുന്നത്. പിന്നീട് ആ കത്തുകൾ DC ബുക്സ് ബഷീറിൻ്റെ കത്തുകൾ എന്നുള്ള പേരിൽ പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. അതും കഴിഞ്ഞ് ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് എഡിറ്ററായിരിക്കുമ്പോഴാണ് എന്നോട് പറഞ്ഞിട്ട് ഉമ്മച്ചിയെ ഇൻ്റർവ്യൂ ചെയ്ത് വേറൊരു പുസ്തകം ബഷീർ പുസ്തകം, അത് ബഷീർ എന്ന അനുഗ്രഹം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിപ്പോൾ കുറേ എഡിഷനായി, ഇപ്പോൾ 6-7 എഡിഷനായി. അങ്ങനെ ഒരു പുസ്തകം എഴുതാൻ ബഷീറിൻ്റെ, എൻ്റെ ബഷീർ അനുഭവം, ബഷീറിനെ ഞാൻ എങ്ങനെയാണ് കണ്ടത്, ബഷീർ എന്നെ എങ്ങനെയാണ് കണ്ടത്, ആ കത്തുകളിൽ എന്തായിരുന്നു, ഞങ്ങളുടെ സ്നേഹം എന്തായിരുന്നു എന്നൊക്കെ പറയുന്ന, എന്നൊക്കെ വിവരിക്കുന്ന എൻ്റെ ഓർമ്മകൾ വെച്ചിട്ടുള്ള ഒരു പുസ്തകം. ആ പുസ്തകത്തിനെക്കുറിച്ച് എൻ്റെ ഒരു ഇതെന്തെന്ന് വെച്ചാൽ കേരളത്തിലെ സ്കൂളുകളിലെ കുട്ടികൾ ആ പുസ്തകം വായിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാര്യം വെച്ചാൽ ഒന്നാമത് നമ്മളുടെ ഈ പുതിയ മൊബൈൽ കാലത്ത് കത്തുകളും അതിനകത്തുള്ള ആർദ്രതയും ആർജവും ഒന്നും നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കുന്നില്ല. അതിനൊപ്പം തന്നെ ഒരു നല്ല സൗഹൃദം എങ്ങനെയായിരിക്കണം, നല്ല സ്നേഹബന്ധം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് ആ പുസ്തകത്തിലെ അനുഭവം ഞാൻ എഴുതിയിട്ടുള്ളത്. മനുഷ്യൻ എന്ന് പറയുമ്പോൾ അപ്രോച്ചബിൾ, നമുക്കറിയാം കുറച്ച് പ്രശസ്തി വന്നു അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ആരോ ആണെന്ന് ഒക്കെ ആയി കഴിയുമ്പോൾ അപ്രോച്ചബിൾ അല്ലാതാകുന്ന ആളുകളുടെ ഒരു വലിയ തലമുറയിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഒരു മനുഷ്യൻ, ലോക സാഹിത്യത്തിൽ തന്നെ ഇത്രയും വലിയൊരു പ്രതിഭ മറ്റ് കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പകരം വയ്ക്കാനില്ലാത്തൊരു പ്രതിഭ ആയിട്ടുള്ള ഒരാൾ സ്വന്തം വീട്ടുമുറ്റത്ത് ആർക്ക് വേണോ എപ്പം വേണോ വന്ന് കാണാവുന്ന രീതിയിൽ ഇങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ളത്, അതിനകത്തേക്ക് ഒരു വലിയ സ്ഥാനം കിട്ടി, എന്നെയും കൂടി സ്വീകരിച്ചു എന്നുള്ളതൊക്കെ വലിയ അനുഭവമാണ്. ഈ ബഷീർ എന്ന അനുഗ്രഹം വായിച്ചിട്ട് എത്രയോ പേര് എന്നോട് സ്നേഹബന്ധത്തിലായിട്ടുണ്ട്. കുട്ടികളാണെന്നുണ്ടെങ്കിലും വലിയവരാണെന്നുണ്ടെങ്കിലും ആ പുസ്തകം വായിക്കുമ്പോഴുള്ള ഒരു സന്തോഷവും സ്നേഹവും പങ്കിടാനായിട്ട് എന്നെ കാണാൻ വരാറുണ്ട്. ബഷീറിൻ്റെ ഒരു എന്താണ് ബാക്കിയായി എന്നെ കണക്കാക്കാറുണ്ട്. അതൊക്കെ വളരെ റെയറായിട്ടുള്ളൊരു അനുഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ബഷീർ എപ്പോഴും എന്നോട് പറയും നല്ലൊരു പത്രപ്രവർത്തകയാവുക, നല്ലൊരു എഴുത്തുകാരിയാവുക, അതിനൊക്കെ ഒപ്പം നല്ലൊരു മനുഷ്യ സ്ത്രീയാവുക, നല്ലൊരു മനുഷ്യനാവുക, അതാണ് പ്രധാനം. ബഷീറിൻ്റെ സാഹിത്യത്തിൽ നിന്നും ബഷീറിൻ്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് കിട്ടിയ എൻ്റെ ഒരു വലിയ പാഠശാലയാണ് ശരിക്കും ബഷീർ. എങ്ങനെയായിരിക്കണം മനുഷ്യനായിരിക്കുക എന്നുള്ളത്, കാപഢ്യങ്ങളില്ലാതെ ജെന്യുവിനായിരിക്കുക, ഒരു മനുഷ്യനെയും ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക, അതിന് പകരം സ്നേഹിക്കുക, അങ്ങനെയൊക്കെ കുറേ പാഠങ്ങൾ ബഷീർ എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിൽ നിന്ന്. അത് എൻ്റെ ജീവിതത്തിൽ കഴിയുന്നിടത്തോളം സ്വീകരിക്കാൻ ഇതുവരെ ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അതാണ് ബഷീർ എന്നുള്ള ഒരു മനോഹരമായ അനുഭവം. നമ്മൾ കേരളത്തിലെ സ്ത്രീ എഴുത്തുകാരികളുടെ, സ്ത്രീ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അനുഭവങ്ങളിൽ ഒന്ന് അതാണ്. 1995 തിരുവനന്തപുരത്ത് ഞങ്ങൾ ട്രിവാൻഡ്രം വിമൻ റൈറ്റേഴ്സ് ഫോറം ഉണ്ടാക്കുന്നത്. അന്ന് സുഗതകുമാരി, സാറ ജോസഫ്, ചന്ദ്രമതി, ലളിത ലെനിൻ, വിമല മേനോൻ തുടങ്ങി തിരുവനന്തപുരത്ത് അവൈലബിളായ എഴുത്തുകാരികളെല്ലാം കൂടി ചേർന്നാണ് ഗീതാ നസീറിൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നത്. യുവകലാ സാഹിതി വനിതാ വേദി എന്നുള്ള പേരിൽ തുടങ്ങി പിന്നീട് ഇത് ട്രിവാൻഡ്രം വിമൻ റൈറ്റേഴ്സ് ഫോറമായിട്ട് മാറുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ കാലഘട്ടത്തിൽ 96-97 കാലഘട്ടത്തിൽ തന്നെ വർഷത്തിൽ 2-3 പ്രാവശ്യം പല പരിപാടികൾ, എഴുത്തിനെ കുറിച്ചുള്ള ചർച്ചകളായിരിക്കാം, മാധ്യമരംഗത്തെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കാം, അങ്ങനെ സംഘടിപ്പിക്കുകയും സ്ത്രീകളുടേതായ ഒരു കൂട്ടായ്മ എഴുത്തുകാരികളുടെ ഇടയിൽ നിലനിർത്തുകയും ചെയ്തു. അത് ആ സ്നേഹബന്ധം ഇവരെല്ലാം ഇപ്പോൾ സുഗതമ്മ ടീച്ചറും സാറ തോമസും വിമല മേനോനും ഒക്കെ കടന്നു പോയി കഴിഞ്ഞെങ്കിലും അവരൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ ഒരു കുടുംബം പോലെ, കുടുംബാംഗങ്ങളെ പോലെയുള്ള ഒരു സൗഹൃദം ഞങ്ങൾക്കിടയിൽ ഉണ്ടായി. അതൊരു വലിയ അനുഭവമായിരുന്നു. ശരിക്കും ഞാനൊക്കെ എഴുത്തിലേക്ക് തിരിച്ചു വരാൻ കാര്യം, ഞാൻ 81 ബീനാണ്ട റഷ്യ പ്രസിദ്ധീകരിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ ജേർണലിസത്തിലും കുടുംബജീവിതത്തിലുമൊക്കെ
തിരക്കിട്ടങ്ങ് നിൽക്കുമ്പോൾ എഴുത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നത് ഈ കൂട്ടായ്മയാണ്. പിന്നീട് ഞാൻ കഥകൾ എഴുതിയതും കുട്ടികൾക്ക് വേണ്ടി നോവലുകൾ എഴുതിയതും എല്ലാം തന്നെ ഈ ഒരു കൂട്ടായ്മയുടെ ശക്തിയിലായിരുന്നു. അതുപോലെ അത് പിന്നീട് ഇപ്പോഴും എന്താണ് ആ ബന്ധങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് നെറ്റ്വർക്ക് ഓഫ് വിമൻ ഇൻ മീഡിയ, അതിൻ്റെ ചുവട് പിടിച്ച് അതിൻ്റെ അനുഭവത്തിലാണ്, ആ അനുഭവ സമ്പത്തിൻ്റെ കുട്ടിക്കാലം മുതലേ ഇത്തരം ഓർഗനൈസേഷൻസ് ഞാൻ ബാലവേദിയുമായി ബന്ധപ്പെട്ടിട്ട് യുവകലാ സാഹിത്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ കാരണം ഒരു സമൂഹ മധ്യത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് വളരെ അനായാസമായി. DAVP-യിലാണെന്നുണ്ടെങ്കിലും ഫീൽഡ് പബ്ലിസിറ്റിയിലാണെങ്കിലും ഞാൻ ചെയ്ത ജോലിയും അതാണ്, ജനങ്ങളുമായുള്ള കമ്മ്യൂണിക്കേഷൻ എന്നുള്ള. അതിൻ്റെ ബേസിസിലാണ് 2010 കേരളത്തിൽ കോഴിക്കോട് നെറ്റ്വർക്ക് ഓഫ് വിമൻ ഇൻ മീഡിയയുടെ ദേശീയ സമ്മേളനം സംഘടിപ്പിക്കാനുള്ള അവസരം കിട്ടിയത്. അന്ന് സുചിത്ര, വിധു വിൻസെൻ്റ് ഇവർ രണ്ടുപേരും ഇംഫാലിൽ 2009 നടന്ന ദേശീയ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇങ്ങനെയൊരു ഇത് കേരളത്തിൽ സംഘടിപ്പിക്കണം എന്ന് പറയും. ആദ്യം അത് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇവിടെ ചിലർക്ക് അതിനകത്ത് താല്പര്യമില്ലായ്മ ചില വനിതാ ജേർണലിസ്റ്റുകൾ പ്രകടിപ്പിച്ചത് കാരണം അത് കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നു. അങ്ങനെ കോഴിക്കോട് വളരെ സക്സസ്ഫുള്ളായി. അതിനു മുമ്പോ അതിന് ശേഷമോ നടന്നിട്ടില്ലാത്ത രീതിയിൽ ഏറ്റവും വലിയ ഒരു ശക്തമായ, അല്ല ശക്തം എന്നല്ല, അതൊരു വളരെ സക്സസ്ഫുള്ളായ ഒരു സമ്മേളനമായിരുന്നു അത്. അതിനുശേഷമാണ് കേരളത്തിൽ നെറ്റ്വർക്ക് ഓഫ് വിമൻ ഇൻ മീഡിയ ഇത് ആവശ്യമാണ്, മാധ്യമപ്രവർത്തകരായ സ്ത്രീകളുടെ ഇടയിൽ ആവശ്യമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ പേര് കോഴിക്കോട് റെജിയും ചിത്ര, റെജി, പിന്നെ തിരുവനന്തപുരത്ത് ഞാൻ മീരാശുവായിരുന്നു, പിന്നെ എറണാകുളത്ത് വരെ രണ്ടുപേർ, അങ്ങനെ നമ്മൾ 3 മേഖലകളായി തിരിച്ചുകൊണ്ട് നെറ്റ്വർക്ക് ഓഫ് വിമൻ ഇൻ മീഡിയ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ആദ്യകാലത്തൊക്കെ എല്ലാവർക്കും ഇതിനോടൊരു പുച്ഛമോ അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവോ ആരും ഇതിനൊന്നും വരില്ലായിരുന്നു. ഇങ്ങനൊരു സാധനം സ്ത്രീകൾക്ക് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒന്നും തന്നെ കേൾക്കാതെ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സെമിനാറുകൾ, ചർച്ചകൾ, ഫിലിം സ്ക്രീനിങ്ങുകൾ, പുസ്തക പ്രകാശനങ്ങൾ ഒക്കെ ഇങ്ങനെ ഒന്നും പ്രതിഫലേച്ഛ ഇല്ലാതെ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു നിരന്തരം. അങ്ങനെ മാധ്യമരംഗത്തെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ പറ്റി. ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് മംഗളം സമരം നടക്കുന്ന സമയത്ത് നമുക്ക് ഇടപെടാനും ഇങ്ങനെ ഒരു സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് ഹണി ട്രാപ്പിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട്. ഇപ്പം ശരിക്കും എൻ്റെ വീട്ടിലായിരുന്നു നമ്മൾ ഇവിടെ ഇരുന്നാണ് ആ പോസ്റ്ററൊക്കെ എഴുതിയത്. മംഗളം ഓഫീസിൻ്റെ മുന്നേ സമരത്തിലേക്ക് പോകാനും ഒക്കെയുള്ള പൊതുരംഗത്തേക്ക്, പൊതുവഴികളിൽ സമരത്തിലേക്ക് പോകാനുള്ള ധൈര്യത്തോടു കൂടി നമ്മൾ ഇറങ്ങിയത് ഈ നെറ്റ്വർക്ക് ഓഫ് വിമൻ ഇൻ മീഡിയ ആ കാലത്ത് ചെയ്ത വലിയ ഇതായിരുന്നു. പിന്നീട് അത്തരമൊരു ധൈര്യം ഒരു ചാനലും കാണിച്ചില്ല സ്ത്രീകളെ ഉപയോഗിക്കാനായിട്ട്. അതുപോലെ തന്നെ പ്രസ് ക്ലബിൽ ഒരു സദാചാര പോലീസിങ് നടന്നപ്പോഴും നെറ്റ്വർക്ക് ഓഫ് വിമൻ ഇൻ മീഡിയയ്ക്ക് ശക്തമായിട്ട് ഇടപെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ഇതുപോലെയുള്ള പിന്നെ പണ്ട് ആദ്യം വയലാർ രവി ഒരു മാധ്യമപ്രവർത്തകയോട് മോശമായി പെരുമാറിയപ്പോൾ നെറ്റ്വർക്ക് ഓഫ് വിമൻ ഇൻ മീഡിയ പോയി പറഞ്ഞിട്ടാണ് ശരിക്കും മാപ്പ് പറയുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലും മാധ്യമപ്രവർത്തകരായ വനിതകൾക്ക് എതിരെ ഉണ്ടായ എല്ലാ ആക്രമണങ്ങളെയും എല്ലാ അപമാനങ്ങളെയും കൂടെ നിന്ന് പ്രതിരോധിക്കാനും സമരം ചെയ്യാനും ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കോവിഡോടുകൂടി ആ ഒരു പ്രവർത്തനം ശരിക്കും അത്രയും വലിയൊരു ഇതിലേക്ക് അത് പിന്നെ തുടർന്ന് പോയിട്ടില്ല. അത് പതുക്കെ അതങ്ങ് വാനിഷ് ചെയ്ത പോലെ ആയി. അപ്പോഴാണ് നമ്മൾ ചിലർ ചേർന്നിട്ട് ഒരു സ്വതന്ത്രമായി ഈ നെറ്റ്വർക്ക് ഓഫ് വിമൻ ഇൻ മീഡിയയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്തെന്ന് വെച്ചാൽ അവർക്ക് ദേശീയ തലത്തിലുള്ള ഒരു നെറ്റ്വർക്കുണ്ട്. ആ നെറ്റ്വർക്കിനെ നമ്മൾ അംഗീകരിക്കുകയും അവർ പറയുന്ന പ്രവർത്തനങ്ങൾ മാത്രം നടത്തണം എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നതുകൊണ്ട് സ്വതന്ത്രമായി ഞങ്ങൾ കുറേ പേര് ചേർന്നിട്ട് ക്രിയേറ്റീവ് വിമൻ കളക്റ്റീവ് എന്നുള്ള രീതിയിൽ സമൂഹത്തിലെ ഓരോരോ പ്രശ്നങ്ങളിൽ ഇടപെടാമെന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി. ഇപ്പോൾ ഈ ക്രിയേറ്റീവ് വിമൻ കളക്റ്റീവിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ചർച്ചകൾ സംഘടിപ്പിക്കുക. നമ്മുടെ ഇവിടെ ജെൻഡർ ജസ്റ്റിസിനും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നിരന്തരമായി എല്ലാ മാസവും എന്ന പോലെ ആളുകളെ കൊണ്ടുവന്ന് ചർച്ചകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മാസം നമ്മൾ ഈ മാസം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറുന്ന കേരളവും എന്നുള്ള ഒരു ചർച്ച സംഘടിപ്പിച്ചു. അതിനകത്ത് ചന്ദ്രമതിയാണ് ഉദ്ഘാടനം ചെയ്തത്. ബീന പോള്, പിന്നെ സജിത മഠത്തിൽ തുടങ്ങി WCCയുടെ ആൾക്കാർ, പിന്നെ സീമ ജെറോം, പിന്നെ രാധിക വിശ്വനാഥ് ടെക്നോ പാർക്കിൽ നിന്നുള്ള ആൾക്കാർ, അങ്ങനെ പല മേഖലയിലുള്ള ആൾക്കാർ വന്നിട്ട് ജെൻഡറിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. അത് തുടർന്ന് എല്ലാ മാസവും ഇത്തരം ചർച്ചകളിലൂടെ
അത് യൂട്യൂബ് ചാനലിൽ കൂടി കാണിക്കുന്നതിലൂടെ ബീനകണ്ട ലോകം എന്നുള്ള എനിക്കൊരു യൂട്യൂബ് ചാനൽ ഞാൻ ഈ റിട്ടയർമെൻറ്റിന് ശേഷം തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ ഇതുപോലെയുള്ള മാധ്യമരംഗത്തുള്ള പ്രവണതകൾ, എൻ്റെ അനുഭവങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇത്തരം ചർച്ചകളും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വളരെ സന്തോഷകരമായ വേറൊരു അനുഭവമാണ്, മലയാളത്തിലെന്നല്ല ലോകത്തിലൊരിടത്തും നടത്താത്ത ഒരു പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് പങ്കാളിയാകാൻ എനിക്ക് പറ്റി. അതായത് തിരുവനന്തപുരത്തെ കുറേ സ്ത്രീകൾ, മാധവിക്കുട്ടി മരിച്ചു കഴിഞ്ഞപ്പം നമുക്ക് പൊതുസ്ഥലത്ത്, സ്ത്രീകൾക്ക് പൊതുസ്ഥലം കേരളത്തിലില്ല. പൊതുസ്ഥലത്ത് സ്ത്രീ പോയിരുന്ന് വർത്തമാനം പറയുക എന്ന് പറയുന്നത് ഒരു രീതിയല്ല കേരളത്തിൽ. അപ്പം ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ അമ്മാവന്മാർ 4 പേരാണ്. എൻ്റെ ഏറ്റവും മൂത്ത അമ്മാവൻ ഞാനായിട്ട് 3 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അമ്മാവന്മാർ 4 പേരും സന്ധ്യയാകുമ്പോൾ പുറത്തു പോകും. ഞാനും എൻ്റെ അനിയത്തി ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ അമ്മയോട് പറയും ഞങ്ങൾക്കും പോകണം എന്ന് പറയുമ്പോൾ അമ്മ പറയും നിങ്ങൾ പെൺകുട്ടികളാണ്, നിങ്ങൾക്ക് സന്ധ്യയ്ക്ക് പുറത്തൊന്നും പോയിക്കൂടാന്ന്. അപ്പം ഞാൻ ഇവരോട് ചോദിക്കും നിങ്ങൾ എവിടെയാണ് പോകണം? അപ്പോൾ അവർ പറയും ഞങ്ങൾ മറ്റേ റോഡിൽ പോയി നിന്നിട്ട്, പേരൂർക്കട ജംഗ്ഷനിൽ പോയി നിന്നിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ വരും. അപ്പോൾ എനിക്ക് എപ്പോഴും സങ്കടമാണ്, ഇങ്ങനെ ഒരു അനുഭവം നമുക്കില്ലല്ലോ. അങ്ങനെ എന്നെ പോലെ ചിന്തിച്ച കുറേ പേര് ചേർന്നിട്ട് ഇടം എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി. ആദ്യം നമ്മൾ ഗാന്ധി പാർക്ക്, കനകക്കുന്നിലൊക്കെ ആയിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. പിന്നീട് എന്തുകൊണ്ട് പൊതു ഇടത്തിൽ സ്ത്രീക്ക് ഒരു സ്പേസ് ഉണ്ടാക്കിക്കൂടാന്നുള്ള നമ്മുടെ ചിന്തയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ മാധവക്കുട്ടി മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാനവീയ വീഥിയിൽ ഒരു നീർമാതള മരം നട്ടു. അപ്പോൾ ആദ്യം ഒരു കുഞ്ഞു മരമാണ്, സുഗതകുമാരിയാണ് നട്ടത്. അപ്പോൾ ആ മരത്തിനെ പിന്നെ പരിപാലിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് നടന്ന്, തൈക്കാട് നിന്ന് നടന്ന് മാനവീയ വീഥിയിൽ ദിവസവും നടക്കാൻ പോകുമ്പോൾ ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ അതിനെ ഒഴിച്ച് പിന്നെ അതിനകത്ത് ഈ നീലി ബഗ എന്നൊക്കെ പറയുന്നത് വരും. അപ്പം നമ്മൾ പുകയില കഷായം, വെളുത്തുള്ളി കഷായമൊക്കെ ഉണ്ടാക്കി അതിനെ ഒഴിച്ച് അതിനെ വളർത്തിയെടുത്തു. പിന്നെ അതിനൊരു അഗ്രികൾച്ചർ ഓഫീസർ വന്ന് അതിന് വേണ്ട പിന്നെ വളവും മരുന്നും ഒക്കെ ഇട്ട് ഇപ്പോൾ അതൊരു വലിയ മരമാണ്. അതൊരു സ്മാരകമായി മാറി. അപ്പം ഒരു എഴുത്തുകാരിക്ക്, പിന്നെ ഒരു നഗരത്തിലെ സ്ത്രീകൾ, എഴുത്തുകാരികളും പത്രപ്രവർത്തകരും ഒക്കെ ആയ സ്ത്രീകൾ ചേർന്നുണ്ടാക്കിയ ഒരു സ്മാരകം. ഇപ്പം അത് കേരളം മുഴുവൻ ഈ നീർമാതളത്തെ അറിയാം, ഈ നീർമാതള ചുവടറിയാം. മാനവീയ വീഥിയിൽ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവർ നവീകരിച്ചപ്പോഴും ഈ മരത്തെ മാത്രം അവർ സംരക്ഷിച്ചുകൊണ്ടാണ് പിന്നെ അത് നവീകരിച്ചത്. ഈ മരത്തിന് ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിലും പല സ്ഥലത്തു നിന്ന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ പോയിട്ടാണ് നമ്മൾ കാണുന്നത്. സന്ധ്യയ്ക്ക് നമ്മൾ അതിൻ്റെ ചുവട്ടിൽ പോയി ഇരിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു സ്ത്രീകൾക്ക്. അതിനടുത്ത സ്ഥലം ഉടൻ തന്നെ സ്ത്രീകളുടേതായ ഒരു ഇടമായി പ്രഖ്യാപിക്കുന്ന സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ഒരു പരിപാടി ഉണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ സ്ത്രീകളെ പബ്ലിക് പ്ലേസിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് നമ്മുടെ ചിന്തയുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള നിലയ്ക്കോ, എഴുത്തുകാരി എന്നുള്ള നിലയ്ക്കോ, സാമൂഹ്യ പ്രവർത്തക എന്നുള്ള നിലയ്ക്കോ നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ ഈ നീർമാതള മരത്തെ തോന്നുന്നത്. ഞങ്ങൾ കാൽപ്പനികവൽക്കരിച്ച് എല്ലാവരും അമ്മമാരാണെന്നൊക്കെ പറയുമായിരുന്നു ഈ മരത്തിൻ്റെ. പക്ഷേ എങ്കിൽ പോലും നീർമാതള മരം നട്ട മെയ് 31 നമ്മൾ അതിൻ്റെ ചുവട്ടിൽ പായസം ഉണ്ടാക്കി അതിൽ പോകുന്നവർക്ക് വിതരണം ചെയ്യും. പായസം പുറത്തുനിന്ന് വരുത്തിക്കും, അല്ലെങ്കിൽ അതിന് വളയിട്ടും മാലയിട്ടും എല്ലാം പിന്നെ അലങ്കരിക്കും. ഇപ്പോൾ സുഗതകുമാരി ടീച്ചറിൻ്റെ അവസാനത്തെ പിറന്നാൾ പോലും നമ്മൾ അതിൻ്റെ ചുവട്ടിലാണ്. ടീച്ചർ മരിച്ച വർഷം ഈ 2020 ആദ്യം ജനുവരിയിൽ ടീച്ചറിൻ്റെ പിറന്നാൾ അതിൻ്റെ ചുവട്ടിലാണ് ആഘോഷിച്ചത്. ഒരുപാട് വിവാഹ സൽക്കാരങ്ങൾ എന്ന് വെച്ചാൽ രജിസ്റ്റർ മാരേജൊക്കെ നടത്തിയിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ മക്കൾ അവിടെ വന്നിട്ടാണ് ആഘോഷിക്കാറുള്ളത്. ഒരുപാട് പുസ്തക പ്രകാശനങ്ങൾ അതിൻ്റെ ചുവട്ടിൽ നടത്തിയിട്ടുണ്ട്. ഒരുപാട് പിന്നെ സമരങ്ങൾ അതിൻ്റെ ചുവട്ടിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതൊരു സ്ത്രീകൾക്ക് എങ്ങനെയാണ് ജൈവികമായി ഒരു സമൂഹത്തിനകത്ത് ഇടപെടാം എന്നുള്ള നമ്മുടെയൊക്കെ ചിന്തയുടെ ഭാഗമായിട്ട് വന്നതാണ്. ആ നീർമാതള മരം പൂക്കുമ്പം ഒരുപാട് പേര് കാണാൻ വരാറുണ്ട്. അപ്പം എല്ലാ പ്രാവശ്യവും നമ്മൾ അതിൻ്റെ ചുവട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഈ നഗരത്തിന് കൊടുക്കാൻ കഴിഞ്ഞല്ലോ, ഇങ്ങനെ ഒരു മരം മാധവിക്കുട്ടിയെ ഓർക്കാനായിട്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ പൊതുരംഗത്ത് ശരിക്കും എനിക്ക് തോന്നി, ഞാൻ 10 വർഷം മുമ്പ്, ഇപ്പോൾ 50 വർഷം കഴിഞ്ഞു, 50 വർഷമായിട്ടുള്ള ഒരുപാട് ഇടപെടലുകളിൽ ഏറ്റവും സാർത്ഥകമായ ഒരു അനുഭവമാണ് ഈ നീർമാതള മരവും അതിൻ്റെ ചുവട്ടിലെ ഇടം കൂട്ടായ്മയും ഒക്കെ. കുട്ടിക്കാലം മുതൽ യാത്ര എന്ന് പറയുമ്പം എനിക്കതൊരു സ്വാഭാവികമായ ഒരു കാര്യമായിരുന്നു. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ മർച്ചൻ്റ് നേവിയിലായിരുന്നത് കൊണ്ടും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഈ കത്തുകൾ അയക്കുന്നു, അച്ഛൻ പോകുന്നു, അവിടുത്തെ കാര്യങ്ങൾ, ഇപ്പോൾ വ്യൂ മാസ്റ്റർ എന്ന് പറയുന്നതിൽ കൂടെ അവിടുത്തെ കാഴ്ചകൾ കാണും, പോസ്റ്റ് കാർഡുകൾ. ഇപ്പോൾ അച്ഛൻ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് കളക്ട് ചെയ്ത പോസ്റ്ററുകൾ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് ഒരുപാട്. അതുപോലെ തന്നെ അച്ഛൻ എടുത്ത ഫോട്ടോഗ്രാഫ്സ് 1955 തോന്നുന്നു അച്ഛൻ പോയത്. ആ കാലം മുതലുള്ള ലോകത്തിൻ്റെ
അപ്പോൾ അച്ഛൻ വലിയൊരു ക്രേസി ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പോൾ ആ ക്യാമറകൾ, അച്ഛൻ്റെ ക്യാമറകൾ തന്നെ പലതരം ക്യാമറകൾ എൻ്റെ കയ്യിലുണ്ട്. അതിനൊപ്പം തന്നെ ഈ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് എടുത്ത ഫോട്ടോകളുണ്ട്. ആ രാജ്യങ്ങളിൽ ആ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാവണം എന്നില്ല, വേറെ ആയി കാണും എല്ലാം. പക്ഷെ നമ്മുടെ വീട്ടിലെ ആൽബങ്ങളിൽ അച്ഛൻ ഇങ്ങനെ അത് നിറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ ബീനാകണ്ട ലോകത്തിൽ ഒരു എപ്പിസോഡ് തന്നെ ചെയ്തിരുന്നു. എന്തെന്ന് വെച്ചാൽ ഈ സ്ഥലങ്ങൾ ആർക്കെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ, ഇപ്പോൾ അത് ആഫ്രിക്കയിലോ ലണ്ടനിലോ ഫ്രാൻസിലോ ഒക്കെ ഉള്ള തെരുവീതികളിൽ കൂടി അച്ഛൻ പോയിട്ട് എടുത്തിരിക്കുന്ന ഫോട്ടോസ്, ചില മനുഷ്യർ മൗറീഷ്യസിൽ അവിടെയൊക്കെ പോയിട്ടുള്ള ആളുകളുമായിട്ട് നിന്നെടുത്തുള്ള പള്ളികളിൽ, അങ്ങനെ ഒരു വലിയ ഒരു 200-250 ഫോട്ടോഗ്രാഫ്സ് ലോകത്തിൻ്റെ പല കാലത്ത് ഒരു 50-60 വർഷത്തെ ഫോട്ടോഗ്രാഫ്സ് നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം വഴി അച്ഛൻ അതുപോലെ നന്നായി എഴുതുന്ന ആളായിരുന്നു. അപ്പോൾ അച്ഛൻ ഓരോ സ്ഥലത്തും പോകും. ഇപ്പോൾ തായ്തി ഐലൻഡിൽ പോകണു, അവിടുത്തേനെക്കുറിച്ച് വിശദമായി എഴുതും. ഫ്രാൻസിൽ പോകണു, അവിടുത്തെ സ്ത്രീകൾ എങ്ങനെയാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഒരു ഇതെന്തെന്ന് വെച്ചാൽ, ജെൻഡർ എന്ന് പറയുന്നത് ഈ എല്ലാ വീടുകളിലും എൻ്റെ തലമുറയിലെ സ്ത്രീകൾ ജെൻഡറിൻ്റെ എല്ലാ ദോഷങ്ങളും അനുഭവിച്ച് വളർന്ന തലമുറയാണ്. പക്ഷെ ഞാനത് അനുഭവിച്ചിട്ടില്ല. കാര്യം വെച്ചാൽ എൻ്റെ അച്ഛൻ ലോകം കണ്ട മനുഷ്യനായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് എൻ്റെ അമ്മയ്ക്കും അതറിയത്തില്ലായിരുന്നു. അച്ഛൻ അമ്മയെ ഒരിക്കലും തന്നെ ഈ ഒരു കുടുക്ക് ഇതിനകത്ത് പെടുത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഈ ജെൻഡർ എന്തെങ്കിലും ഒരു പെണ്ണാണെന്ന് പറഞ്ഞിട്ട് ഒരു പരിമിതിയും എൻ്റെ വീട്ടിലില്ലായിരുന്നു. അതുപോലെ എൻ്റെ കുട്ടിക്കാലത്ത് എന്നെ കാണാൻ വരാൻ ഞാൻ ബാല്യവേദിയിലാണെങ്കിലും തുടർന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ നിൽക്കുമ്പോഴും എൻ്റെ പുരുഷ സുഹൃത്തുക്കൾക്ക് വീട്ടിൽ വരാനോ അവരുടെ കൂടെ പുറത്തു പോകാനോ അതിലൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ പറയുന്ന യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഞങ്ങളുടെ വീട്ടിലില്ലായിരുന്നു. അതായത് ഇന്ന് നമ്മൾ പറയുന്ന ഈ ജെൻഡർ എന്ന് പറയുന്ന ജെൻഡർ ബോധത്തോടു കൂടിയാണ് അന്ന് എന്നെ വളർത്തിയത്. ആ ഒരു പരിമിതികളെ, സ്ത്രീ ആയതുകൊണ്ട് നിനക്ക് ഈ പരിമിതി ഉണ്ട് എന്നൊന്നും എൻ്റെ അച്ഛനും അമ്മയും എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല, എൻ്റെ വീട്ടിൽ അനുഭവിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്ര എനിക്ക് സ്വാഭാവികമായിരുന്നു അന്നും ഇന്നും. ഞാൻ സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് യാത്ര ചെയ്യാൻ പാടില്ല എന്നൊന്നും ആരും എൻ്റെ അടുത്ത് വീട്ടിൽ പറയത്തില്ലായിരുന്നു. ഞാൻ വിവാഹം കഴിയുമ്പോഴാണ് ശരിക്കും എനിക്ക് വേറൊരു വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഒരു സ്ത്രീ എന്ന് പറയുന്നത് വേറെ ഒരു ഇതാണെന്ന് തന്നെ മനസ്സിലാവുന്ന തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ പിന്നീടാണ് വരുന്നത്, ലൈഫിലുണ്ടാവുന്നത്. എൻ്റെ കുടുംബത്തിലോ എൻ്റെ വീട്ടിലോ എനിക്ക് അതില്ലായിരുന്നു. ഇപ്പം എൻ്റെ അമ്മയാണെങ്കിലും ഞാൻ വിചാരിക്കും അമ്മയ്ക്ക് അത്തരം ഒരു ലിമിറ്റേഷൻസ് അച്ഛൻ കൽപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ട് അമ്മയ്ക്ക് അമ്മ കുട്ടിക്കാലത്ത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആദ്യം എൻ്റെ ഓർമ്മ ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി വായിക്കുന്ന അമ്മയാണ്. അച്ഛൻ ബോംബെയിൽ നിന്ന് വരുമ്പം കരഞ്ജിയുടെ ബിൽസ് കൊണ്ടുവന്ന് അമ്മയ്ക്ക് വായിക്കാൻ കൊടുക്കും. അതുപോലെ അമ്മ ഷേക്സ്പിയർ വായിക്കുന്നു, മാതൃഭൂമി വീക്കിലി വായിക്കുന്നു. എല്ലാ തരത്തിലും ഉള്ള പുതിയ ചിന്താഗതികൾ, പുതിയ ഫാഷൻ, അങ്ങനെ വേറൊരു വീടായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് യാത്ര പോകാൻ ഒരു വിഷമവും ഇല്ലായിരുന്നു. അവിടെ നിന്ന് യാത്ര പോകുമ്പം അതുപോലെ തന്നെ ഇപ്പം എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയും എനിക്ക് എവിടെ പോകാനും രാത്രി ഒരു 7 മണിക്ക് അകത്ത് വീട്ടിൽ കയറണം എന്നല്ലാതെ, അന്ന് പരിമിതമായ വാഹന സൗകര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്താണ് ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ യാത്ര ചെയ്ത് തുടങ്ങുമ്പോഴും ഞാൻ കുട്ടി കഴിഞ്ഞ് ഞാൻ യൗവനത്തിലെത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ജെൻഡർ എന്നൊക്കെ പറയുന്നത് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യകാലത്ത് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭാഗ്യത്തിന് DAVPയിലൊക്കെ അങ്ങനൊരു ജോലിയും കിട്ടി. അപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ അന്ന് ഞാൻ സ്വാഭാവികമായും യാത്ര ചെയ്യാൻ ഇതിലാണ് പോകുന്നത്, സ്ത്രീകളുടെ കമ്പാർട്ട്മെൻറ്റിലാണ്, ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ്. അവിടെ എല്ലാം കാണുന്ന സ്ത്രീകൾ ജോലി ചെയ്യും, രാവിലെ വേണാട് എക്സ്പ്രസ്സിൽ പോകണു, അവർ പച്ചക്കറി അരിയുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു കാലമാണ് ആദ്യകാലത്തുണ്ടായിരുന്നത്. പിന്നെ എവിടെ പോയാലും അതിൻ്റെ ചുറ്റുമുള്ള കാണുന്ന സ്വഭാവമുണ്ട്. അപ്പം ഞാൻ അതെല്ലാം കണ്ടിട്ട് വരും. എനിക്കതൊരു സഹജമായ കാര്യമായിരുന്നു. ഇത് അങ്ങനെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്നാണ്. പിന്നെ യൂഷ്വലി ഇപ്പം ഞാൻ ഒരിക്കൽ ബഷീറിനെ കാണാൻ പോകുമ്പോൾ ഞാൻ കോഴിക്കോട് നിന്ന് ബസ് കയറുന്ന മുതൽ ബഷീറിൻ്റെ വീട് വരെ ഒരുത്തൻ എൻ്റെ പുറകെ വന്നു. എന്നിട്ട് ബഷീറിൻ്റെ വീടിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ബഷീർ പിന്നെ പേടിച്ചിട്ട് സന്ധ്യയ്ക്ക് എന്നെ വേറെ വഴി വിട്ടു, നീ ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ പോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിനെയൊക്കെ എന്തെങ്കിലും തരത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് പേടിച്ച് യാത്ര ചെയ്യാതിരിക്കുന്ന ഒരു ശീലം ഞാൻ ഒരു കാലത്തും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ നമ്മളെ ഒരാൾ തോണ്ടിന്നിരിക്കാം, അല്ലെങ്കിൽ അയാൾ നമ്മളെ തുറിച്ചു നോക്കിന്നിരിക്കുക, അതൊക്കെ അപ്പം തന്നെ ഡീൽ ചെയ്താണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ സ്ത്രീകളിൽ യാത്ര ചെയ്യുമ്പോഴുള്ള സേഫ്റ്റിയുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഞാനത് നേരിട്ടിട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷെ അത് എൻ്റെക്ക് നേരിട്ടാൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ DAVP ചേരുമ്പോഴും ആകാശവാണി ചേരുമ്പോഴും ഒക്കെ എനിക്ക് എതിരുണ്ട് പെണ്ണാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഈ യാത്രയിലെ പ്രശ്നങ്ങളെ ഞാൻ ഡീൽ ചെയ്തത്. ആദ്യകാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഹോട്ടലില്ല,
ഇപ്പോഴും അത് തന്നെയാണ്. ഒരു ഹോട്ടലിൽ താമസിച്ചാൽ എനിക്കിപ്പോഴും ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഒരു വലിയ പേടിയുണ്ട്. എന്ന് വെച്ചാൽ ഈ ഇങ്ങനെയുള്ള ഒരു ലോക്കുണ്ട്, നമുക്ക് അകത്തുനിന്ന് പെട്ടെന്ന് തുറക്കാൻ പറ്റും. നമ്മൾ രാത്രി മുഴുവൻ പേടിയാണ്, അതിൽ കുറ്റിയും കാണത്തില്ല ചില ഹോട്ടലിലൊന്നും. അപ്പോൾ ഇത് തുറക്കുമോ എന്നുള്ളത് അത് പെണ്ണായതുകൊണ്ട് മാത്രം നമ്മൾ അനുഭവിക്കുന്ന ഒരു പേടിയാണ്. അതുപോലെ രാത്രി ഒരാളുടെ കൂടെ വണ്ടിയിൽ നമ്മളൊരു ടാക്സിയിലാണെങ്കിലും പോകുമ്പോൾ ഇയാൾ എന്നെ ആക്രമിക്കുമോ എന്നുള്ള പേടി, ആ പേടിയോടുകൂടിയാണ് നമ്മൾ പോകേണ്ടത്. ഒരിടത്ത് ചെന്ന് ഇറങ്ങുമ്പം നമ്മൾ എങ്ങനെയായിരിക്കും, എനിക്ക് തന്നെ ചില രാത്രികൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഓട്ടോറിക്ഷയിൽ രാത്രി നമ്മൾ ട്രെയിനിലൊക്കെ വരുമ്പോഴേക്കും ചില ഓട്ടോറിക്ഷക്കാർ വഴിതെറ്റിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചത്, പിന്നെ എൻ്റെ പത്രപ്രവർത്തകരായ സുഹൃത്തുക്കളെ വിളിച്ച് അവർ എന്നെ രക്ഷിക്കാൻ വന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് അതിനെല്ലാം നേരിട്ട ഒരു കാലത്താണ് ഞാൻ സ്വാഭാവികമായി അങ്ങ് നേരിടുമായിരുന്നു. എനിക്ക് നിയമങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതുള്ള കാലത്തല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രിമിറ്റീവ് യാത്രക്കാരി എന്ന് പറയാം. ടിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിൽ പോകണം, ടിക്കറ്റ് എടുക്കണം, ക്യൂ നിൽക്കണം, ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ പാട്, ഫോണൊന്നും ഇത്രയും ഇതില്ല. അങ്ങനെയെങ്കിൽ പോലും എനിക്ക് യാത്ര ചെയ്യണം തോന്നിയുകൊണ്ട് ഞാൻ നിരന്തരമായി ആ കാലത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പം ചില വടക്കൻ ഇന്ത്യയിൽ യാത്ര ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയ ഒരു കാലമാണ് ഇപ്പോൾ ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കൊണ്ട് ഞാൻ കാണുന്നത്. നിരന്തരമായി സ്ത്രീകൾ യാത്ര ചെയ്യുകയാണ്. സ്ത്രീകളുടെ യാത്രാ സംഘങ്ങൾ, സോളോ യാത്രകൾ. ഇതുവരെ ഞങ്ങൾ എത്രയോ തലമുറകൾ വീട്ടിനകത്ത് അനുഭവിച്ച അസ്വാതന്ത്ര്യത്തെ പരസ്യമായി ധിക്കരിച്ചുകൊണ്ട് അതെല്ലാ ബന്ധനങ്ങളും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു വലിയ പുതിയ തലമുറയാണ് നമുക്കുള്ളത്. അവരും ഹോട്ടലുകളിൽ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. അവരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും സാനിറ്ററി പാഡ് പോലും ഇല്ലാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്ക് വരും. സ്ത്രീ ആയതുകൊണ്ട് മാത്രം ടോയ്ലറ്റുകൾ സജ്ജീകരണങ്ങളില്ലാത്ത നാടുകളിൽ പോയി ഇത് ചെയ്യണം. ഇപ്പം ഞാനൊക്കെ തന്നെ പലപ്പോഴും യാത്ര ചെയ്യുമ്പോൾ പാടത്തും പറമ്പത്തും ഒക്കെ നമ്മൾ ടോയ്ലറ്റിൽ മൂത്രം ഒഴിക്കേണ്ടി വരാറുണ്ട്. അത്തരം എല്ലാം ഉണ്ട്. പക്ഷേ ഈ തലമുറ യാത്ര ചെയ്യുന്നത് ഒരു എന്താണ്, ഇതുവരെ കിട്ടാത്ത സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുക എന്നുള്ളതാണ്. ഗ്രൂപ്പ് ട്രാവലുകൾ, ഇപ്പം ഒരുപാട് സംഘങ്ങളുണ്ട് നിരന്തര യാത്രയാണ് സ്ത്രീകൾ. അപ്പം ആ യാത്രകൾ ശരിക്കും എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ ഒരു ജെൻഡർ ബോധത്തിനെ മാറ്റുകയാണ്. യാത്ര സ്വാതന്ത്ര്യമാണ്. നമ്മൾ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് കിട്ടിയത് എനിക്ക് തോന്നുന്നു ചുരിദാറാണ്. സാരിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു യാത്രയൊന്നും പറ്റില്ല. നമുക്കിപ്പോൾ ട്രെയിനിൽ പോകണമെന്നുണ്ടെങ്കിലും കിടക്കാനും എല്ലാം പ്രയാസമാണ്. വേഷത്തിൽ വന്ന മാറ്റം ഭയങ്കരമാണ്. പിന്നെ മൊബൈൽ ഫോൺ, നമുക്കറിയാം സാങ്കേതിക വിദ്യയുടെ മാറ്റം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൊബൈൽ ഫോൺ വഴി ഫോൺ ചെയ്യാനും അതുവഴി സേഫ്റ്റി മെഷേഴ്സ് എടുക്കാനും കഴിയുന്നുണ്ട്. അങ്ങനെ സ്ത്രീ യാത്രകൾ പക്ഷേ കുറേ കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ഈ റെസ്പോൺസിബിൾ ടൂറിസം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വരുമ്പോൾ ഞാൻ ആലോചിക്കാനുണ്ട്. സ്ത്രീകൾക്കായിട്ടുള്ള താമസ സ്ഥലങ്ങൾ, സ്ത്രീകൾക്ക് സേഫായിട്ട് രാത്രിയാണെങ്കിലും പകലാണെന്നുണ്ടെങ്കിലും പോകാനുള്ള ടോയ്ലറ്റുകൾ. ഇപ്പം ടോയ്ലറ്റുകളൊക്കെ കാണും. ടോയ്ലറ്റുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ്റനൻസ് ഭയങ്കര ഇതാണ്. ഇപ്പം ഞാനൊക്കെ ചെയ്യുന്നത് എപ്പോഴും ഇതാണ്, പെട്രോൾ പമ്പുകളോ അല്ലെ ഹോട്ടലുകളിലൊക്കെ നമുക്ക് പോകാം. ഇതല്ലാതെ ഇപ്പം നമ്മൾ ഡൽഹിയിലാണെന്നുണ്ടെങ്കിലും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകണമെങ്കിൽ എത്ര വൃത്തിയുള്ള ടോയ്ലറ്റുകളാണ് നമ്മൾക്കുള്ളത്. ആ ഒരു സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം. പിന്നെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ യാത്ര ചെയ്താൽ അതെന്തോ ഒരു പ്രത്യേക അപകടം ഉള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നത് മാറ്റിയാൽ തന്നെ സ്വയം നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് യാത്ര ചെയ്യാം. കുറേ പേരങ്ങ് യാത്ര ചെയ്തു തുടങ്ങും. ഇപ്പം രാത്രി സ്ത്രീകൾക്ക് സ്വന്തമല്ല, രാത്രി എല്ലാ സ്ത്രീകളും പുറത്തിറങ്ങാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് മാറും എന്നുള്ളതാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ളത്. അതുപോലെ സ്ത്രീ യാത്രകൾക്ക് ഗവൺമെൻറ് എത്രമാത്രം ഫെസിലിറ്റി ഏർപ്പെടുത്തണോ അത് ഏർപ്പെടുത്തി കൊടുക്കുമ്പോൾ എല്ലാം മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാധ്യമരംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരാളാണ് എൻ്റെ പാർട്ട്ണർ എന്നുള്ളത് കൊണ്ട് ഒരുപാട് കാര്യങ്ങളിൽ എനിക്കതൊരു സപ്പോർട്ടായിട്ടുണ്ട്. അപ്പം ആദ്യം മുതൽ തന്നെ ജേർണലിസം പഠിക്കാനും ജേർണലിസം പഠിക്കുന്ന കാലത്ത് തന്നെയുള്ളൊരു സപ്പോർട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇൻഫർമേഷൻ മിനിസ്ട്രിയുടെ കീഴിലായിരുന്നു. ഞാൻ കോമൺ സർവീസിലായിരുന്നു, പുള്ളി ദൂരദർശനിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലുള്ള ഒരു സപ്പോർട്ടുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇതെന്താണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഞാനൊക്കെ ആദ്യകാലത്ത് മാധ്യമരംഗത്ത് വന്ന ഒരു ജനറേഷനാണ്. ഞങ്ങൾക്ക് പിന്നീടാണ് വന്നത് ബാക്കി ജനറേഷൻ വരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ ഈ ചെയ്യുന്ന യാത്രകളാണെന്നുണ്ടെങ്കിലും നമ്മളുടെ വിനിമയങ്ങളാണെങ്കിലും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന പാർട്ട്ണർ എന്ന് പറയുന്നത് വലിയൊരു ആവശ്യമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മകൻ ഞങ്ങളെ കണ്ടു വളർന്നിട്ടായിരിക്കും അവനേതായാലും പറഞ്ഞത് എനിക്ക് മാധ്യമരംഗത്ത് നിൽക്കാൻ ഇഷ്ടമല്ല, ടെലിവിഷനിലും പത്രത്തിലും റേഡിയോയിലും ഒന്നും എനിക്ക് വർക്ക് ചെയ്യേണ്ട, സിനിമയാണ് എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞ് സിനിമ പഠിക്കാൻ പോവുകയും സിനിമയിൽ ഇപ്പോൾ സിനിമ പഠിപ്പിക്കുകയാണ് അവൻ. സിനിമ രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഋത്വിക് ബൈജു ആണ് എൻ്റെ ഒരു മകനാണ്. മകൻ്റെ വൈഫ് മലയാളം തന്നെ പഠിച്ച് മലയാളത്തിൽ PhD ചെയ്യുന്ന ഗോപികയാണ്.
അപ്പം അങ്ങനെ ഒരു കുടുംബത്തിനകത്ത് ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ടും, നമ്മളുടെ കുടുംബം എന്ന് പറയുന്നത് തന്നെ ഒരു മാധ്യമ സിനിമ രംഗത്തെ ഒരു വിനിമയങ്ങൾ നടക്കുന്ന സ്ഥലം എന്നുള്ള നിലയ്ക്കും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുമെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അല്ലാതെ ഒരിടത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതെല്ലാം ബുദ്ധിമുട്ടാണ്. ഞാൻ വളരെ ക്രേസി ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നാറുണ്ട്. എപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരാൾ ഒരു പുസ്തകം കഴിഞ്ഞ് ആ പുസ്തകത്തിൻ്റെ പിന്നാലെ പോകാതെ വേറൊരു അടുത്ത ഒരു പുസ്തകം ഇറങ്ങുന്നു, അടുത്തൊരു വലിയ വർക്കിലേക്ക് പോയി ചാടുകയും അത് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് എനിക്കുള്ളത്. അതിനൊപ്പം തന്നെ ചിലപ്പോൾ ഇപ്പോൾ യൂട്യൂബ്, ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ആദ്യം ചെയ്ത കാര്യം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ മകന് തന്നെ സംശയം തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു, ഈ പ്രായത്തിൽ അമ്മയ്ക്ക് അത് പറ്റുമെന്ന്. പക്ഷേ അതിൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ തന്നെ കുത്തിയിരുന്ന് പഠിക്കുകയും അത് ഒറ്റയ്ക്ക് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകാമെന്ന് പഠിച്ചെടുത്താണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എൻ്റെ ഈ എന്താണ് പറയുന്നത് താല്പര്യങ്ങൾ, എല്ലാത്തിനോടുമുള്ള താല്പര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെ മാധ്യമ രംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തിനകത്ത് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അല്ലാത്ത എന്നോട് പല പെൺകുട്ടികളും മാധ്യമരംഗത്തുള്ളവർ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരെഴുതുമ്പോൾ ഒരു സെമിനാറിൽ തന്നെ കുട്ടികൾ പറഞ്ഞതാണ്, അവരുടെ ഭർത്താവിൻ്റെ പേര് ചേർത്തിട്ടില്ലെങ്കിൽ പിന്നെ ബൈലൈൻ കൊടുക്കാൻ സമ്മതിക്കാത്ത ഭർത്താക്കന്മാരുടെ കഥ കോഴിക്കോട് ഒരു സമ്മേളനത്തിൽ ഒരു കുട്ടി 2-3 പേര് പറയുണ്ടായി. അങ്ങനെയുള്ള ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് തോന്നും കുറേ കൂടിയൊക്കെ സഹകരണം എനിക്ക് വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ തോന്നുകയും ചെയ്യും. അതൊരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും നമ്മുടെ കുടുംബ വ്യവസ്ഥ ഒരിക്കലും യാതൊരു തരത്തിലുള്ള വ്യത്യാസങ്ങളും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനകത്ത് ഘടനയിൽ മാറ്റം വരാത്തത് കൊണ്ടായിരിക്കാം, അടുത്ത ജനറേഷനിലെ ഒരു സ്ത്രീ ആയിരുന്നു ഞാനെങ്കിൽ എൻ്റെ ജീവിതം എത്ര സ്മൂത്ത് ആയേനെ എന്നുള്ളതാണ് ഞാൻ ആകെക്കൂടി എന്നെ വിലയിരുത്തുമ്പോൾ കിട്ടുന്ന ഒരിത്. ഞങ്ങളൊക്കെ വളർന്നു വന്ന കാലത്ത് നിലനിന്നിരുന്ന കുടുംബഘടനയും സാമൂഹ്യ വ്യവസ്ഥയും നമ്മളെയൊക്കെ തന്നെ കുടുക്കിയിട്ടത് പല ലിമിറ്റേഷൻസിലായിരുന്നു. അതിൻ്റെ ഏറ്റവും തിക്തമായ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ല എന്ന് ഇത്രയും ചെയ്യുമ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തെ വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം.